നമ്മളെയൊക്കെ പരീക്ഷിത്തുമാരാക്കുകയാണ്. പരീക്ഷിത്തുമാരായിട്ടിരുന്നാൽ മാത്രമേ ഭാഗവതം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. പരീക്ഷിത്തുമാരാവുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധ വേണമെന്നർത്ഥം എന്നാണ്. പരീക്ഷത്ത് വളരെ ശ്രദ്ധിച്ചാണ് ഭാഗവതം കേൾക്കുന്നത്. കാരണം പരീക്ഷത്തിന് ഇത് കേൾക്കല്ലാണ്ട് വേറെ വഴിയില്ല. നമുക്ക് പിന്നെ അങ്ങനെയല്ല, അക്കൗണ്ടിലൊക്കെ അത്യാവശ്യം ഉണ്ട്, വലിയ ആരോഗ്യ പ്രശ്നമൊന്നും നിലവിലില്ല, ബന്ധുക്കളൊക്കെ ഉണ്ട്, നമുക്ക് ആശ്രയിക്കാൻ പലരും ഉണ്ടെന്ന് അർത്ഥം. അതുകൊണ്ട് ആ കൂട്ടത്തിൽ ലേശം ഭാഗവതം എന്ന മട്ടിലാണ്. പരീക്ഷത്ത് അങ്ങനെയല്ല, പരീക്ഷത്തിന് വേറെ വഴിയില്ല, ഭാഗവതം കേൾക്കല്ലാണ്ട് വേറെ വഴിയില്ല, അങ്ങനെ ഇരിക്കുകയാണ്. അത്രയ്ക്ക് ശ്രദ്ധിച്ചിരിക്കുന്ന ആളാണ് പരീക്ഷത്ത്. അപ്പം അത്രയ്ക്കും ശ്രദ്ധ നമുക്ക് ഉണ്ടാവാൻ വേണ്ടി ഇങ്ങനെ ഒരുക്കി കൊണ്ടുവരികയാണ് ആരെ? ശ്രോതാക്കളെ. അതാണ് ഇപ്പോൾ 1-ാമത്തെ സ്കന്ധം മുഴുവൻ ചെയ്യുന്നത്. പീഠിക ആവുകയുള്ളൂ. 2-ാം സ്കന്ധം മുതലേ ഭാഗവതം ആരംഭിക്കുന്നുള്ളൂ. വാസ്തവത്തിൽ ശ്രീശുകർ പറഞ്ഞു തുടങ്ങുമ്പോഴേ എന്താരംഭിക്കുള്ളൂ? ഭാഗവതം. ഇപ്പോഴൊന്നും ശ്രീശുകർ മിണ്ടിയിട്ടില്ല, ശ്രീശുകർ എത്തിയിട്ടില്ല, പരീക്ഷത്തന്നെ ആയി വരുന്നുള്ളൂ. ഇവിടെ മഹാഭാരത കഥ അതിൻ്റെ അവസാന ഭാഗം നമ്മൾ കണ്ടു. ആ മഹാഭാരത യുദ്ധം, അതിലെ വിഷയം യുധിഷ്ഠിരനും ആ ദുര്യോധനനും ഭീമനും തമ്മിലുള്ള യുദ്ധം. വീണ് കിടക്കണ ദുര്യോധനന് പ്രിയം ചെയ്യാനായി അശ്വത്ഥാമാവ് പാണ്ഡവരെ കൊല്ലാൻ ഉദ്ദേശിച്ചു പോയെങ്കിലും പാണ്ഡവരെ കൊന്നില്ല. പാണ്ഡവരുടെ 5 മക്കളെ വധിച്ചു. ഈ വാർത്ത അറിഞ്ഞ് മനസ്സിലാക്കി അശ്വത്ഥാമാവിനെ അപമാനിച്ചു വിട്ടു. അശ്വത്ഥാമാവട്ടെ പോകുന്ന വഴിക്ക് പാണ്ഡവർ മുഴുവൻ നശിച്ചു പോട്ടെ എന്ന് സങ്കല്പിച്ച് അസ്ത്രം അയക്കുന്നു. അത് പാണ്ഡവരുടെ അടുത്തേക്ക് വരുന്നില്ല. കാരണം കൂടെ ഭഗവാനുള്ളത് കൊണ്ട്. ആ പാണ്ഡവരിലെ അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെ ഭാര്യ ഉത്തരയുടെ ഗർഭത്തിലേക്ക് ഈ ഒരു അസ്ത്രം ചെല്ലുകയാണ്. ഉത്തരയ്ക്ക് മനസ്സിലായി തൻ്റെ നേരെ എന്തോ ഒരു അപകടം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഉത്തര ഓടി വന്നു ഭഗവാന്റെ അടുത്തേക്ക്. ഭഗവാൻ ദ്വാരകയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരുന്നു. കുറച്ചു കാലമായി ഇപ്പം പാണ്ഡവരുടെ കൂടെ ഇരിക്കുകയാണ്. ഇനി വയ്യ, എന്തായാലും ദ്വാരകയ്ക്ക് പോകണം എന്ന് കരുതി ഭഗവാൻ ഇറങ്ങിയിരുന്നു. അപ്പോഴേക്കും ആര് വന്നു? അപ്പോഴേക്കും അവിടേക്ക് ഉത്തര ഓടി വന്നു. കൂടെ കുറേ പേരുണ്ട്. തൻ്റെ ഭർത്താവിൻ്റെ മുത്തശ്ശന്മാരുണ്ടല്ലോ, പാണ്ഡവരുണ്ടല്ലോ. എന്തേ പാണ്ഡവരുടെ അടുത്തേക്ക് പോവാതെ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു? അതാണ് ഉത്തരയിൽ നമ്മൾ പഠിക്കേണ്ട പാഠം. ഉത്തരയ്ക്ക് അറിയാം ആശ്രയമായിട്ട് ആരേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ചെറുപ്പത്തിലെ ഉത്തര മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാഠമാണ് നമ്മളും പഠിപ്പിക്കേണ്ടത്. കുട്ടികളെ നേരത്തെ പഠിപ്പിക്കണം. നാളെ ഞങ്ങളൊക്കെ പോയിന്ന് വരും, അപ്പോഴും ആരുണ്ടാവും? ഭഗവാൻ ഉണ്ടാവും. ഇതിപ്പോൾ ആരും ഉണ്ടാവില്ലെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യും? ആരെങ്കിലും പോയിന്ന് കണ്ടാൽ അവരും ആത്മഹത്യ ചെയ്യും. ആരുമില്ലല്ലോ, ആരുമില്ലേണ്ടാവണില്ല, നമ്മളൊക്കെ ഭഗവാനില്ലേ ഒപ്പം. ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം? ഈ ഒരു ഭാവം, അതാണ് 1-ാമത്തെ പാഠം. അതാണ് LKG ക്ലാസ്. 1-ാമത്തത് ഈശ്വരനുണ്ട്. പിന്നെ അങ്ങനെ പോയിട്ടൊരു PG ഒക്കെ എത്തുമ്പോൾ പറയും ഈശ്വരൻ പുറമെ എവിടെയൊന്നല്ല, തിരുമേനിയിലല്ല, അല്ലാതല്ല, അങ്ങനെയല്ല. അത് ചിലരിൽ മാത്രമല്ല, എല്ലാവരിലും ഉണ്ട് എന്നുള്ളത് അങ്ങോട്ട് അറിയൽ പെട്ടെന്ന് പറ്റിക്കൊള്ളണമെന്നില്ല. അതൊന്നും ആദ്യം ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം ആദ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം ഉണ്ടെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ എവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക മുകളിൽ എവിടെ ഉണ്ടാവും. എന്തായാലും ഉണ്ടല്ലോ, അത് സമാധാനം. ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എന്തുണ്ട്? മറ്റേതുണ്ടോ വലിയ സംശയമായിട്ടിരിക്കുന്നു. കുറേ പ്രഭാഷണം കേൾക്കുമ്പോൾ ഉണ്ട് തോന്നും, ചിലത് കേൾക്കുമ്പോൾ വലിയ തോന്നും. പിന്നെ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ഉണ്ടെന്ന് അറിയുമ്പോൾ ഉണ്ടല്ലോ എന്തായാലും. അതാണ് ഇവിടെ പഠിപ്പിക്കണത്. അപ്പം അങ്ങനെ ചെറുപ്പത്തിലെ ഈ ഉത്തരയ്ക്ക് ഈ ഒരു ധാരണ ഉണ്ട്. ആശ്രയമായിട്ട് ആരേ ഉണ്ടാവുള്ളൂ? കൃഷ്ണനെ ഉണ്ടാവുള്ളൂ. പാണ്ഡവരുണ്ടായിട്ടും അവരുടെ അടുത്തേക്ക് പോവാതെ ആരുടെ അടുത്തേക്ക് വന്നു? ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു. അവളുടെ ഒരു പ്രാർത്ഥന അതാണ് വളരെ പ്രധാനമാണ്. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. പാഹി പാഹി എന്ന് പറഞ്ഞാൽ രക്ഷിക്കണേ എന്നാണ്. ആ 2 അക്ഷരം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്തുതി വേണമെങ്കിലും എഴുതാം. പാഹി പാഹി ദേഹി ദേഹി. പിന്നെ ഏതാ അമ്പലത്തിൻ്റെ തേവര പേര് വെച്ചാൽ മതി. പാഹി പാഹി രക്ഷിക്കണേ എന്നാണ്. ഇനി ബാക്കിയാണ് മനസ്സിലാക്കേണ്ടത്. മഹായോഗിൻ, അങ്ങ് ആരാണ്? അങ്ങ് യോഗേശ്വരനാണ്. എന്തിനാ ഉത്തരം നീ എൻ്റെ അടുത്തേക്ക് കൂടി വന്നു? അവിടെ മുത്തശ്ശന്മാരുണ്ടല്ലോ, വില്ലാളി വീരൻ അർജുനനുണ്ടല്ലോ, ധർമ്മിഷ്ഠനായ ധർമ്മപുത്രരുണ്ട്, നല്ല ശക്തിയുള്ള ഭീമനുണ്ട്. ധന്യന് നമ്മുടെയും കഥ. നമുക്ക് ആരൊക്കെ ഉണ്ട് ഇല്ലേ? കളക്ടറാണ് അമ്മാവൻ, അച്ഛൻ വലിയ വക്കീലാ, കൂട്ടുകാരൊക്കെ ഒന്നും പറയണം, ഒക്കെ രാഷ്ട്രീയം, എല്ലാവരും നല്ല വലിയ കേമന്മാർ. ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. ചില സന്ദർഭത്തിൽ ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു സംഗതി നടക്കണില്ല. കാരണം ഒക്കെ കേമന്മാരാണ്. മുത്തശ്ശന്മാരും മോശക്കാരൊന്നല്ല. വില്ലാളി വീരനാണ് അർജുനൻ. ധർമ്മപുത്രൻ എന്താ മോശ? ഭീമൻ എന്താ മോശ വിചാരിച്ചു? എത്ര ശക്തി ഭീമനുണ്ട്. നകുല സഹദേവന്മാരെന്താ ഒന്നിനും കൊള്ളാത്തവരാ. ഇവരൊക്കെ ഉണ്ടായിട്ടും ഈ സന്ദർഭത്തിൽ രക്ഷിക്കാൻ അവർക്കാർക്കും പറ്റണില്ല.
രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആരും പോണില്ല. ഉത്തര പോയോ? പാഞ്ചാലി പോയി വഷളായതാ. ഇവരൊക്കെ ഉണ്ടായിട്ട് പാഞ്ചാലി തൻ്റെ വസ്ത്രാക്ഷേപം ആ സമയത്ത് ഓടി വന്ന് 5 ഭർത്താക്കന്മാരുടെ അടുത്ത് പോയിട്ട് അവർ രക്ഷിച്ചു? ഇല്ല. അത് ആർക്കറിയാം? അത് ഉത്തരയ്ക്ക് അറിയാം. അവർ രക്ഷിച്ചില്ല, അവർക്ക് പറ്റില്ല, അവർ നിസ്സഹായരാണ്. അവരുടെ കുറ്റമല്ലത്. നമ്മളെ ബന്ധുക്കൾ സഹായിച്ചില്ല എന്ന് പരാതി ഒന്നും പറയണ്ട. അങ്ങനെയാണത്. അത് അവരുടെ കുറ്റമൊന്നുമല്ല. ഇനി സഹായിക്കണമെന്ന് വിചാരിച്ചാലും പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. ചില സമയത്ത് ആരൊക്കെ നമുക്ക് നാളെ പ്രതികൂലമെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് അനുകൂലമായ ആൾ ചിലപ്പോൾ നാളെ അങ്ങനെ പെരുമാറിന്ന് വരും. ഇതിനൊന്നും ഉത്തരമില്ല. ഭീഷ്മന് പ്രതികൂലമായിട്ട് സംസാരിച്ചില്ലേ വസ്ത്രാക്ഷേപ സമയത്ത്? എന്താ ഇപ്പം അങ്ങനെ ചെയ്തു ചോദിച്ചാൽ എന്താ പറയുക? കൈകേയി രാമനെതിരെ സംസാരിച്ചില്ലേ? ഇന്നലെ വരെ രാമൻ രാജാവാവണമെന്ന് ഏറ്റവും കൂടുതൽ ആശിച്ച ആരാ? കൗസല്യക്ക് വലിയ മോഹമൊന്നുമില്ലായിരുന്നു. കൈകേയിക്കാൻ മോഹം, രാമനെ രാജാവാവണം. ആ കൈകേയൻ എന്ത് ചെയ്തു? തിരിച്ച് കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ലക്ഷ്മണൻ പറയുന്നുണ്ട്, ഞാൻ ആ ചെറിയമ്മയ്ക്ക് 2 കൂട്ടുത്തലമലയിക്കുന്നു. ആ ഒരുത്തി കാരണമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പം രാമൻ പറയണം, വേണ്ട ലക്ഷ്മണൻ, അത് ശരിയല്ല. നീ ഈ അമ്മയെ പറ്റിയൊന്നും മോശം വിചാരിക്കണ്ട. എന്താ കാരണം വെച്ചാൽ ഞാൻ രാജാവാവേണ്ടതിൽ ഏറ്റവും അധികം സന്തോഷിച്ച ആളാണ് ആര്? കൈകേയി അമ്മ. ആ അമ്മ തന്നെ ഇപ്പം കാട്ടിൽ പോകണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പ്രാരബ്ധാടോ. നിന്റെ അല്ല, എൻ്റെ പ്രാരബ്ധം. നീ എൻ്റെ കൂടെ വരുന്ന സ്ഥിതിക്ക് നിൻ്റെയും പ്രാരബ്ധം. ലക്ഷ്മണൻ്റെ ആവശ്യമൊന്നുമില്ല, അവിടെ ഇരുന്നാൽ മതി. ലക്ഷ്മണൻ കാട്ടിൽ പോകണമെന്ന് പറയണില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എത്രയും ഉത്സാഹിച്ച അമ്മ തന്നെ നമ്മൾ കാട്ടിൽ പോകണമെന്ന് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഉമ്മയുടെ കളിയല്ല. അങ്ങനെ എന്തോ രാമൻ കാട്ടിൽ പോകണമെന്നാവും. കാട് നമുക്ക് എൻജോയ് ചെയ്യാം, കുറച്ചു കാലം കാട്ടിൽ പോകണമെന്ന് വിചാരിക്കണം. എന്തായാലും ഇപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ രാജ്യം ഭരിക്കുക പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അതിന് സൗകര്യം ദേഹം ഭരിക്കലാണ്. ഇപ്പം തൻ്റെ ദേഹമല്ലേ നോക്കണ്ടോ, മറ്റു രാജ്യം നോക്കണ്ടേ? നല്ലത് തന്നെ, ഇത്രയേ ഉള്ളൂ. എന്ത് വന്നു വെച്ചത് ആസ്വദിക്കുക. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പഴി പറയണില്ല, പരാതി പറയണില്ല എന്നർത്ഥം. അതാണ് ഓരോ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒക്കെ പ്രതികൂലമാണ്. എല്ലാവരും ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊന്നും എന്നെ രക്ഷിക്കാൻ പറ്റില്ല. കാരണം അവരൊക്കെ സാധാരണക്കാരാ. പക്ഷെ അങ്ങനെയല്ല. അങ്ങാരാണ്? മഹായോഗിൻ. എനിക്കറിയാം അങ്ങ് ഈ മനുഷ്യവേഷം കെട്ടി നടക്കണമെന്നേ ഉള്ളൂ. അങ്ങ് ചില്ലറക്കാരനല്ല എന്നുള്ളത് എനിക്കറിയാം. ദേവദേവ. അങ്ങാരാണ്? ദേവന്മാരുടെയും ദേവനാണ്. ഇന്ദ്രാദി ദേവന്മാരൊക്കെ അങ്ങയുടെ താഴെയാ. എന്തിനു പറയണു? ഇവിടെ മൃത്യു പോലും മൃത്യുർധാവതി പഞ്ചമ ഇതി. ഇവിടെ കാലൻ പോലും പേടിക്കണത് ആരെയാ? അങ്ങയല്ലേ. ദേവദേവ ജഗത്പതേ. എനിക്ക് പറ്റുമോ ഉത്തരേ? നീ ഇപ്പം വന്നിട്ട് നിന്റെ ഉള്ളിലുള്ള ഗർഭത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് സാധിക്കുമോ ചോദിച്ചാൽ അങ്ങക്ക് സാധിക്കാത്ത വിഷയമല്ല. അങ്ങ് ആരാണ്? ജഗത്പതേ. ജഗത്പതിയാണ്. ജഗത്പതി എന്ന് പറഞ്ഞാൽ ജഗത്തിനെ രക്ഷിക്കുന്നവനാണ്. ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുന്ന ആളാണ് ആര്? ഭഗവാൻ. ഈ ബ്രഹ്മാണ്ടത്തെ, ഒരു ബ്രഹ്മാണ്ടമൊന്നുമല്ല, എത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ട്? ഒരു സൂര്യനൊന്നുമല്ല, കോടി സൂര്യന്മാർ, എത്ര ഭൂമികൾ. ഇതൊക്കെ രക്ഷിക്കുന്ന അങ്ങേക്ക് ഈ ഒരു ഉത്തരയുടെ ഗർഭത്തെ രക്ഷിക്കാനാ ബുദ്ധിമുട്ട്. ജഗത്പതയെ. അതുകൊണ്ട് അങ്ങ് രക്ഷിക്കണം. ഞാനിപ്പോൾ രക്ഷിക്കുന്നില്ലെങ്കിലോ അങ്ങ് അങ്ങനെ ചെയ്യില്ല. അങ്ങ് രക്ഷിക്കുന്നുള്ളത് എനിക്കറിയാം. ആശ്രയിച്ച അങ്ങ് കൈവിടില്ലല്ലോ. നാന്യം ത്വദഭയം പശ്യേ. അങ്ങല്ലാണ്ട് വേറൊരാളെ ഞാൻ ആശ്രയമായിട്ട് കാണുന്നില്ല. ആ തിരിച്ചറിവ് എന്താണ്? നാന്യം ത്വദഭയം പശ്യേ. അങ്ങല്ലാണ്ട് വേറൊരാളെ ഞാൻ ആശ്രയമായിട്ട് കാണുന്നില്ല. എന്താ ഉത്തരം നീ അങ്ങനെ കാണാത്തത്? നിനക്ക് വേണമെങ്കിൽ ഇവരോടൊക്കെ പറഞ്ഞൂടെ? എന്താ അവരുടെ അടുത്തൊന്നും പോവാതെ, മറ്റു രാജാക്കന്മാരുടെ അടുത്തേക്ക് പോവാതെ, അവിടെയുള്ള ധാരാളം പേരുണ്ടല്ലോ കേമന്മാർ, അവരൊന്നും ആശ്രയിക്കാണ്ട് എന്തേ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് എന്നാണെങ്കിൽ ഉത്തരം പറയാണ്, എത്ര മൃത്യുഹോ പരസ്പരം. അവർക്കൊക്കെ എന്തുണ്ട്? അവർക്കൊക്കെ ദുഃഖമുണ്ടല്ലോ. എനിക്ക് ദുഃഖം, ഞാൻ എൻ്റെ ദുഃഖമായിട്ട് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നാൽ അവർക്കും ദുഃഖമുണ്ട്. ദുഃഖമില്ലാത്ത അടുത്തേക്കല്ലേ ഓടിച്ചല്ലേണ്ടത്. ഞാനിവിടെ മുഴുവൻ പരിശോധിച്ചു. അങ്ങയിൽ മാത്രം എന്തില്ല? ദുഃഖമില്ല. കൃഷ്ണന് മാത്രം എന്തില്ല? നമ്മൾ ലോകത്ത് നോക്കി നോക്കും, ദുഃഖമില്ലാത്ത ഒരാളെ കാണിച്ചരും. അങ്ങനെ ദൂരത്ത് നോക്കുമ്പോൾ വലിയ കേട്ടോ അയാൾക്കില്ല തോന്നി. അടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴല്ലേ നമ്മളെക്കാൾ കഷ്ടാ. നമ്മൾ കരുതി അയാൾ നമ്മളെക്കാൾ കഷ്ടമാണ്, അയാൾ ഇൻസൈഡാക്കി നടക്കണമെന്നേ ഉള്ളൂ. നമ്മളെക്കാൾ കഷ്ടമാണെന്ത്? അയാളുടെ കഥ. അയാളുടെ ഭാവം മട്ടൊക്കെ കണ്ടപ്പോൾ നമ്മളെന്ത് വിചാരിച്ചു? വലിയ വീടും വലിയ കാറൊക്കെ കണ്ടപ്പം സുന്ദരനാണാനും. അപ്പോൾ നമ്മൾ കരുതി സുഖം ഉണ്ടാവുന്നു. അടുത്ത് പോയി വർത്തമാനം പറഞ്ഞപ്പോഴാണ് ഭേദം നമ്മളാ. എത്ര മൃത്യു പരസ്പരം. ദുഃഖമില്ലാത്തവരായിട്ട് ആരും അങ്ങനെ ലോകത്ത് അങ്ങനെ കാണാറില്ല. പക്ഷെ അങ്ങക്ക് എന്തില്ല? അങ്ങക്ക് ദുഃഖമില്ല. അതാണ്. ഇപ്പൊ ദുഃഖമില്ലാത്ത ആളെ ആശ്രയിക്കണം ദുഃഖം നീങ്ങണമെങ്കിൽ. പണമുള്ള ആളെ ആശ്രയിക്കണം പണം വേണമെങ്കിൽ, അല്ലേ? ഇപ്പൊ സമാധാനം വേണമെങ്കിൽ ആരെ ആശ്രയിക്കണം? നമ്മളെക്കാൾ സമാധാനമുള്ള ആളെ ആശ്രയിക്കണം. നമ്മളെക്കാൾ ദരിദ്രടുത്ത് പോയിട്ട് കാശ് ചോദിച്ചാൽ കിട്ടുമോ? അയാൾ അവിടെ വായ്പ വാങ്ങിയതാ, അടുത്ത് പോയിട്ട് നമ്മൾ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ആനന്ദസ്വരൂപിയായ ആളുടെ അടുത്ത് മാത്രമേ ആനന്ദം കിട്ടുള്ളൂ.
നമ്മളിപ്പോൾ അന്വേഷിക്കണതൊക്കെ ആരെയാ? ദുഃഖസ്വരൂപികളെടുത്ത് പോയിട്ട് പരാതി പറയുകയാണ്. നാളുണ്ടായി നല്ലൊരു കൗൺസിലർ ആത്മഹത്യ ചെയ്തു. ഇത് കേട്ടിട്ട് അയാൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഇത് പരാതി ഒക്കെ വാങ്ങി വെക്കുകയാണ്. എങ്ങനെ പലരും വന്ന് പരാതി പറഞ്ഞ അദ്ദേഹം ഒരു ദിവസം ഇത് ദഹിപ്പിച്ച് കളയാനുള്ള ശേഷിയില്ലെങ്കിൽ കേൾക്കാണ്ടിരിക്കുക നല്ലത്. ഈ വരുന്നതൊക്കെ ഇതാണ്. എത്ര മൃത്യുഹു പരസ്പരം. നമ്മൾ പരാതി പറയുമ്പം ആരോടാ പറയണത്? ഇതൊന്നും നമ്മളെക്കാൾ പരാതി വിഷമമുള്ളവരല്ലേ? ഇല്ല നടിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഉള്ളതല്ലേ. അത് മറച്ചു വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ബോധിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഉള്ളിൽ സന്തോഷം വേണ്ടേ? ഇനി പുറമേക്ക് തിരിച്ചാലും കുഴപ്പമില്ല, കാണുന്നവർക്ക് ദുഃഖിച്ചു തോന്നിയാലും കുഴപ്പമില്ല. ഉള്ളിലെന്താ? ഉള്ളിൽ നിധി ഉണ്ടേ. അതാ കുചേലനൊക്കെ കഥ. പുറമെ കാണുന്ന ആൾക്ക് എന്ത്? പുറമെ ഭിക്ഷാപാത്രം ഉണ്ട്, ഉള്ളിൽ രാജാവാ. നമ്മൾ തിരിച്ചാ. പുറമെ കണ്ട രാജാവായിട്ട് തോന്നുന്നു, ഉള്ളിലിരക്കാണ്. 10 രൂപ തരുമോ ചോദിക്കുകയാണ്. ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല. എത്ര മൃത്യുഹു പരസ്പരം. അവരൊക്കെ മൃത്യുഗ്രസ്തന്മാരാണ്. അവർക്കൊക്കെ മരണഭയം ഉണ്ട്. അവരൊക്കെ പേടിച്ചും കൊണ്ട് ജീവിക്കുന്നവരാണ്. ഏത് നിമിഷവും മരണം വരും എന്ന് വിചാരിച്ച് പേടിച്ച് ഇങ്ങനെ കഴിയും. സിനിമ കാണുമ്പോഴും ചായ കുടിക്കുമ്പോഴും ഒക്കെ എന്തുണ്ട്? പേടിയുണ്ട്. നാളെ തരാകുമോ? പോവില്ലേ? ഈ പേടിയോട് കൂടിയാണ്. പക്ഷെ അങ്ങനെ പേടിയില്ലാത്ത ഒരാളെ മാത്രമേ ഞാൻ ഇതുവരെ ശ്രദ്ധയിൽ എനിക്ക് ഒരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതാണ് എത്ര മൃത്യുഹു പരസ്പരം. മറ്റുള്ളവരൊക്കെ രക്ഷിക്കാന്നൊക്കെ പറയായിരിക്കും. വാക്കൊക്കെ തരും. അതിലൊക്കെ വലിയ കേമന്മാരാ. രക്ഷിക്കും, ഞാൻ ഉണ്ടാവും അപ്പം എന്നൊക്കെ പറയും. വിളിച്ചോളൂ, എപ്പോഴാച്ചാ വിളിച്ചോളൂ, നോക്കണ്ട, ഞാൻ ഉണ്ടാവും. നമ്പർ അറിയില്ലേ? വിളിച്ചു നോക്കൂ. നോട്ട് റീച്ചബിൾ. അപ്പം 3 പേര് വിളിച്ചു, ഞാൻ കട്ടാക്കി. ആ പ്രഭാഷണത്തിനിടയ്ക്ക് ഫോൺ എടുക്കുക. അതുകൊണ്ട് ആ ജാതി വർത്തമാനമൊന്നും പറയണ്ട. വിളിച്ചോളൂ എന്നൊക്കെ പറയട്ടെ, എന്താ കാര്യം? വിളിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ പറയണ്ട. ഭഗവാനെ വിളിച്ചോളൂ എന്ന് പറയാം. ആരെന്ത് ചോദിച്ചാൽ വിളിച്ചോളൂ. ആ നമ്പർ കയ്യിലില്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞു തരാം. ഹരയേ നമ ഇത്യുച്ചൈഹി. അല്ലാതെ എന്നെ വിളിച്ചിട്ട് എന്താ കാര്യം? മുച്യത്തെ സർവപാതകാത്. ഭഗവാനെ വിളിച്ചോളൂ എന്ന് പഠിപ്പിക്കുക. അതാണ് വേണ്ടത്. അതാണ് കുട്ടികളും പഠിപ്പിക്കേണ്ടതേ. എല്ലാ കാലം അച്ഛനമ്മ ഉണ്ടാവില്ല, എല്ലാ കാലം കാശുണ്ടാവില്ല, എല്ലാ കാലം ആരോഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ദുഃഖം വരുമ്പോൾ തളരാണ്ടിരിക്കണമെങ്കിൽ ആദ്യം നിവർന്ന് നിൽക്കാൻ പഠിക്കണം. അപ്പം ഒരാശ്രയം, അത് ഭഗവാൻ. അത് പഠിപ്പിച്ചതുകൊണ്ടാണ് ഉത്തരയ്ക്ക് ഈ സമയത്ത് ഇത്രയൊക്കെ ദുഃഖം വരുന്ന സമയത്ത് എന്ത് ചെയ്തു? അവള് ഭഗവാനെ ആശ്രയിച്ചില്ലേ? അഭിദ്രവതിമാമീശാശരസ്തപ്തായസോ വിഭോ. ആ ശരം അങ്ങോട്ട് വന്നിട്ട് എന്നെ അങ്ങോട്ട് ദഹിപ്പിച്ചോട്ടെ. അതാണ് അവളുടെ ആ ഒരു ത്യാഗമനോഭാവം. ഞാനിപ്പം ആശ്രയിക്കുന്നത് ഭഗവാനെ എൻ്റെ കാര്യത്തിനെന്ന് വിചാരിക്കണ്ട. എനിക്കിപ്പം മരിക്കാൻ പേടിയൊന്നുമില്ല കേട്ടോ. ശരസ്തപ്തായസോ വിഭോ കാമം ദഹതു മാം. ഈ ശരം എന്നെ അങ്ങോട്ട് ദഹിപ്പിക്കട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താ കുഴപ്പച്ചാൽ ഞാനിപ്പോൾ ഗർഭിണിയാ. അല്ലെങ്കിൽ എനിക്ക് മരിക്കാൻ പേടില്ല. ഗർഭിണി ആയതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ഈ ഗർഭത്തെ രക്ഷിക്കേണ്ട ചുമതല ആർക്കുണ്ട്? അത് അമ്മയുടെ ധർമ്മമാണ്, അമ്മയുടെ കടമയാണ് കുട്ടിയെ നോക്കുക എന്നുള്ളത്, രക്ഷിക്കുക എന്നുള്ളത്. ഒരു പ്രായം വരെ അത്രയും ഉണ്ടോ. അത് കഴിവിന് എല്ലാ കാലം ഇങ്ങനെ 65 വയസ്സായ ഉണ്ണിയെ രക്ഷിക്കുക അമ്മ, അങ്ങനെയല്ല. അമ്മ ആ ഉണ്ണി അമ്മയെ നോക്കേണ്ടത്. ഇപ്പം ഒരു പ്രായം വരെ. ഇപ്പം അതിനെ ആശ്രയമായിട്ട് ഞാനല്ലേ ഉള്ളൂ, ഞാൻ നോക്കണ്ടേ? എൻ്റെ ഉള്ളിലല്ലേ. എൻ്റെ അശ്രദ്ധ കൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പം എനിക്കല്ലേ. അതുകൊണ്ടത് പറ്റില്ല. കാമം ദഹതുമാം നാഥ. എന്നെ ഈ ശരം അങ്ങോട്ട് ദഹിപ്പിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. മാമേ ഗർഭോ നിപാത്യതാം. എൻ്റെ ഈ ഗർഭത്തെ ആ ശരം ഒന്നും ചെയ്യരുത്, അങ്ങ് രക്ഷിക്കണേ. ഇത്രയും പറഞ്ഞ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ദ്വാരയ്ക്ക് പോകാൻ ഒരുങ്ങിയ ഭഗവാൻ അവിടെ നിന്നു. എന്താ പിന്നെ ഇവളെ അങ്ങോട്ട് രക്ഷിക്കണം, ഈ ഉത്തരയുടെ ഗർഭത്തെ രക്ഷിക്കണം എന്ന് ഭഗവാൻ കണക്കാക്കി. ഉപധാര്യവതസ്തസ്യ. ഭഗവാൻ ഭക്തവത്സലഹ. ഭഗവാന്റെ വിശേഷണമാണ് ഭക്തവത്സലഹ. ഭഗവാൻ ഭക്തന്മാരോട് ഇത്രയധികം വാത്സല്യമുള്ള ഭഗവാൻ ഈ ഉത്തരയുടെ ശരണാഗതി കണ്ട സമയത്ത് അവളെ രക്ഷിക്കണം. കാരണം അവൾക്ക് വേണ്ടിയല്ല എന്നെ ആശ്രയിക്കുന്നത്, എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടുമല്ല, അവളുടെ ധർമ്മം എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അത്രേ ഉള്ളൂ. നമ്മൾ ന്യായമായത് പറഞ്ഞാൽ ആര് തരും? അല്ലാത്ത പറ തരൂല്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ആളുകൾ അങ്ങനെയാണ്. നമ്മുടെ നല്ല അച്ഛനും നല്ല അമ്മയാണെന്ന് വെച്ചാൽ കുട്ടി ചോദിക്കണം മുഴുവൻ വാങ്ങി കൊടുക്കൊന്നുമില്ല. കൊടുക്കും, കാശുണ്ടെങ്കിലും കൊടുക്കൊന്നുമില്ല. കാരണം അത് കുട്ടിക്ക് ശരിയല്ല എന്നുള്ളത് ആർക്കറിയാം, അച്ഛനും അമ്മയ്ക്ക് അറിയാം. കുട്ടി പ്രായത്തിൽ വിവരമില്ലാണ്ട് ഓരോന്ന് പറയും. അതൊക്കെ പറഞ്ഞതനുസരിച്ച് വാങ്ങിക്കൊടുക്കാൻ നിന്നാൽ ശരിയാവില്ല എന്ന് ആർക്കറിയാം? വിവരമുള്ള അച്ഛനും അമ്മയ്ക്കും അറിയാം. വിവരമില്ലാത്ത അച്ഛനും അമ്മയും ചോദിക്കണമൊക്കെ വാങ്ങിക്കൊടുത്തു. ഇതിൻ്റെ അവസാനം ചോദിക്കണമൊക്കെ വാങ്ങിക്കൊടുത്തു. തിരുമേനി എന്തിൻ്റെ കുറവാ? അപ്പം ഞാൻ അതിനെ കുഴപ്പം ചോദിച്ചൊക്കെ വാങ്ങിക്കൊടുത്തതാണ് കുഴപ്പത്തിന് കാരണം. അങ്ങനെ കൊടുക്കരുത്. കുട്ടി ജലദോഷം തൊണ്ടവേദനയൊക്കെ ആയിട്ടിരിക്കും, പനി പിടിച്ചിരിക്കുമ്പോൾ ഐസ്ക്രീം വേണമെന്നൊക്കെ പറയും. അത് വാങ്ങിക്കൊടുക്കുക അച്ഛൻ ആണോ? അത് ചെയ്യരുത്. കുട്ടിക്ക് വിവരമില്ല, അച്ഛന് വിവരമില്ലേ? കുട്ടിക്ക് ഇപ്പോൾ ഐസ്ക്രീം കൊടുത്താൽ ബുദ്ധിമുട്ടാവുന്നുള്ളത് അറിയണം, കൊടുക്കാണ്ടിരിക്കണം. അത് വാശി പിടിക്കും, എന്നാലും കൊടുക്കരുത്.
അതാണ് ഭഗവാന്റെ പ്രകൃതം. വെൽവിഷറാണ്. ആ കുട്ടിക്കൊരു അപകടം ഉണ്ടാവരുതെന്നുള്ള വിചാരം ആർക്കുണ്ട്? ഭഗവാനുണ്ട്. അതുകൊണ്ട് ചോദിക്കണമൊക്കെ കൊടുക്കില്ല. ഇത് ന്യായമാണെന്നുള്ളത് കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവളെ രക്ഷിക്കണമെന്ന് കണക്കാക്കി. വ്യസനം വീക്ഷ്യ തത്തേഷാം അനന്യ വിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യഥാത് വിഭു. ആ വിഭു ഈ പ്രപഞ്ചത്തെ, ഈ ബ്രഹ്മാണ്ടത്തെ രക്ഷിക്കുന്ന ഭഗവാൻ തൻ്റെ സുദർശനാസ്ത്രം കൊണ്ട് ആ ഉത്തരയെ രക്ഷിക്കുകയാണ്. ഉത്തരയുടെ ഗർഭത്തിലേക്ക് ഭഗവാൻ ശംഖചക്ര ഗദാധാരിയായിട്ട്, തള്ളവരൻ്റെ അത്ര വലുപ്പം, അങ്ങനെ ഒരു രൂപം സ്വീകരിച്ച് ഇപ്പൊ എവിടെ എത്തി? ഗർഭത്തിലെത്തി. അപ്പോഴും ശംഖും ചക്രമൊക്കെ ഉണ്ട്. ഇതിനിപ്പോ ഇങ്ങനെയൊക്കെ പുറപ്പെട്ടു പോയി ചോദിച്ചാൽ അതാ പരീക്ഷത്തിൽ കാണട്ടെ. ആരാണ്? ഭാഗവതം കേൾക്കാൻ പോണ ആളാ. ഇനി ഭാവിയിൽ ശ്രീശുഖരുടെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഭാഗവതം കേൾക്കുന്ന ആളെ ഒന്ന് പോയി കാണണ്ടേ എന്ന് കരുതി ഭഗവാൻ തൻ്റെ ആ നീലമേഘ ശ്യാമള രൂപം ധരിച്ച് ശംഖചക്ര ഗദാധാരിയായി പരീക്ഷത്തിന്റെ ചുറ്റും ഭഗവാൻ അങ്ങോട്ട് പ്രദക്ഷിണം വെച്ചു. ഈ അസ്ത്രത്തെ നിർവീര്യമാക്കാൻ. നമ്മൾ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കും, ഭഗവാൻ അങ്ങോട്ട് വെക്കാറുണ്ടോ? അല്ല പരീക്ഷത്തിന്റെ ഭാഗ്യം. പരീക്ഷത്ത് അവിടെ അങ്ങനെ ഇരിക്കണം. ഭഗവാൻ തൻ്റെ ചുറ്റും ഇങ്ങനെ പോണത് ആര് കാണുകയാണ്? പരീക്ഷത്ത് കാണുകയാണ്. ഗർഭത്തിലിരിക്കെ തന്നെ ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ആർക്കുണ്ടായി? പരീക്ഷത്തിനുണ്ടായി. അങ്ങനെ തന്നെയാണ് ശ്രീശുവരും. അതാണ് ശ്രീശുവരും പരീക്ഷത്തും തമ്മിലുള്ള ബന്ധം. ശ്രീശുവരും ഗർഭത്തിലിരിക്കുമ്പോൾ ആരെ കണ്ടു? ഭഗവാനെ കണ്ട ആളാണ്. പരീക്ഷത്തും ഗർഭത്തിലിരിക്കുമ്പോൾ ഭഗവാനെ കണ്ട ആളാണ്. അങ്ങനെ ഭഗവാൻ ആ അസ്ത്രത്തെ നിർവീര്യമാക്കി ഈ പരീക്ഷത്തിനെ രക്ഷിച്ചു. പുറമേക്കന്നെ വന്നു. ഈ കാഴ്ച അതാര് കണ്ടു? അത് ആ അമ്മ കുന്തിദേവി കണ്ടു. മാമംസ്ഥ ഹേതദാശ്ചര്യം സർവാശ്ചര്യമയേച്യുതേ. നമ്മളോടായിട്ട് പറയണം, ഇത് കണ്ടിട്ട് വലിയ ആശ്ചര്യം ഒന്നും വിചാരിക്കണ്ട. അങ്ങനെ ഭഗവാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് പ്രവേശിച്ച് ഗർഭത്തെ രക്ഷിക്കുക എന്നാണെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ പുറത്തേക്ക് വന്ന് ആരുടെ കാരുണ്യം കൊണ്ടെന്നാ വിചാരിക്കുന്നത്? എന്താണ്? അല്ല, നമ്മളൊക്കെ അപ്പം അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്നവരനെയല്ലേ അല്ലേ? അല്ലാണ്ട് വന്നവരെങ്കിലും ഉണ്ടോ? അല്ല അങ്ങനെ നിശ്ചല്ലേ അറിയില്ല. നമ്മൾ അങ്ങനെ വന്നവരല്ലേ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ ആരെ നമ്മളെ രക്ഷിച്ചു? നേഴ്സോ ഡോക്ടറോ അമ്മയോ? വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പുറത്തേക്ക് എത്തിയത് ആരുടെ കാരുണ്യം കൊണ്ടാണ്? ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണെന്നെങ്കിൽ ഭഗവാനോട് നന്ദി പറയണ്ടേ? ചോദിക്കണം. നന്ദി പറയണ്ടേ? ഇടയ്ക്കൊന്ന് അമ്പലത്തേക്ക് വരിക, നന്ദി കിട്ടും. ഗർഭത്തിൽ നിന്ന് അങ്ങോട്ട് പോയില്ലല്ലോ, എന്തായാലും ഒന്നുമല്ലോ, പുറത്തേക്ക് എത്തിയല്ലോ എന്നും നന്ദി പറഞ്ഞു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞു, നല്ല സദ്യ അല്ലേ, സ്ഥലമായി കഴിച്ചു. ആ കഴിച്ചങ്ങോട്ട് അവസാനത്തെ ഉരുളങ്ങോട്ട് കഴിക്കുമ്പോൾ ഭാഗ്യം ഒന്നും തരായി. എന്താണ് നാളത്തെ കാര്യം വെച്ചാൽ ഒന്നും ഇതുവരെ മുടക്കാണ്ട് അങ്ങനെ തരുന്നുണ്ടല്ലോ, നന്ദി എന്നുള്ളൊരു ഭാവം. മല്ലി മന്ത്രം ചെല്ലണമെന്നൊന്നും പറയണില്ല. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ആസ്വദിച്ച് കഴിക്കാൻ ഇപ്പോഴും സാധിക്കും. ചിലർ കഴിക്കാൻ കണ്ടായിട്ട് കാര്യമില്ല, നാമൊരു രുചിയില്ലെങ്കിലോ വല്ലതും മനസ്സിലാവും. എന്ത് കഴിക്കുമ്പോൾ കഷായം കുടിക്കുന്ന പോലെ എന്താ കാര്യം? ഇതൊന്നും ഇപ്പോഴും വലിയ പ്രശ്നമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നന്ദി എന്നൊരു ഭാവം ഉണ്ടാവണം. അതാണ് വേണ്ടത്. ഇവിടെ കുന്തിദേവി നന്ദി പറയണം. നമ്മളൊക്കെ നന്ദി പറയണം. കാരണം നമ്മളെയൊക്കെ ഗർഭത്തുനിന്ന് രക്ഷിച്ചത് ഈ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഈ കഥ കേട്ടിട്ട് വലിയ അത്ഭുതമായിട്ട് വിചാരിക്കൊന്നും വേണ്ട. ഭഗവാൻ തന്നെയാണ് നമ്മളെയൊക്കെ രക്ഷിച്ചത്. അതുകൊണ്ട് നമ്മളൊക്കെ തന്നെയാണ് ആര്? പരീക്ഷത്തുമാർ. നമ്മുടെ കഥയാണ് ഇങ്ങനെ വ്യംഗ്യമായിട്ട് പറയാണ്. ശരിക്കും ഈ പരീക്ഷത്തിന്റെ പേരെന്താ? വിഷ്ണുരാധൻ. എന്താ അർത്ഥം? വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെടുന്നവൻ, അല്ലെ വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ. നമ്മളെയൊക്കെ രക്ഷിക്കുന്നത് ആരാ? ഭഗവാൻ തന്നെയാണ്. നമ്മളത് അറിയണില്ല. നമ്മൾ പരീക്ഷിതമാരായിട്ടിരിക്കുകയാണ്, പരീക്ഷിക്കുകയാണ്. സംശയിക്കേണ്ട, പരീക്ഷിക്കൊന്നും വേണ്ട, ഭഗവാനാണ് രക്ഷിക്കുന്നത്. ഈ കാഴ്ച കണ്ടപ്പോൾ മുത്തശ്ശി ഓടി വന്നു. ഭഗവാനിന്ന് നമസ്കരിക്കണം എന്ന് വിചാരിക്കുകയാണ്. നമസ്കരിക്കണോ വേണ്ട എന്നുള്ള സംശയത്തിലായിരുന്നു ഇത്രയും നേരം. കാരണം കൃഷ്ണൻ തൻ്റെ സഹോദരന്റെ മകനാണ്. സഹോദരന്റെ മകനെ അങ്ങോട്ട് പോയി നമസ്കരിക്കുക പറഞ്ഞാൽ ശരിയാണോ? നമ്മൾ നമസ്കരിക്കാറുണ്ടോ സഹോദരന്റെ മകനെ? പിന്നെ അങ്ങോട്ട് നമസ്കരിക്കാന്നല്ലാതെ അങ്ങോട്ട് പോയി നമസ്കരിക്കുകയാണോ? അപ്പം ഞാൻ അച്ഛമ്പങ്ങളല്ലേ? കൃഷ്ണന്റെ ആരാ? കൃഷ്ണന്റെ അച്ഛൻ വസുദേവരുടെ സഹോദരിയാണ് വൃഥ, കുന്തിദേവി. തൻ്റെ സഹോദരനായ വസുദേവരുടെ ഉണ്ണിയെ ഞാൻ നമസ്കരിക്കുകയാണ്. പക്ഷേ കുന്തിദേവിക്ക് അറിയാം ആര് ഇത് സാധാരണ കുട്ടിയല്ല. തമദ്ഭുതം ബാലകം ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് സാധാരണ കുട്ടിയല്ല. ആ പരബ്രഹ്മം തന്നെ വസുദേവരുടെയും ദേവകിയുടെയും മകനായിട്ട് വന്നു എന്നേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ആ ഒരു ദിവ്യത കാണിച്ചു കൊടുക്കണമുണ്ട്. ഇപ്പം കണ്ടില്ലേ? ഇപ്പം അങ്ങനെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണോ ഭഗവാൻ ചെയ്തത്? അപ്പം അതുകൊണ്ട് ഇനിയും അടിച്ചു നിൽക്കണ്ട. കാരണം ആയുസ് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ നമസ്കരിക്കാൻ കിട്ടുന്ന അവസരം എന്ത് ചെയ്യണ്ട? അത് കളയണ്ട. എന്തെങ്കിലും പേരുണ്ടാക്കി നമസ്കരിക്കുക. അമ്പലത്തേക്ക് വരാനുള്ള അവസരങ്ങൾ കളയരുത്. കാരണം ആയുസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗവതം കേൾക്കാനുള്ള അവസരം കളയരുത്. കാരണം നമ്മൾ തിരക്ക് കൂടി വരികയല്ലേ, പ്രാരബ്ധം കൂടി വരികയാണ്, ബുദ്ധി കുറഞ്ഞു വരികയാണ്, ആയുസ്സും കുറഞ്ഞു വരികയാണ്, ആഗ്രഹങ്ങൾ കൂടി വരികയാണ്. അങ്ങനെയൊക്കെ ആകുമ്പം അധികമൊന്നും സമയം ഇനി കിട്ടിക്കോളണമെന്നില്ല. ഇതുപോലെ സ്വസ്ഥമായിട്ടിരിക്കാൻ ഇനി സമയം കിട്ടിക്കോളണം. ഇനിയിപ്പോൾ എന്തൊക്കെ കണ്ടുപിടിക്കുമോ? മൊബൈൽ വന്നപ്പോൾ തന്നെ കഴിഞ്ഞു.
ഇനി ഭാവിയിൽ ഇപ്പം AI ആണ് കുടുങ്ങി ഇതാണ്. ഇനിയിപ്പം അങ്ങനെ ഒന്നും ആവശ്യമില്ല, ആരെയും ആവശ്യമില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക നിശ്ചയില്ല. അപ്പം അതുകൊണ്ട് ഉള്ള സമയം നല്ലോണം അങ്ങോട്ട് കഴിയുക. ഈ അമ്മ ഓടി വന്നു, ഇനി നമസ്കരിക്കാണ്ടിരിക്കാൻ വയ്യ എന്ന് കരുതി നമസ്കരിക്കുകയാണ്. നമസ്യേ പുരുഷം തു ആദ്യം ഈശ്വരം പ്രകൃതേഹ പരം. നമസ്കരിക്കണതിൻ്റെ മുന്നേയായിട്ട് മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഞാൻ ഇനി നമസ്കരിക്കുമ്പം കൃഷ്ണ നീ വേണ്ട എന്ന് പറയരുത്. കൃഷ്ണൻ അങ്ങനെ പറയലുണ്ടാവും ആണ്, അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അച്ചമ്പങ്ങൾ നമസ്കരിക്കും വേണ്ടേ, ഇത്ര വലിയ അച്ചമ്പങ്ങൾ എന്നെ വന്ന് നമസ്കരിക്കുക ആളുടെ ഒന്ന് എന്നെ പറയിപ്പിക്കാനായിട്ട്, വേണ്ട 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 ഞാൻ അങ്ങോട്ട് നമസ്കരിക്കുക അല്ലാതെ അങ്ങോട്ടല്ല എന്ന് കൃഷ്ണ നീ പറയാൻ നിൽക്കണ്ട. ഞാൻ നിന്നെ ഇപ്പം കാണുന്നത് എൻ്റെ സഹോദരൻ്റെ മകനായിട്ടല്ല. അതെവിടെയും പറയണില്ലല്ലോ. ഇവിടെ പന്തേ പറഞ്ഞിട്ടുള്ളൂ നമസ്യേ പുരുഷം. ആരാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷൻ എന്നുള്ള പുരുഷനല്ല, സ്ത്രീയിലും പുരുഷനിലും ഉള്ള പുരുഷൻ. സ്ത്രീയിലും പുരുഷനിലും മാത്രമല്ല, ഇനി നപുംസകം ഉണ്ടെങ്കിൽ അതിലും, ഇനി എന്തിലും, മനുഷ്യനിലും മൃഗത്തിലും പക്ഷിയിലും സസ്യത്തിലും പുരിശേതയതി പുരുഷ. ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ ഇരിക്കുന്നത് ആരെന്നെയാണ്? അത് ഈ പുരുഷനാണ്. സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാത്യതിഷ്ഠദശാങ്കുലം പുരുഷ ഏവ ഇതം സർവം. ഇതൊക്കെ ആരാണ്? ഇതൊക്കെ ആ പുരുഷൻ തന്നെയാണ്. ഇതൊക്കെ കൃഷ്ണനാണ്, ഇതൊക്കെ ഭഗവാനാണ്. ആ പുരുഷൻ ഇതാണ് നമസ്യേ പുരുഷം തു ആദ്യം ഈശ്വരം. ആരാണ്? ഈശ്വരനെ നമസ്കരിക്കുന്നു, ആദ്യനെ നമസ്കരിക്കുന്നു. ഏറ്റവും ആദ്യം ഉണ്ടായത് എവിടുന്ന? അത് ഭഗവാൻ എന്നാണ്. എന്താണോ ആദ്യം ഉണ്ടായത്, ആ ഉണ്ടായത് എവിടുന്ന? ആ ഉണ്ടായ വസ്തു ഉണ്ടായത് ഭഗവാനിൽ നിന്നാണ്. ഭഗവാൻ ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്താ കുഴപ്പം? ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടായി എന്ന് പറയേണ്ടി വരും. ബർത്ത് ഡേറ്റ് ഉണ്ടെങ്കിൽ എന്തും ഉണ്ടാവും, ഡെത്ത് ഡേറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഭഗവാന്റെ കാര്യം പറയുമ്പോൾ നല്ലോണം സൂക്ഷിച്ച് വേണം പറയാൻ. ഭഗവാൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് പറയേണ്ടി വരും? മരിച്ചു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഭാഗവതത്തിൽ വളരെ ശ്രദ്ധിച്ചിട്ടേ ശ്രീശുകരും വ്യാസരൊക്കെ പദം പ്രയോഗിക്കുള്ളൂ. ജനിച്ചു എന്ന് എവിടെയും കാണില്ല. അവതരിച്ചു, കാണപ്പെട്ടു, കണ്ടു, അങ്ങനെയൊക്കെ പറയുള്ളൂ. അതല്ലാണ്ട് പറയില്ല. കൃഷ്ണാവതാരം പറയുമ്പോൾ എങ്ങനെയാ പറഞ്ഞത്? വസുദേവ ഐക്ഷത. വസുദേവര് അങ്ങനെ കണ്ടു, അത്രയേ ഉള്ളൂ. കൃഷ്ണൻ അങ്ങനെയാണെന്നോ, കൃഷ്ണൻ ജനിച്ചു എന്നോ പറഞ്ഞിട്ടില്ല. ദേവകീടിയും വസുദേവരുടെയും അടുത്തായിട്ട് ആരെ കണ്ടു? ഈ ഒരു രൂപത്തിൽ ഭഗവാനെ കണ്ടു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടാ. ഇവിടെ ആദ്യം പുരുഷം പ്രകൃതേഹ പരം. അങ്ങ് ഈശ്വരനാണ്, പ്രകൃതിക്കും അപ്പുറത്താണ്. നമ്മളൊക്കെ പ്രകൃതിയുടെ ഉള്ളിൽപ്പെട്ടതാണ്. രണ്ട് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? നമ്മളൊക്കെ ജീവന്മാരാണല്ലോ. ആണ് ജീവനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം എന്താ ചോദിച്ചാൽ, നമുക്ക് ദുഃഖമുണ്ട്, ഈശ്വരൻ ദുഃഖമില്ല. അത് തന്നെ ദുഃഖമാണ് മായ. മായയിൽപ്പെട്ടവരാണ് നമ്മളൊക്കെ. എന്നാ ഭഗവാനോ മായയിൽപ്പെട്ട ആളാണോ? അല്ലല്ല. ഭഗവാൻ മായയുടെ ഉടമയാണ്, നമ്മൾ മായയുടെ അടിമയാണ്. രണ്ട് വ്യത്യാസമുണ്ട്. എന്താണ് മനസ്സിലായി? നമുക്ക് ചില ഉപാധികളുണ്ട്, അതിൽ പെട്ടവരാണ്, നമ്മൾ കുടുങ്ങി നിന്നവരാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാണുമ്പോൾ രണ്ടുപേരും ഒരുപോലെയൊക്കെ തോന്നും. പക്ഷെ ഒരാൾ ദുഃഖിക്കുന്നു, ഒരാൾ സന്തോഷമായിട്ടിരിക്കുന്നു. രണ്ടുപേരും മുറിയിൽ തന്നെയാണല്ലോ. രണ്ട് മുറിയിലാണ്, രണ്ട് മുറി ഒരുപോലെ തന്നെ മുറി. നമ്മളിങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേരെ നമുക്ക് കാണാം. രണ്ടും ഒരു ജനലിൻ്റെ അടുത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്, മറ്റേ മുറിയുടെ ജനലിൻ്റെ അടുത്ത് മറ്റാൾ ഇരിക്കുന്നുണ്ട്. നമുക്ക് നോക്കുമ്പോൾ രണ്ടാൾ ഒരുപോലെയാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. അടുത്ത് ചെന്ന് അന്വേഷിച്ചപ്പെടാൻ മനസ്സിലായത് ഒരാളെ അവിടെ ആരോ മുറിയിലിട്ട് പൂട്ടിപ്പോയതാ. കുറേ തട്ടി വിളിച്ച് ആരും തുറക്കണില്ല. വിഷമിച്ച് അവസാനം ആരെങ്കിലും തുറക്കേരിക്കുന്നു കരുതി ജനലിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഒരാൾ. മറ്റാളെ പോയി നോക്കിയപ്പം അയാൾ പുറമുള്ള ശല്യം വേണ്ട കരുതി ഒറ്റയ്ക്ക് ഈ വാതിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ വന്ന് കുറ്റിട്ടിട്ട് ശല്യം വേണ്ട കരുതി സമാധാനമായിട്ടിരിക്കുകയാണ്. നമ്മളെ ദൃഷ്ടിയിൽ രണ്ടുപേരും ഒരുപോലെയാണ്. എന്നാൽ ഒരുപോലെയാണോ? ഒരാൾ സ്വതന്ത്രനാണ്, മറ്റാളോ ദുഃഖിയാണ്. ഒരാൾ സന്തോഷമായിട്ടിരിക്കുകയാണ്. വ്യത്യാസമുണ്ടെന്ന് അർത്ഥം. ഇതുപോലെ ഭഗവാൻ മായയ്ക്ക് ഉടമയാണ്, നമ്മളൊക്കെ മായയ്ക്ക് അടിമയാണ്. കാരണം നമുക്ക് ദുഃഖം നമുക്ക് ഇല്ലാണ്ടാക്കാൻ അത്ര പെട്ടെന്ന് സാധിക്കുന്നില്ല. ദുഃഖത്തിൽ പെടുന്നവരാണ്. ഭഗവാൻ എന്ന ദുഃഖത്തിൽ പെടാത്ത ആളാണ്. അതാണ് ഇവിടെ പ്രകൃതേഹ പരം അലക്ഷ്യം. അങ്ങയെ കാണാൻ സാധിക്കില്ല. അതാണ് വലിയ വിഷയം. അങ്ങനെയാണ് എത്ര എളുപ്പമായിരുന്നു അല്ലേ? ഭഗവാനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അങ്ങനെ എത്ര സുഖമായിരുന്നു. അല്ല, അപ്പം പറഞ്ഞു കൊടുക്കണില്ലേ? ഇപ്പം തിരുമേനിയൊക്കെ ചെയ്യണത് അതല്ലേ ചോദിച്ചാൽ, എന്നിട്ട് ഇപ്പം ആർക്കാ മനസ്സിലായത്? അതാ പറയുന്നത്. പറയുന്ന ആൾക്ക് മനസ്സിലായില്ല, കേൾക്കണോ? അങ്ങനെ നടക്കേണ്ടതല്ലാതെ എന്താ നടക്കുന്നത്? എത്ര പേർക്ക് എത്ര പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവെങ്കിൽ ഇത്രയൊന്നും ആവശ്യമില്ലല്ലോ. 2-2.5 മണിക്കൂറൊക്കെ വേണോ? 7 ദിവസമൊക്കെ ആവശ്യമുണ്ടോ? തത്വം മതി. ശരി, അടുത്ത വണ്ടിക്ക് പോവാം പോരെ. അത് മനസ്സിലാവാത്തോണ്ടല്ലേ ഇതിങ്ങനെ പറയേണ്ടി വരുന്നത്. അതാ കുഴപ്പം.
മറ്റുള്ളതൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടില്ലല്ലോ. ലഡു കിട്ടില്ലേ? അപ്പോഴേക്കും കപ്പൽ ഓടുന്നു. അവളെ സംഗതിയൊക്കെ കിട്ടി, അതിൻ്റെ രുചി വരെ കിട്ടി, നിറം കിട്ടി, മഞ്ഞ ലഡു, ചുവന്ന ലഡു, മുന്തിരിയുള്ള ലഡു, എന്തൊക്കെ കിട്ടി അതിൻ്റെ ഇടയ്ക്ക്. എന്നാൽ ഭഗവാൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? സത്യം, ജ്ഞാനം, അനന്തം എന്നൊക്കെ പറയുമ്പോൾ എന്താ കിട്ടുന്നത്? വിദം ശംവിദം നിർമ്മലം നിർവികൽപ്പം. എന്താ കിട്ടിയത്? വ്യത്യാസം. അത് കിട്ടുന്നില്ല, അത് പറഞ്ഞ് ബോധിപ്പിക്കാൻ സാധിക്കില്ല. അലക്ഷ്യം. പക്ഷേ പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റണില്ലെങ്കിലും നമുക്ക് പലതും പറയാൻ സാധിക്കുന്നത് അതുള്ളതുകൊണ്ടാട്ടോ. അലക്ഷ്യം സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെയും അന്തർബഹിരവസ്ഥിതം, അകത്തും പുറത്തും ഇരിക്കുന്നത് ഇതാണ്. ആരാണ്? നമ്മളുടെയൊക്കെ അകത്തും പുറത്തും ആരാ? ഇനി അകും പുറമൊന്നുമില്ല, ഉണ്ടെങ്കിൽ അകത്തും പുറത്തും ഇരിക്കണത്. ഓടിന്റെ ഈ വിളക്കിന്റെ അകത്തും പുറത്തും ഓടല്ലേ? ഉണ്ടോ? ഇനി അകും പുറമുണ്ടോ? പുറമൊന്നും നമ്മൾ പറയല്ലേ. ഈ വിളക്കിന്റെ അകത്തും പുറത്തും ആരാ? ഓടാണ്. അത്രയേ ഉള്ളൂ. ഓടല്ലാണ്ട് ഒന്നുമില്ല. ഓട് മാറ്റിയപ്പനെ വിളക്കില്ല. ഇതുപോലെ ഈശ്വരനെ അങ്ങോട്ട് മാറ്റി വെച്ച നമ്മളില്ല. അതാണ് വർണ്ണിക്കുന്നത്. അന്തർബഹിരവസ്ഥിതം, അകത്തും പുറത്തും അങ്ങാണ്. എല്ലാ ദിക്കിലുള്ളത് കൊണ്ടാണ് അങ്ങയെ അറിയാൻ പറ്റാത്തത്. എല്ലാ ദിക്കിലുള്ളതിനെ അങ്ങനെ അറിയാൻ പറ്റിക്കോളുന്നില്ല. പക്ഷെ അനുഭവിക്കാൻ പറ്റും. എന്താണ് അറിയല്? നമുക്ക് അന്യമായ ഒന്നിനല്ലേ അറിയാൻ പറ്റുള്ളൂ. അനുഭവിക്കാൻ നമുക്ക് പറ്റും. നമുക്കിപ്പം വായു എല്ലാ ദിക്കിലും ഉണ്ട്, നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? വായു കാണാൻ പറ്റുമോ? പക്ഷെ നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഫാനിലോട്ട് പോയിരുന്ന അങ്ങനെ അനുഭവിക്കാം അല്ലേ? ഇതുപോലെയാണ് ഭഗവാനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അനുഭവിക്കാം. ഇലക്ട്രിസിറ്റി നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുന്നത്? ബൾബ് കത്തണുണ്ട്, അപ്പൊ ഇലക്ട്രിസിറ്റി കണ്ടോ? ഇലക്ട്രിസിറ്റി കണ്ടില്ല. പിന്നെ ആ ബൾബ് കത്തണത് കൊണ്ട് ഊഹിച്ചു എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് കത്തില്ല. ഫാന് കറങ്ങാനുണ്ട്, എന്താർത്ഥം? കറണ്ട് അതിലൂടെ വരുന്നത് കൊണ്ടാണ് അത് കറങ്ങുന്നത്. കറണ്ട് കണ്ടു, കറണ്ട് കണ്ടില്ല, കറണ്ട് അങ്ങനെ കാണാൻ പറ്റില്ല. അത് ഫാനിലൂടെ വരുമ്പോൾ കറങ്ങും, ബൾബിലൂടെ വരുമ്പോൾ കറങ്ങി. അയ്യോ, ബൾബിലൂടെ വന്നാൽ കറങ്ങിയാൽ വയ്യ. ബൾബിലൂടെ വരുമ്പോൾ കത്തും, ഫാനിലൂടെ വരുമ്പം കത്തും. അയ്യോ അത് അപ്പൊ വ്യത്യാസമുണ്ട്. അതിലൂടെ കത്തിയാൽ വയ്യ. അപ്പൊ അത് ഓരോ ഉപാധിക്കനുസരിച്ച് മാറും. ഒരേ ഒരു ചൈതന്യം എന്നിലൂടെ വരുമ്പോൾ പറയുന്നു, നിങ്ങളോട് വരുമ്പോൾ കേൾക്കുന്നു അല്ലേ? വ്യത്യാസം ഉണ്ടെന്ന് അർത്ഥം. ഓരോന്നിലും ഓരോന്നാവും. മൃഗത്തിൽ വരുമ്പം ആ ചൈതന്യത്തിന് വ്യത്യാസമുണ്ട്. ചൈതന്യത്തിന് വ്യത്യാസമില്ല. ആ മൃഗം എന്ന ഉപാധിയിൽ വരുമ്പോൾ നായയോടെ വരുമ്പോൾ കുറയ്ക്കും, ചിലപ്പോൾ കടിച്ചൊന്നും വരും. കടിച്ചു എന്ന് കരുതിയിട്ട് ബ്രഹ്മല്ല പറയരുത്. ബ്രഹ്മം തന്നെയാണ്, അതിന്റെ സ്വഭാവം കടിക്കലാണ്. അപ്പം അങ്ങനെയുള്ള ബ്രഹ്മത്തെ മാറി നിന്ന് തൊഴുതാൽ മതി. ഒരു കല്ല് കൈ പിടിച്ച് തൊഴുതാലും കുഴപ്പമില്ല. ഒരുപക്ഷെ എറിയേണ്ടി വരും, എന്നാലും സാരല്ല. അപ്പോഴും മനസ്സിലായിക്കോളൂ, ബ്രഹ്മം തന്നെയാണ്, അത് ഈശ്വരൻ തന്നെയാണ്, അല്ലാതെ പറയണ്ട. ഈശ്വരൻ അല്ലാണ്ട് ആവണമെന്നില്ല. അതാണ് ആദ്യ പടി. ഇത് പഠിക്കാൻ ഉദ്ധവർക്ക് പറഞ്ഞു കണ്ടു. ഉദ്ധവ, ഇനിയിപ്പോൾ അതൊന്നും തനിക്ക് മനസ്സിലായില്ലേ, താൻ ഒരു കാര്യം ചെയ്യൂ. ഈ തത്വം ബോധ്യമാവണത് വരെ എന്തിനൊക്കെ കണ്ടാലും വീണം കണ്ട് നമസ്കരിക്കുക. എന്താണ്? ആശ്വചാണ്ടാള ഗോഖരം, നായെ തിന്നുന്നവനെയും ചണ്ടാളിനെയും പശുവിനെയും ഒക്കെ എന്നൊന്നുമില്ല, എന്തൊക്കെ ദൃഷ്ടിയിൽ പെടുന്നോ എല്ലാത്തിനെയും വീണം കണ്ട് നമസ്കരിക്കുക. വെറുതെ നമസ്കരിച്ചാൽ പോരാ, വീണ് അങ്ങനെ കണ്ട് നമസ്കരിക്കുക. കപിലൻ പിന്നെ അത്ര പറയണില്ല, വീണമില്ല, മനസ്സുകൊണ്ട് നമസ്കരിച്ച. കപിലൻ എന്താ പറയാ, എന്ത് നിങ്ങൾ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ വീണ് നമസ്കരിച്ചാൽ ബുദ്ധിമുട്ടാവും ചിലപ്പോൾ. പക്ഷെ ഭഗവാൻ പറഞ്ഞത് ദണ്ഡവത്ത് എന്നാണ്. വടി വീഴുന്നത് പോലെ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. കാരണം ഉള്ളിലുള്ള അഹന്ത അങ്ങോട്ട് പോട്ടെ, അതിലും ഇരിക്കുന്നത് ആ ചൈതന്യമാണെന്ന് അങ്ങോട്ട് ഉറപ്പ് വരട്ടെ. എത്ര കാലം ഇങ്ങനെ നമസ്കരിക്കണം? ഈ ഉറപ്പ് വരുന്നത് വരെ നമസ്കരിക്കണം. ഉറപ്പ് വന്നാൽ പിന്നെ നമസ്കരിക്കാൻ ഞാനും ഇല്ല, അതുമില്ല, എല്ലാം ഒന്ന്. ഈശ്വരൻ നമസ്കരിക്കണം. നമ്മൾ കണ്ണാടി കണ്ട നമസ്കാരം പറയുമോ? കണ്ണാടി കണ്ടപ്പോൾ നമസ്കാരം എന്നാ കൊണ്ടുപോയിക്കോളൂ എവിടെയെങ്കിലും നേരെയാക്കുക. അല്ലാതെ കണ്ണാടി ഞാൻ എന്നോട് നമസ്കാരം എന്തിനാ പറയണു? ഞാൻ നിങ്ങളെ കാണുമ്പോൾ നമസ്കാരം പറയണത് നിങ്ങളിൽ നിന്ന് അന്യനായിട്ട് ഞാനുള്ളത് കൊണ്ടാണ്. നിങ്ങളിലുള്ളത് ഞാൻ തന്നെയാണെങ്കിൽ നമസ്കാരം പറയണോ? അതിൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെയാണ്. എന്ത് നമസ്കാരം? അപ്പോൾ അവധൂതന്മാർ അങ്ങനെയാണ്. അവർ നമസ്കാരം എന്ന് പറയണമെന്നില്ല, അവർക്ക് അന്യം തോന്നുന്നില്ല. പണ്ട് രമണ മഹർഷിയോട് ചോദിച്ചൊരാൾ വന്നിട്ട്, അങ്ങ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒക്കെ ഒരു കാലമാണല്ലോ, അപ്പോൾ എല്ലാവരും കഷ്ടപ്പെട്ടു, ഇയാളൊരു ഭാഗത്ത് വെറുതെ ഇരിക്കുകയാണ്, ഒരു കൗബീനെടുത്ത് വെറുതെ ഇരിക്കുക. അപ്പോൾ ചിലർക്കൊക്കെ വലിയ ദേഷ്യം. എത്രയോ ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. കാണാൻ വരുന്നത് ഇയാൾ പരസ്യം കൊടുത്തിട്ടൊന്നുമല്ല കേട്ടോ, കാണാൻ വരുന്നത് നോട്ടീസ് അടിച്ചിട്ടൊന്നുമല്ല. അത് പൂ വിടർന്ന് വെച്ച് നിന്നാൽ സുഗന്ധം ഉണ്ടെങ്കിൽ വണ്ട് വരും, നോട്ടീസ് കൊടുക്കണോ? പനിനീർ പുഷ്പം വിടർന്നിട്ടുണ്ട്, വണ്ടുകളെ വന്നോളൂ എന്നൊന്നും പറയണ്ട. ശർക്കര കണ്ടാൽ ഉറുമ്പ് വരില്ലേ? അത് എവിടുന്നെങ്കിലുമൊക്കെ വരും. അതിപ്പം ശർക്കര പോയിട്ട് പ്രചരിപ്പിക്കുന്നല്ല. രമണ മഹർഷി അവിടെ ഇരിക്കുമ്പോൾ പലരും എത്രയോ ദൂരത്തുനിന്ന് പല വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പലരും കാണാൻ വരുന്നുണ്ട്. ഇപ്പം ചിലരൊക്കെ വന്ന് ചോദിക്കും, അങ്ങ് നോക്കും, ഇങ്ങനെയൊക്കെ ഒരു വലിയ കാര്യം അവിടെ നടക്കുമ്പോൾ അങ്ങേക്ക് സമൂഹത്തിന് സേവിച്ചൂടെ? എന്താണ്? ലോക സേവ ചെയ്തുകൂടെ? അന്യരെ അങ്ങേക്ക് സഹായിച്ചൂടെ എന്ന് ചോദിച്ചു.
അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്യരെ കാണുന്നില്ല. അന്യരെവിടെ? എന്താണ്? അല്ല, മറ്റുള്ളവരെ സഹായിച്ചു. മറ്റുള്ളവരെവിടെ? മറ്റുള്ളവരെ കണ്ടാലല്ലേ. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവിക്കൂ. വേണ്ട പറയണില്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവിക്കൂ. ഞാൻ കാണാത്തത് കൊണ്ട് എനിക്ക് സേവിക്കാൻ വയ്യ, കാരണം അന്യരെ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് രമണ മഹർഷി സേവിച്ചില്ല പറയരുത്. ഇങ്ങനെയുള്ള എത്രയോ മഹാത്മാക്കള് പ്രത്യക്ഷത്തിൽ നമ്മൾ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ചിലപ്പം സമരം ചെയ്തൊന്നും കാണില്ല. പക്ഷെ ഇവരുടെയൊക്കെ അവരുടെ ആ പ്രഭാവം തന്നെ എത്രയോ പേരെ സ്വാധീനിച്ചിട്ടില്ലേ. രാമകൃഷ്ണദേവൻ സമരം ചെയ്തു. രാമകൃഷ്ണദേവൻ ഉള്ളതുകൊണ്ടല്ലേ വിവേകാനന്ദ സ്വാമി ഉണ്ടായത്, അല്ലേ? അദ്ദേഹം ചിക്കാഗോയിൽ പോയി. രാമകൃഷ്ണദേവൻ ചിക്കാഗോയിൽ പോയോ? ഇല്ല. ധർമ്മത്തെ പ്രചരിപ്പിച്ചോ ചോദിച്ചാൽ നമ്മുടെ ദൃഷ്ടിയിലില്ല. പക്ഷെ അവരൊക്കെ വളരെ മൗനമായും കൊണ്ട് പലതും ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ അറിയാണ്ട പോകരുത്. നമ്മുടെ വിചാരം ലോകസേവ ചെയ്താൽ മാത്രമേ ആരാവുള്ളൂ, അങ്ങനെയൊക്കെ ഒരു ധാരണ പൊതുവേ ഉണ്ട്. ഗുരുദേവന്റെ കൃതികളൊന്നും നോക്കില്ല. അദ്ദേഹം ചെയ്ത ലോകസേവയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. അദ്ദേഹം വലിയ അദ്വൈതിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മോപദേശത്തൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ. അദ്ദേഹം എല്ലാ ദേവന്മാരെ പറ്റിയിട്ടും എഴുതിയിട്ടുണ്ട്. അതൊന്നും ശ്രദ്ധിക്കില്ല. അദ്ദേഹം പറഞ്ഞ വേദാന്തം നോക്കില്ല. പക്ഷെ അദ്ദേഹം വലിയ സാമൂഹിക പ്രവർത്തകനായിരുന്നു പറയും. അല്ല, അത് മാത്രമല്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് വരും. ഇങ്ങനെയുള്ള വേദാന്തികൾ അവർ ചെയ്യുന്നതൊക്കെ എന്തായി മാറും? സമൂഹത്തിന് നന്മയുണ്ടാവുള്ളൂ. അവരുടെ ഓരോ ചലനവും ലോകത്തിന് ഹിതമായി മാറുകയാണ്. ഇവിടെ വായുവിനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അനുഭവിക്കാം. കാണാൻ പറ്റാത്തതൊക്കെ ഇല്ല പറയരുത് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ബുദ്ധി കൊണ്ട് മനസ്സിലാവാത്ത വിഷയം നമുക്ക് ഇല്ല പറഞ്ഞാൽ പറ്റില്ല. നമുക്കറിയാത്ത പല വിഷയമുണ്ട് ലോകത്ത്. അതൊന്നും പറ്റില്ല, അവർക്ക് അറിയില്ല എന്ന് പറയാം. എന്താണ്? നിശ്ചയില്ല, അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് നിശ്ചയില്ല എന്നൊക്കെ പറയാം. അല്ലാണ്ട് ഇല്ല എന്നങ്ങ് തറപ്പിച്ച് പറയണമെന്നും പാടില്ല. കാരണം കുറച്ച് കഴിഞ്ഞ് വിവരം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മാറ്റി പറഞ്ഞു വരും. വായു ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇല്ല എന്ന് ഞാൻ പറയണില്ല. അത്രയേ ഉള്ളൂ. അങ്ങനെ പറയാം. വായു ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. കാറ്റ് പോയുള്ള കാര്യം പറയാനില്ലല്ലോ. കാറ്റുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് തന്നെ. ഇതുപോലെ ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചാൽ സംശയിക്കണ്ട. ഉണ്ട്. എന്താ കാരണം? ഞാനുണ്ട്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ അല്ലേ കുഴപ്പമുള്ളൂ. താൻ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോ സംശയം പറയുമോ? ഉണ്ടോ നോക്കട്ടെ, ഞാൻ പുസ്തകം വായിച്ചു 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? അല്ല, ചോദിക്കുന്നില്ല. ഞാനുണ്ട്. ഈശ്വരൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് പിന്നെ നോക്കാം. ഞാൻ ഉണ്ടോ ഇല്ലേ? എന്താ അഭിപ്രായം? ഉണ്ട്. ഈശ്വരൻ ഉണ്ടോ ഇല്ലെന്ന് പോലും നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഉറപ്പിച്ച് പറയാം, ഞാനുണ്ട്. എന്തായാലും ഇപ്പം ഉണ്ട്. എന്തായാലും നാളത്തെ കാര്യം നിശ്ചയില്ല, ഇപ്പം ഉണ്ട്. അതാരാ എന്താ പറയണത് അറിയോ? വാസ്തവത്തിൽ ഈശ്വരൻ ഉണ്ടെന്നാ പറയണത്. എന്താ പറയണത്? അതെ, ആ ഉണ്ട് എന്നുള്ളത് എങ്ങനെ അറിഞ്ഞു ആണ്. അതാണ് ആ ബോധം. ആ ബോധത്തെയാണ് ഇപ്പം ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്നത്. അതാണ് ഇപ്പം കുന്തിദേവി പറയുന്നത്. ഈ ബോധത്തെയാണ്. കൃഷ്ണന്റെ പേരൊന്നും ഇപ്പം എത്തണില്ല. ഇപ്പം ബോധത്തെ തന്നെ പറയാണ്. ഇനി അങ്ങോട്ട് എത്തിക്കും. നമസ്യേ പുരുഷം തുവാദ്യം. ആ പുരത്തിൽ ശയിക്കുന്ന അഹം എന്ന ബോധത്തെയാണ് ഇപ്പം നമസ്കരിച്ചത്. ആ ബോധമുണ്ടെങ്കിലേ ഈ കാണുന്നതൊക്കെ ഉള്ളൂ. ബോധമില്ലെങ്കിൽ ഒന്നുമില്ല. പുരുഷം പ്രകൃതേഹ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ആ അഹം എന്ന ബോധം നമ്മളിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവിടെ ജഡം എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞ വസ്തുക്കൾക്ക് പോലും എന്തുണ്ട്? കല്ലിനും മുള്ളിനും പോലും എന്തുണ്ട്? ബോധമുണ്ട്. അതില്ലെങ്കിൽ കല്ലില്ല, അതില്ലെങ്കിൽ മുള്ളില്ല, അതില്ലെങ്കിൽ ഭൂമിയില്ല. സൂര്യനും ചന്ദ്രനും എന്താ ബോധമില്ല വിചാരിച്ചോ? ബോധമില്ലെങ്കിൽ കരിക്കട്ടയിട്ട് വീഴുത്. ബോധമുണ്ട്. അതില് ബോധത്തിലാണതെല്ലാം. അന്തർബഹിരവസ്ഥിതം. എന്തുകൊണ്ട് നമുക്കിത് മനസ്സിലാവണില്ല? അതാ ചോദ്യം. അത് മനസ്സിൽ പറയാം. അതെനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയാം. ചിലരിൽ കാണുമ്പോൾ ഈശ്വരൻ ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഈ കല്ലിലൊക്കെ ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ, സസ്യത്തിൽ ഈശ്വരൻ ഉണ്ട് പറഞ്ഞാൽ, ജഗദീഷ് ചന്ദ്രബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സസ്യത്തിന് ജീവനുണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിച്ചല്ലേ? അതൊക്കെ ഉണ്ട്, ഇല്ല പറയാൻ പറ്റില്ല. ഓരോന്നിലും പ്രകടമാവുന്നത് വ്യത്യാസം ഉണ്ടാവുന്നില്ല. നമ്മളിലൊക്കെ ഇപ്പോൾ ജീവനുണ്ട്. എല്ലാവരിലും ഒരുപോലെ പ്രകടമാവുണ്ടോ? ഉണ്ടോ? ചിലര് കേൾക്കുന്നുണ്ട്, ചിലർ ഉറങ്ങുന്നുണ്ട്, ചിലര് ഇല്ല പലതരത്തിലുണ്ട് പ്രകടമാവുക. ചിലർ മിണ്ടും, ചിലർ മിണ്ടില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ? ശ്വാസം മാത്രം വലിക്കുന്ന മനുഷ്യരും ഇല്ലേ? ഇല്ല, ഒന്നും ഇല്ല. ഇതല്ല തമാശ പറയുന്നത്. അങ്ങനെയുള്ളവരില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. ഒന്നുമില്ല പ്രത്യേകിച്ച്. ലോകത്തിന് ഉപദ്രവം ചെയ്യുന്ന മനുഷ്യരും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, പലതും ഉണ്ട്. എല്ലാവരിലും ഇതൊരുപോലെ അല്ല എന്നർത്ഥം. പക്ഷെ ഉണ്ട്. നമുക്കത് ചിലതിൽ തോന്നാത്തതിന്റെ കാരണം പറയാം. അതിന്റെ കാരണമാണ് മായ. എന്താണ്? മായാജപനികാച്ഛന്നം. മായയാകുന്ന മറ വെച്ച് ഭഗവാൻ ചിലതിൽ ഒളിച്ചിരിക്കും. നമ്മളിപ്പോൾ ജഡം എന്ന് പറയുന്ന വസ്തുക്കളിലൊക്കെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഉണ്ട് ഇല്ല പറയരുത്. ഉണ്ട്. കല്ലുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളത് എന്താ? സത്ത് എന്നാണ്. സത്ത് എന്ന് പറയാം. ഉണ്മ. ആ ഉണ്മ ഭഗവാന്റെയാണ്. ഭഗവാന്റെ സ്വരൂപമാണ് എന്ത്? സച്ചിദാനന്ദം ബ്രഹ്മ. സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മ.
കല്ലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയണത് എന്താണെന്നറിയോ? ഈശ്വരനുണ്ട് എന്നാണ്. ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം ഈശ്വരനുണ്ട് എന്നാണ്. ഈശ്വരൻ വേറെ പറയണ്ട, ഉണ്ടെന്ന് പറഞ്ഞാൽ ഈശ്വരനുണ്ട്. അപ്പൊ കല്ലുണ്ടെന്ന് പറഞ്ഞ അർത്ഥം ഈശ്വരനുണ്ട് എന്നാണ്. മനസ്സിലാവുണ്ടോ ഉണ്മ? പക്ഷേ അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്കത് ചലിക്കുന്നില്ല ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, നമുക്കത് അങ്ങനെ അതിന് നമുക്കതിലെ ചിത്തും ആനന്ദവും ബോധ്യാവുന്നില്ല. പക്ഷെ എന്ത് നമുക്ക് അപ്പോഴും ബോധ്യാവുന്നുണ്ട്? സത്ത് ബോധ്യാവുന്നുണ്ട്. അതുകൊണ്ടല്ലേ കല്ലില്ല എന്നല്ലോ പറഞ്ഞത്, കല്ലുണ്ടെന്നല്ലേ. അപ്പൊ മായ കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ചിത്തിനെയും ആനന്ദത്തെയും മറച്ചു വെച്ച് ഭഗവാൻ കല്ലിലിരിക്കുന്നു. മനുഷ്യരിലാവുമ്പം മിണ്ടുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. സസ്യത്തിലാകുമ്പോൾ വളരുന്നുണ്ട്, വർത്തമാനം ഒന്നും പറയണില്ല. മൃഗത്തിലാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. ഇത്രയ്ക്കേ വ്യത്യാസമുള്ളൂ. എല്ലാത്തിലും ആരുണ്ട്? ഈശ്വരനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല പറയേണ്ടത്. എല്ലാം നിൽക്കുന്നത് എവിടെയാ? ഈശ്വരനിലാണ്. ഇതിനൊക്കെ അടിസ്ഥാനം ഈശ്വരനാണ്. ഈശ്വരൻ ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഈശ്വരൻ ഇല്ലെങ്കിൽ ഇവിടെ സസ്യമില്ല, മൃഗമില്ല, പക്ഷിയില്ല, ഒന്നുമില്ല. അതാണ് ഇവിടെ വർണ്ണിച്ചത്. മായാജവനികാച്ഛന്നം, മായയാകുന്നൊരു മറ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം. അതുകൊണ്ട് അജ്ഞാനികൾ ഈശ്വരനെ ശരിക്കും മനസ്സിലാക്കുന്നില്ല പറയണില്ല, ശരിക്കും മനസ്സിലാക്കുന്നില്ല. ഇടയ്ക്കൊക്കെ മനസ്സിലാക്കണമുണ്ട്. ഇതുപോലെ ചോദിച്ചാൽ ഒരു കടലാസ് വെച്ചിട്ട് നമ്മൾ സൂര്യനെ മറച്ചു. ആരെ മറച്ചു? മറക്കാറില്ലേ? കടലാസൊക്കെ വെച്ച് മറക്കാറില്ലേ? അല്ലെങ്കിൽ വിരലൊക്കെ വെച്ച് മറക്കില്ലേ? നമ്മൾ സൂര്യനെ മറക്കില്ലേ? അപ്പൊ സൂര്യനെ കാണാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൂര്യനെയാണോ മറച്ചത്? ആരെയാ മറച്ചത്? കണ്ണിനെയാ മറച്ചത്. പക്ഷെ പറയാൻ അങ്ങനെയല്ല. സൂര്യനെ മറച്ചു. ഞാനേ കയ്യോണ്ടേ സൂര്യനെ ഇങ്ങോട്ട് മറച്ചു. പിന്നെ ഇയാളെ കയ്യ് സൂര്യനേക്കാൾ വലുതല്ലേ? ഇത് കണ്ണിൻ്റെ അടുത്താണ് ഈ കയ്യ്. എന്നിട്ട് കണ്ണടച്ചാൽ പോരെ. പക്ഷെ നമ്മളങ്ങനെ പറയാറുണ്ട്. മേഘം സൂര്യനെ മറച്ചു എന്നൊക്കെ പറയില്ലേ? മേഘം വന്നിട്ട് എന്ത് ചെയ്തു? സൂര്യനെ അങ്ങോട്ട് മറച്ചു. ഒരു ചോദ്യം, സൂര്യനെ മറച്ചു മേഘം എന്ന് നിങ്ങൾ അറിഞ്ഞത് എങ്ങനെ? വെളിച്ചമുള്ളതുകൊണ്ടല്ലേ. ആ വെളിച്ചം എവിടുന്ന് കിട്ടി? സൂര്യനുള്ളതുകൊണ്ടാണ്. സൂര്യൻ മറച്ചു എന്നുള്ളത്, മേഘം വന്ന് സൂര്യനെ മറച്ചു എന്നുള്ളത് അറിഞ്ഞത് എന്തുകൊണ്ടാണ്? സൂര്യൻ ഉള്ളത് കൊണ്ടാണ്. ഇതുപോലെ ഈശ്വരൻ ഇല്ല എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ പറയാൻ കാരണം എന്താ? അയാളുടെ ബോധമുള്ളതുകൊണ്ടാണ്. അയാൾ പറയില്ല. എനിക്ക് ഭാഗവതം മനസ്സിലാവണുണ്ടെന്ന് പറയേണ്ടത് ബോധമുള്ളതുകൊണ്ടല്ലേ. മനസ്സിലാവണില്ല പറയണതും ബോധമില്ലെങ്കിൽ പറയുമോ? അല്ല, അതും എനിക്കൊന്നും മനസ്സിലാവണില്ല കേട്ടോ. വലിയ അറിവത്. മനസ്സിലാവണില്ല എന്നുള്ളത് അറിഞ്ഞില്ല എന്നുള്ളതും അറിവല്ലേ. അതും ബോധമുള്ളതുകൊണ്ടാണ്. അതാണ് അറിവ്. അതിനെപ്പറ്റി ഇവിടെ ചർച്ച. അല്ലാതെ ഡാറ്റ എന്നുള്ളതല്ല. എന്തെങ്കിലും കുറെ പഠിച്ചു വയ്ക്കാവുന്നതിനെ പറ്റിയല്ല വിഷയം. അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായാജവനികാച്ഛന്നം. ലോക വിഷയങ്ങളിൽ വലിയ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ആധ്യാത്മിക വിഷയങ്ങൾ പറയുമ്പം ശ്രദ്ധ കിട്ടില്ല. അതുകൊണ്ട് അവർ ഈ വിഷയത്തിൽ അജ്ഞന്മാരാണ്. എന്നാൽ ലോക വിഷയങ്ങൾ പറഞ്ഞാൽ അവർ നല്ലോണം സംസാരിക്കും കേട്ടോ. കച്ചവടത്തെ പറ്റിയൊക്കെ പറഞ്ഞാൽ സംസാരിക്കും. എത്ര റുപ്യാണ് ഇപ്പൊ സെന്റിന് എത്രയാ വില, അപ്പോഴേക്കും അങ്ങോട്ട് നീറ്റാണ്. അതിനെപ്പറ്റിയൊക്കെ ചർച്ചയൊക്കെ ചെയ്യും. പക്ഷെ ഈ വിഷയത്തിൽ വലിയ താല്പര്യമില്ല എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള അജ്ഞാനികൾക്ക് ഭഗവാൻ മറഞ്ഞു നിൽക്കുന്നു. മായാജവനികാച്ഛന്നം. അല്ലെങ്കിലും കൃഷ്ണനിഷ്ടം ഒളിച്ചിരിക്കാനല്ലേ. അതൊരു രസമാണ്. ഒളിച്ചിരിക്കുമ്പോൾ അതിലൊരു കൗതുകല്ലേ. നമുക്ക് ഒളിച്ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അങ്ങനെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഒളിച്ചിരിക്കുക. വലിയ കാക്കു കളിക്കും. എവിടെയും പോയി ഒളിച്ചിരിക്കും. മിണ്ടൂല്ല. അത് എവിടെയും നമുക്ക് ഇഷ്ടമില്ല കാണാനേ. നമ്മളാകെ പോലീസിൽ പരാതി പറയണോ വിചാരിക്കുമ്പോഴാവും അച്ഛാ നല്ല കഥ തന്നെ. അവിടെ ഉണ്ടേ മിണ്ടാണ്ടിരിക്കണം. മനസ്സിലാവണ്ടേ? കാരണം അവരെ സംബന്ധിച്ചതൊരു രസമാണ്, നമ്മളെ സംബന്ധിച്ചോ ടെൻഷനാണ്. ഭഗവാനെ സംബന്ധിച്ചതൊരു രസമാണ്. മായാജവനികാച്ഛന്നം. മായയാകുന്ന യവനിക. വേഷം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നടനെ നമ്മൾ മറന്നുപോകും. ചുട്ടി കുത്തണ വരെ നമുക്കറിയാം. വന്ന ആശാൻ ഏതാന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവ രാവിലെ വന്നങ്ങനെ ഉച്ചയ്ക്ക് നിന്ന് കടന്ന് ചുട്ടിയൊക്കെ കുത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആള് മാറിയിട്ടോ. ചുട്ടു കുത്തിയപ്പോഴേക്കും നമുക്ക് ആളെ മനസ്സിലാവുന്നില്ല. നളനായിട്ട് വേഷം കെട്ടി ഇങ്ങനെ വരികയാണ്. അഭിനയിക്കുമ്പോൾ നമ്മളും ആരായി മാറും. നമ്മളും നളനെ പിന്നെ നളനെ കാണുള്ളൂ. അതിലത്തെ ആരാ ചുട്ടി കുത്തിയതൊക്കെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കുമോ? അഭിനയിച്ചു തുടങ്ങിയാൽ ആ കൊട്ടലും എല്ലാം കൂടി ആ കിരീടമൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആസ്വദിച്ചൊക്കെ കണ്ടു. നമ്മളെന്ത് മറന്നുപോയി? ആശാനെ പറ്റി മറന്നുപോയി. അതേത് ആശാന നിശ്ചല്ലേ, അയാളുടെ കാര്യമൊക്കെ നമ്മൾ വിട്ടു. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവാൻ അങ്ങോട്ട് വേഷം കെട്ടി വന്നു. ആരുടെ വേഷം? ഭാര്യയുടെ വേഷം കെട്ടി വന്നപ്പോൾ നമ്മൾ എന്താ? ഇവര് ഭഗവാനെ മറന്നു. നമ്മളിപ്പം ഭാര്യയെ ശ്രദ്ധിക്കുന്നുള്ളൂ. ഭഗവാൻ കുട്ടിയുടെ വേഷം കെട്ടി വന്നപ്പോഴേക്ക് കുട്ടിയുടെ കൊഞ്ചലൊക്കെ അങ്ങോട്ട് കേട്ടപ്പോഴേക്ക് ആരെ മറന്നു? അത് ഭഗവാൻ എന്നുള്ള കാര്യം നമ്മൾ തീരെ തോന്നണില്ലല്ലോ. ഉണ്ടോ?
ഭർത്താവിനെ കാണുമ്പോൾ തോന്നുന്നുണ്ടോ? ഭഗവാനെ തോന്നുന്നുണ്ടോ? പിന്നെ അത് ഭഗവാന്റെ കേമത്താണ്. കാരണം അങ്ങനെ ഇങ്ങോട്ട് വേഷം കെട്ടിയിട്ട് നമുക്കത് മനസ്സിലാവണില്ല. വല്ലാത്തൊരു വേഷം, തീരെ ഭഗവാനെ തോന്നണില്ല, ലേശം പോലും തോന്നണില്ല. ഭഗവാൻ തന്നെയാണത്. അങ്ങനെ വേഷം കെട്ടിയിട്ടാണ്. നല്ലോണം അഭിനയിക്കാൻ പറ്റുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? അഭിനയിച്ചു തുടങ്ങി നമ്മൾ നടനെ മറന്നുപോകും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ലോണം നടനെ പരിചയമുള്ളവർക്ക് എന്ത് വേഷം കെട്ടിയാലും മനസ്സിലാവേണ്ടിയിരിക്കുക. എത്ര വേഷം കെട്ടിയാലും നടനായിട്ട് നിൽക്കണം, അത് ഗോപിയാശാനാ. പിന്നെ നമുക്ക് മനസ്സിലാവില്ലേ? ആ നിൽപ്പ് കണ്ട അറിയില്ലേ? മൂക്ക് കണ്ട മനസ്സിലാവില്ലേ? കാരണം ഗോപിയാശാൻ അത്രയും പരിചയമുള്ളതുകൊണ്ടാണ്. ആ ഗോപിയാശാൻ ഈ കൃഷ്ണന്റെ വേഷം കെട്ടിയാലും മനസ്സിലാക്കും അതാരാ. അതിന് എന്തൊക്കെ ചുട്ടി കുത്തിയിട്ടും കാര്യമില്ല. അത്രയ്ക്ക് ബന്ധം ആരോടുള്ളതുകൊണ്ടാ? ആശാനോടുള്ളത് കൊണ്ട് അവർക്ക് മനസ്സിലാവും. ഇനി എന്ത് വേഷം കെട്ടിയാലും നമുക്ക് ചിലപ്പോൾ മോഹൻലാൽ അഭിനയിക്കുമ്പോൾ നമ്മൾ മറന്നുപോകും. മോഹൻലാലിനോട് അത്രയും അടുപ്പുള്ള ആളുകൾ കാണുമ്പോൾ മോഹൻലാൽ മനസ്സിലാവാണ്ടിരിക്കുമോ? തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് അടുപ്പുള്ളവർക്ക് മാറിപ്പോകുന്നില്ല, അത് മനസ്സിലാവേണ്ടിയിരിക്കില്ല. കാരണം അത്രയ്ക്ക് അറിയാം. ഇതുപോലെ ഭഗവാനോട് അത്രയ്ക്കും ചേർന്നിരിക്കുന്ന ഭാഗവതന്മാർക്ക് അവർ ഈ മായയിൽ പെടില്ല. ഭഗവാൻ ഏത് വേഷം കെട്ടിയാലും മനസ്സിലാവും. ഇതൊക്കെ കാണിക്കാൻ എണ്ണി കുറെ കഥകൾ പറയും. നരസിംഹ വേഷം കെട്ടി വന്ന സമയത്ത് ബ്രഹ്മാവ് പോലും പരിഭ്രമിച്ചു, ലക്ഷ്മി ദേവിക്ക് പോലും മനസ്സിലായില്ല. പക്ഷെ ആർക്ക് മനസ്സിലായി? പ്രഹ്ലാദന് മനസ്സിലായി. എന്തിനാ ഇപ്പൊ അങ്ങനെ പറയണു? ലക്ഷ്മി ദേവിയെ പോലും ഒന്ന് താഴ്ത്തിയില്ലേ? ലക്ഷ്മി ദേവിക്ക് പോലും മനസ്സിലായില്ല. അതൊക്കെ മനസ്സിലാവാണ്ടിരിക്കുന്നില്ല. അതൊക്കെ നമ്മളോട് ഇങ്ങനെ പറയാം, നല്ല മനസ്സിലാവാണ്ടിരിക്കുമോ? മുഖം മൂടി വെച്ചാൽ ഭർത്താവിന് മനസ്സിലാവില്ല വിചാരിച്ചു. അതൊന്നുമില്ല. അതെന്താ വെച്ചാൽ ഭക്തിയുടെ ഭാവത്തിൽ പറയാണ്. പക്ഷെ ആർക്ക് മനസ്സിലായി? ആ പ്രഹ്ലാദന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അസുരക്കുട്ടിയായിട്ടുള്ള പ്രഹ്ലാദൻ ഭഗവാനെ ഭജിച്ച് ഭഗവാനായിട്ട് അത്രയും ബന്ധമുള്ളത് കൊണ്ട് ഭഗവാൻ ഇങ്ങനെയൊരു ഭീകര വേഷം കെട്ടിയിട്ട് പോലും അത് ഭഗവാനാണെന്ന് ആര് മനസ്സിലാക്കി? പ്രഹ്ലാദൻ മനസ്സിലാക്കി. എത്ര വലിയ വേഷം കെട്ടിയാലും ആളെ അറിയുന്നവർക്ക് അവർ ഭ്രമിക്കില്ല. പ്രഹ്ലാദൻ പേടിച്ചില്ല. എല്ലാവരും പേടിച്ചു പോകുമ്പോഴും പ്രഹ്ലാദൻ അടുത്ത് പോയിട്ട് ഗുരുവായൂരപ്പാ മനസ്സിലായിട്ടോ, വേഷം കെട്ടി വന്നതല്ലേ, അത്രയേ ഉള്ളൂ. ഇതുപോലെ ഈ കാണുന്ന പ്രപഞ്ചത്തെ ജ്ഞാനികൾ കാണുമ്പോഴും എന്തേ കണക്കാക്കുള്ളൂ? വേഷം കെട്ടൊക്കെ നന്നാവുണ്ട്, അത്രേ വിചാരിക്കുള്ളൂ. ജീവിതത്തിൽ എന്ത് വന്നാലും ഭഗവാനെ അങ്ങയുടെ കളികൾ നന്നാവുണ്ട്, നടക്കട്ടെ, അത്രയേ ഉള്ളവർക്ക്. നമ്മളതിൽ പെട്ട് വിഷമിക്കും, ഭഗവാൻ ഇടയ്ക്ക് കുറ്റമൊക്കെ പറയും. പക്ഷേ ജ്ഞാനികളെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യില്ല, ഒരു കളി നടക്കട്ടെ, അത് നടക്കുന്നുണ്ട്. ചില സിനിമകൾ ചിലപ്പോൾ ശോകമായിരിക്കും അല്ലേ? ചില നാടകമൊക്കെ അങ്ങനെയാവും. എല്ലാ നാടകവും അങ്ങനെ ഗെയിമാണെന്ന് വിചാരിച്ചാൽ പറ്റും. ചിലതിൽ രസം, അത് ചിലപ്പം ശോകമായിരിക്കും, ചിലത് കോമഡി ആയിരിക്കും, ഹാസ്യമായിരിക്കും, ചിലർ അങ്ങനെ. എല്ലാം ഇപ്പം ശുഭം എന്ന് പറയാൻ പറ്റുമോ? പഴയ മലയാള സിനിമ പോലെ അവസാനം അങ്ങോട്ട് കല്യാണം കഴിച്ചു, എന്നിട്ട് പിന്നെ ശുഭം, ഇപ്പം ഇന്നുള്ളത് നമ്മൾ കാണാത്തോണ്ടാ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ പലതും ഉണ്ടാവാം. പക്ഷെ സന്തോഷമായിട്ടിരിക്കുക. മായാജവനികാച്ഛന്നം, മായയാകുന്ന മറ അത് മുന്നിൽ വെച്ച് ഭഗവാൻ വിളിച്ചിരിക്കുകയാണ്. അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ. അറിവില്ലാത്തവര് ആ ഭഗവാനെ തീരെ മനസ്സിലാക്കുന്നില്ല. ഒരു പേപ്പർ വെച്ച് നമ്മൾ സൂര്യനെ മറച്ചാൽ ആ പേപ്പറിൽ ദ്വാരം ഉണ്ടാക്കി വിചാരിക്കുക. അപ്പൊ അതിലൂടെ ലേശം വെളിച്ചം വരില്ലേ? ഇല്ലേ? വെളിച്ചം വന്നു കേട്ടോ. സൂര്യനെ മറച്ചാലും കുറച്ചൊക്കെ വെളിച്ചം വന്നു. കുറച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ വെളിച്ചം അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് നമ്മൾ ഭാഗവതമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചായിട്ടൊക്കെ ഒരു ആനന്ദവും സമാധാനമൊക്കെ ഇടയ്ക്കൊക്കെ ഒന്നും ഉണ്ടാവുന്നുണ്ട്. അതേതുപോലെയാണ് ആ പേപ്പർ വെച്ച് സൂര്യനെ, വലിയ ആനന്ദമാകുന്ന സൂര്യനെ മറച്ചു വെച്ച് ലേശം അനുഭവിക്കുക. ആ പേപ്പറിനെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ ശരിക്കും അനുഭവിച്ചുകൂടെ? അങ്ങനെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. മറ്റതുണ്ട്, ലേശം അനുഭവിച്ചു. ഇതും അനുഭവിക്കാത്തവരുണ്ട്. ഭഗവാനെ പറ്റി ഒന്നും അറിയാത്തവരുണ്ട് ഇല്ലേ? ഭാഗവതം എന്നുള്ളത് കേൾക്കാത്തവരുണ്ട് ലോകത്ത്. ആധ്യാത്മികമായിട്ടുള്ള ഒരു വിഷയം ശ്രദ്ധിക്കാത്തവരുണ്ട്. ഇപ്പോഴും എന്തോ ജീവിതം എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ജനിച്ചു, ഇനി മരിക്കണ വരെ ജീവിക്കുക, അത് തന്നെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോണവരില്ലേ? പ്രത്യേകിച്ച് അങ്ങനെ കഥയൊന്നുമില്ല, അങ്ങനെ ധാർമ്മികതയൊന്നുമില്ല, ഇതിലൊന്നും വലിയ കഥ ഇല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. തോന്നിയ പോലെ ജീവിക്കുക എന്നുള്ളവരുണ്ട്. ഇവരൊക്കെ കുറച്ചും കണ്ട് കഴിയും ഭാഗത്തിരിക്കും. അവസാനം ഒരു നിരാശ, ആകെ ബുദ്ധിമുട്ട്. ഇന്ദ്രിയങ്ങളൊക്കെ പ്രബലമാകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ആരോഗ്യമുള്ള കാലത്ത് വലിയ വിഷയമൊന്നുമില്ല. കയ്യിൽ കാശുള്ള കാലത്ത് വിഷയമില്ല. അതൊക്കെ നഷ്ടപ്പെടേണ്ട കാലം ഇവർക്കും വരും. അപ്പോഴാണ് ആകെ താളം തെറ്റിയെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണ് പലരുടെയും ജീവിതം. അത് അന്വേഷിച്ച് പോകുമ്പോൾ മനസ്സിലാവും. ആയ കാലത്തൊക്കെ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് നടന്നവർ അവസാന കാലത്ത് അവർ ഗുരുവായൂർ തന്നെയാണ്. അവിടുന്ന് പുറത്തിറങ്ങണില്ല. അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ തോന്നണത് തെറ്റിപ്പോയി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവർ പറഞ്ഞ കുറേ പേര് അങ്ങനെ ആക്കി. അത് ശ്രദ്ധിക്കണം എന്നർത്ഥം. അപ്പം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റണത്. മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ
നടോ നാട്യധരോ യഥ. ഒരു നടൻ അഭിനയിച്ചു തുടങ്ങിയാൽ ആ അഭിനയത്തിന്റെ മികവ് കൊണ്ട് നടനെ മറന്നു പോണത് പോലെ ആ പരബ്രഹ്മം ഈ പ്രപഞ്ചമാകുന്ന വേഷം കെട്ടി അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് പറ്റി? ആ ബ്രഹ്മത്തെ മറന്നുപോയി, പ്രപഞ്ചത്തിൽ ഭ്രമിച്ചു. അതല്ലേ നമ്മുടെ കഥ. ഈശ്വരനെ മറന്നു പോകണില്ലേ? ഈശ്വരൻ ഉണ്ടെന്നൊക്കെ അറിയെങ്കിൽ നമ്മൾ മറന്നു പോകാറില്ലേ? അപ്പോഴല്ലേ അബദ്ധം പറ്റുക, അപ്പോഴല്ലേ അപകടം പറ്റിപ്പോവുക. പിന്നെ അതാലോചിച്ച് ദുഃഖിക്കല്ലേ? ഇങ്ങനെ സംഭവിച്ചു പോവാണ് അജ്ഞാനം കൊണ്ട്. തഥാ പരമഹംസാനം മുനീനാം അമലാത്മനാം. പരമഹംസന്മാരായിട്ടുള്ള മുനിമാർക്ക് പോലും ആ പരബ്രഹ്മത്തെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല എന്നിരിക്കെ കേവലം അബലയും മൂഢയുമായ ഒരു സ്ത്രീ ആയിട്ടുള്ള എനിക്ക് ആ ബ്രഹ്മത്തെ അറിയാൻ സാധിക്കുമോ? പറ്റുന്നർത്ഥമാണ്. അത് കാണിച്ചിട്ടാണ് ബുദ്ധിദേവി. പറ്റും. എനിക്ക് സൗകര്യം എങ്ങനെയാ പറയട്ടെ? കൃഷ്ണായ വാസുദേവായ, അതാണ് സൗകര്യം. മറ്റേ നമ്മൾ ഉറങ്ങിപ്പോവും, ഇതാകുമ്പോൾ ഉറങ്ങിപ്പോവില്ല. മറ്റേതാണ് സത്യം. പക്ഷെ ആ സത്യത്തിലേക്ക് എത്താൻ വെച്ചാൽ തുടക്കക്കാർക്ക് ചിലപ്പോൾ നേരിട്ട് അങ്ങോട്ട് എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നേരിട്ട് ആദ്യം തന്നെ ഉപനിഷത്തൊന്നും വായിക്കണം എന്നില്ല. തൽക്കാലം നാമം ജപിക്കുമോ? ഒന്നുമില്ലേ? സന്ധ്യക്ക് നാമം ജപിച്ചു വിടാൻ മണിക്കൂർ തയ്യാറാണോ? ഇല്ല, ഞാൻ തത്വമസി എന്ന് വായിക്കാം, അതവിടെ ഇരിക്കട്ടെ. അതവിടെ ഇരിക്കട്ടെ. ആദ്യം ഒന്ന് നാമം ജപിക്കാൻ തയ്യാറാണോ? അതാ ചോദ്യം. ഒന്ന് വിളക്കത്തിച്ച് കുടുംബസമേതം ഒന്നിരുന്ന് നാമം ജപിക്കുമോ? അതാണ് ആദ്യപടി. മെല്ലെ 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 ഉയരാം, പടിപടിയായിട്ട് അങ്ങനെ ഉയരട്ടെ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ എന്ത് ചെയ്യാം? ഭാഗവതമൊക്കെ വായിക്കാം, ശ്ലോകം നോക്കുക, കുറച്ച് കഴിഞ്ഞ് ശ്ലോകത്തിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക, അതിന്റെ സാരം ഒന്ന് മനസ്സിലാക്കുക, ആ അധ്യായത്തിന്റെ ആശയം മനസ്സിലാക്കുക. ഈ ആ അധ്യായവും ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കഥ കേട്ടുകൊണ്ട് എന്താ ലാഭം? ഇതുകൊണ്ട് എന്താണ് നേട്ടം? എനിക്ക് ശാന്തി വർദ്ധിപ്പിക്കാൻ പറ്റുമോ നോക്കുക. എങ്ങനെയാണ് ശ്രദ്ധിക്കുക. പടിപടിയായിട്ട് ഉയരണം വെച്ചാൽ അതിന്റെ ആദ്യപടിയും തന്നെയാണ് നാമജപല്ലേ. ഇപ്പം ലേശം ലേശമായിട്ട് കൊണ്ടുവരിക. അതാണ് ഇവിടെ ഇപ്പം സഗുണമായിട്ടാണ് ഈ മുനിദേവി പറയുന്നത്. തുടങ്ങിയത് നിർഗുണമായിട്ടാ. ഇപ്പൊ പറയണത് എന്താ? കൃഷ്ണായ വാസുദേവായ. കീർത്തനം പാടുന്നവരൊക്കെ ഈ ശ്ലോകം ചെല്ലാറുണ്ട്. ഇതൊരു ഭജന തന്നെയാണ്. ഭാഗവത്തിൽ അതൊന്നും പലർക്കും അറിയുന്നില്ല ഈ ശ്ലോകം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ, നീ കൃഷ്ണനല്ലേ? അല്ലെങ്കിൽ പരബ്രഹ്മമേ നീ കൃഷ്ണനായിട്ട് വന്നില്ലേ? ആർക്ക് വേണ്ടി? ഞങ്ങൾക്കൊക്കെ വേണ്ടി. നീ പരബ്രഹ്മമായിട്ടിരുന്നാൽ ഞങ്ങൾക്ക് തൊടാൻ പറ്റുമോ? ഇതിപ്പം ഞങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി നീ രൂപം ധരിച്ചു വന്നു. അത് വലിയ കാര്യമായി. വാസുദേവായ, അത് മാത്രമല്ല, നീ വസുദേവരുടെ ഉണ്ണിയെ വന്നുകൊണ്ട് ഞാനായിട്ട് ഒന്നും കൂടി ബന്ധം ഉണ്ടായില്ലേ? വസുദേവരുടെ സഹോദരിയാണ് ആര്? കുന്തിദേവി. എൻ്റെ സഹോദരന്റെ മകനല്ലേ നീ? ഒന്നും കൂടി അടുപ്പം കൂടി. വാസുദേവായ, നമ്മുടേതാക്കി മാറ്റണം. ഭഗവാൻ എവിടെ ദൂരത്താ വിചാരിക്കരുതെന്ന് അർത്ഥം. ഭഗവാനെ കുറെ ദൂരത്താ. ഭഗവാൻ ഞാനെവിടെ കിടക്കണോ, ഭഗവാൻ എവിടെ കിടക്കണോ? അങ്ങനെയല്ല. ഭഗവാൻ നമ്മുടെ അടുത്ത് തന്നെയാണ്. ഭഗവാന് നമ്മളെ ഇഷ്ടമില്ല എന്നില്ല. നമ്മളെ ഭഗവാൻ നോക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടെന്നാ പിന്നെ നിർബന്ധിക്കേണ്ടാതിരിക്കുകയാണ് എന്നാ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഞാൻ ഇന്ന ജാതിയാണ്, അല്ലെ ഇന്ന രീതിയാണ്, ഈ സമ്പ്രദായമാണ്, ഇന്നെ അങ്ങനെ വേണ്ട, അങ്ങനെയല്ല. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച. ആ ദേവകി ഭാഗ്യവതി കേട്ടോ. ഞാൻ നിന്റെ അച്ഛമ്പങ്ങളായി നല്ലേ ഉള്ളൂ, അമ്മയാവാൻ പറ്റിയില്ലല്ലോ. ദേവകിയല്ലേ നിന്നെ പ്രസവിച്ചത്. നിനക്ക് ആദ്യം നിവേദ്യം നിന്നതാരാ? അത് ദേവകിയല്ലേ, ഭാഗ്യല്ലേ അത്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച. അതിലും വലിയ ഭാഗ്യം നന്ദഗോപർക്കാട്ടോ. എൻ്റെ സഹോദരനെ പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾക്ക് വലിയ ഭാഗ്യമൊന്നും ഉണ്ടായില്ല എന്നാണ്. വസുദേവർക്ക് കൃഷ്ണന്റെ അച്ഛൻ എന്നുള്ള പേരുണ്ടായി, ശരിയാ. പിന്നെ 11 വയസ്സ് കഴിഞ്ഞിട്ട് അദ്ദേഹം കണ്ടുള്ളൂ. ആ 11 വയസ്സ് വരെ എവിടെയായിരുന്നു? നന്ദഗോപരടുത്തായിരുന്നു ഈ കൃഷ്ണൻ. അപ്പൊ കൃഷ്ണന്റെ കുട്ടിക്കളി കാണാനുള്ള ഭാഗ്യം വസുദേവർക്ക് ഉണ്ടായോ? ഒരച്ഛനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സമയം എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളെ ഏത് പ്രായ? 18 വയസ്സ് കഴിഞ്ഞിട്ട്. പിന്നെ തൻ്റെ അത്രയായി പിന്നെ നോക്കാൻ തന്നെ വയ്യ. അടുത്തേക്ക് നോക്കാനുണ്ടാവും, ശ്രദ്ധിച്ചാൽ മതി. പലരും അങ്ങനെ അച്ഛനും മകൻ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. സംസാരിക്കാനല്ലേ, അച്ഛൻ അപ്പുമോത്തിരുന്ന മകൻ അത്തേക്ക് കയറി പോകും. മകൻ ഒപ്പം നിന്നാൽ തന്നെ പ്രശ്നമാവും. ഇതൊക്കെ സുഖം എപ്പോഴാണ് ചോദിച്ചാൽ ആ കുട്ടി ഇതാണ് ഒരു 6-7 മാസം കഴിഞ്ഞ് അങ്ങനെ പോയി ഒരു 4 വയസ്സ്, ഒരു 6 വയസ്സിൻ്റെ ഉള്ളിൽ അതാണ് നല്ല സമയമാണ്. അപ്പോൾ തൊടാനും നല്ല മൃദുവായ ശരീരം, പുഞ്ചിരി, ആ കൊഞ്ചല്, അച്ഛാന്നൊക്കെ കൊഞ്ചു വിളിക്കുന്നതൊക്കെ കേൾക്കാൻ രസമാണ്. ആ ഒരു കുട്ടിപ്രായമല്ലേ, അതല്ലേ ഏറ്റവും നല്ല കാലം. അങ്ങനെയാണെങ്കിൽ ഭാഗ്യവാനാരാ? നന്ദഗോപർക്ക് ആ കൃഷ്ണനെ എടുക്കാനും കൊഞ്ചിക്കാനും ഒക്കെ സാധിച്ചില്ലേ? വസുദേവർക്ക് അത് പറ്റിയോ? വസുദേവർ 12-11 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ.
ഭഗവാന്റെ മുട്ടുകുത്തണ ലീലൊന്നും ആരും കണ്ടില്ല. ഇനി 11-ാം വയസ്സിന് മുട്ടുകുത്തിയാൽ വയ്യാനും. അതൊക്കെ ആ കുട്ടിക്കാലത്ത് മുട്ടുകുത്തണം. ആ സമയത്ത് തന്നെ ചെയ്യേണ്ടത് വേണ്ടേ? അതൊക്കെ കാണാൻ ആർക്ക് സാധിച്ചു? ഇതൊക്കെ നന്ദഗോപർക്ക് സാധിച്ചില്ലേ? അപ്പം വസുദേവരെക്കാൾ കേമനാരാ? നന്ദഗോപര പറയേണ്ടി വരും. ഭാഗ്യവാൻ തന്നെയാണ്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ. ശരിക്കും എന്താ വേണ്ടത് വെച്ചാൽ അടുത്ത വരി യശോദ നന്ദനായ ച എന്നാ വേണ്ടത്. കാരണം യശോദയെ പറ്റി പറഞ്ഞിട്ടില്ല. ആ ശ്ലോകത്തിൽ യശോദ വേണ്ട. ആരൊക്കെ വന്നു? വസുദേവര് വന്നു, ദേവകിയും വന്നു, നന്ദഗോപര് വന്നു. ഇനി ആര് വരണം? എന്താ യശോദ പറയാത്തത്? എന്താ പറയാത്തത്? ആലോചിച്ചില്ല? ആലോചിക്കണ്ടേ? എത്ര കുറെ കാര്യം ഭാഗത്തും കേൾക്കണു. ആലോചിക്കണ്ട. എന്താ ഈ യശോദയെ പറ്റി എന്താ എവിടെ പറഞ്ഞില്ല? അത് പറയുന്നില്ല. എന്താ അത് പറയാത്തത്? കുന്തിദേവി അസൂയ കൊണ്ട്. എന്താണ്? അല്ല, നീ അവളെ പറ്റി ആലോചിക്കുമ്പോൾ കൃഷ്ണൻ എനിക്കും കിട്ട അസൂയ കൊണ്ട് അവളെ പേരെന്നെ പറയാൻ തോന്നുന്നില്ല. കാരണം എന്ത് ഭാഗ്യ ചെയ്തത് യശോദ. അതിലെ ബ്രഹ്മാവൊക്കെ പാടണില്ലേ? എന്ന തപം സൈതനേ യശോദ, എന്ന തപം സൈതനേ. എന്ത് തപസ്സായി യശോദ ചെയ്തത്. അതുകൊണ്ട് തൽക്കാലം ഈ ഒരു ശ്ലോകത്തിന്റെ അവസാനത്തെ കഷ്ണത്തിൽ ഞാൻ യശോദയെ ഒതുക്കുന്നില്ല. അവൾക്കായിട്ടൊരു ശ്ലോകം ഞാൻ അവസാനം വെച്ചിട്ടുണ്ട് എന്നുള്ള മട്ടിലാണ് കുന്തിദേവി ഇവിടെ നിർത്തുകയാണ്. കാരണം ഇനിയിപ്പം അവസാനം ഈ യശോദയെ പറ്റി പറയാൻ തന്നെ ഒരു ശ്ലോകം എടുക്കും. കാരണം അത്രയ്ക്കും ഭാഗ്യം ചെയ്തവളല്ലേ. യഥാ ഋഷികേശ ഖലേന ദേവകീ കംസേന രുദ്ധാതിചിരം ശുചാർപ്പിത. സത്യം പറഞ്ഞാൽ കൃഷ്ണ, ഞാൻ ആലോചിക്കാറുണ്ട്, നീ നിന്റെ പെറ്റമ്മയോട് കാണിക്കുന്നതിനേക്കാൾ സ്നേഹം എന്നോട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഭക്തന്മാർ പറയാ. ഏറ്റവും ഇഷ്ടം കൃഷ്ണ നിനക്ക് എന്നോടല്ലേ എന്നേ ആര് പറയുള്ളൂ? അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. കുറേ വിഷമം അനുഭവിച്ച അമ്മമാരും പറയും ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാട്ടോ ഞാൻ നേരെ ആവണച്ചിട്ട് ഭഗവാൻ എങ്ങനെ എന്നെ പരീക്ഷിക്കുകയാണ് എന്നേ പറയുള്ളൂ. ചേട്ടാ അങ്ങനെയല്ല, എന്നെ കണ്ടുകൂടാ തോന്നുന്നുണ്ട് അയാൾക്ക്. എന്തൊക്കെ ഞാൻ വഴിപാട് കഴിച്ചു, എന്താ എന്നെങ്ങനെ പരീക്ഷിക്കുകയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ്, ഇങ്ങനെ പറയുന്നവരുണ്ട്. അത് വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ കുന്തിദേവിയുടെ അത്ര ബുദ്ധിമുട്ടൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. ആലോചിക്കണം. മഹാഭാരതം വായിക്കുമ്പോൾ മനസ്സിലാവും എത്ര ബുദ്ധിമുട്ട് ആ അമ്മ അനുഭവിച്ചു എന്ന്. ജീവിതത്തിൽ ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സ്ത്രീ ലോകത്ത് വേറെ ഉണ്ടാവില്ല. അത്രയ്ക്ക് ആരനുഭവിച്ചിട്ടുണ്ട്? കുന്തിദേവി അനുഭവിച്ചിട്ടുണ്ട്. ഭർത്താവ് മരിച്ചുപോയി, പാവം 5 മക്കളെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി. അതും തൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ മക്കൾ ഉപദ്രവിക്കുന്നു, അന്നൊക്കെ രക്ഷിക്കണ്ടേ, എത്ര പണി. ആദ്യൊരു മകനുണ്ടായി കർണൻ. ആ കർണൻ എവിടെയാണെന്ന് നിശ്ചയില്ല. അന്ന് ചീത്തപ്പേര് ഭയന്നിട്ട് അതിനെ ഒഴുക്കി കളയുണ്ടായത്. പിന്നെ അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കണ്ടു. പിന്നെ അവസാനം എന്താ ഉണ്ടായി? ആ കർണനെ തൻ്റെ മക്കൾ തന്നെയാണ് വധിക്കുന്നതേ. എത്ര കണ്ട് വിഷമം ഉണ്ടാവും അമ്മയ്ക്ക്. എന്തൊക്കെ അനുഭവിച്ചു. അവസാനം പിണ്ടം വെക്കാറാവുമ്പോൾ അടുത്ത് വന്ന് പറഞ്ഞു ധർമ്മപുത്രരോട്, മൂത്ത മകനോട് പറയാണ്, നീ ആദ്യം കർണന് പിണ്ടം വെക്കണം. അതെന്തിനാ അമ്മേ? നിന്റെ ഏട്ടനാ. എന്താണ്? എന്നാൽ മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്നാൽ പിന്നീടുള്ള കാലം വലിയ കുഴപ്പമില്ലാണ്ട് കഴിയായിരുന്നു ഈ ധർമ്മപുത്രർക്ക്. അയാളെ ധർമ്മിഷ്ഠൻ. അമ്മ തങ്ങോട്ട് പറയുമ്പോൾ പൊട്ടിക്കരയാണ്. അയ്യോ, അപ്പൊ ഏട്ടനെയായിരുന്നോ നമ്മൾ വധിച്ചത്? ആ കർണൻ അറിയായിരുന്നു ഈ കാര്യം, തൻ്റെ അനിയന്മാരാന്ന്. പക്ഷെ ആർക്കറിയില്ല? ധർമ്മപുത്രർക്ക് അറിയില്ല. ധർമ്മപുത്രർ ഉറങ്ങിയിട്ടേ ഇല്ല. കുറെ കാലം ഉറങ്ങിയില്ല. എന്താ കാരണം? കർണനെ എങ്ങനെ കൊല്ലും എന്നാലോചിച്ചിട്ടാ. വലിയ കേമനാണ്. കർണനെ വധിക്കാൻ പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമില്ല. വലിയ കേമനാണ്. എങ്ങനെ കൊല്ലും എന്നുള്ള വിചാരത്തിൽ ഉറങ്ങിയില്ല. കൊന്നു കഴിഞ്ഞപ്പോഴോ ഇതേ കാരണം പറഞ്ഞ് ഉറങ്ങിയില്ല. എന്ത്? കൊന്നുപോയല്ലോ, ഏട്ടനല്ലേ കൊന്നുപോയല്ലോ ആലോചിച്ച് ഉറങ്ങിയില്ല. അപ്പൊ എത്ര കണ്ട് സംഘർഷം ആ അമ്മ അനുഭവിച്ചിട്ടുണ്ടാവും ചിന്തിക്കണം. ആ കുന്തിദേവി എത്ര കണ്ട് വിഷമം അനുഭവിച്ചിട്ടുണ്ടാവും. എന്നിട്ടും അമ്മ പറയണം, ഈ വിഷമൊക്കെ ഞാൻ ഇങ്ങനെ അനുഭവിച്ചതേ കൃഷ്ണ നീ ഉള്ളതുകൊണ്ടാ. ശക്തിയായിട്ട് ആരുണ്ട്? നീ ഇല്ലെങ്കിൽ ഞാൻ പണ്ടേ പോകേണ്ടതായിരുന്നു. വിമോചിതാഹം ച സഹാത്മജ വിഭോ ത്വയൈവ നാഥേന. നീ തന്നെയാണ് എനിക്ക് അഭയമായിട്ടുള്ള. ത്വയൈവ നാഥേന, നീ തന്നെ. വേറൊരാളും ഞാൻ പറയണില്ല. എൻ്റെ മക്കളെയൊന്നും ഞാൻ പറയണമെന്നില്ല. അവരൊക്കെ എന്താ എനിക്ക് നിശ്ചയുണ്ടല്ലോ. നീ മാത്രമാണ് ബലമായിട്ട് ഉണ്ടായത്. ത്വയൈവ നാഥേന മുഹുർവിപദ് ഗണാത്. എപ്പോഴെപ്പോഴൊക്കെ ആപത്ത് എനിക്കുണ്ടായോ അപ്പോഴൊക്കെ നീ വന്ന് രക്ഷിച്ചിട്ടുണ്ട്. നിന്റെ അമ്മയെ നീ രക്ഷിച്ചത് 11 വയസ്സ് കഴിഞ്ഞിട്ടാ. കാരാഗൃഹത്തിൽ അടച്ചതാ കംസൻ. പിന്നെ കൃഷ്ണൻ വലുതായി 10-11 വയസ്സായപ്പോഴാണ് വന്നാരെ രക്ഷിക്കുന്നത്? ആ പെറ്റമ്മയെ അച്ഛനെയൊക്കെ രക്ഷിക്കുന്നത് അപ്പോഴല്ലേ. പക്ഷേ കുന്തിദേവിക്ക് വിഷമമുണ്ടാകുമ്പോഴൊക്കെ ആരവിടെ ഉണ്ട്? കൃഷ്ണൻ അവിടെ ഉണ്ട്. സന്ദർഭങ്ങൾ കേൾക്കണോ? എണ്ണി അമ്മ ഇങ്ങനെ പറയാണ്. അത് ഇനി ഒരു ശ്ലോകത്തിൽ ഏകശ്ലോകി മഹാഭാരതം, ഒരു ശ്ലോകത്തിൽ മഹാഭാരത കഥ മുഴുവൻ കൃഷ്ണന്റെ കാരുണ്യം തന്നെയാണ് അതിലും പറയാനുള്ളത്. വിഷാത് മഹാഗ്നേഹേ പുരുഷാദ ദർശനാത് അസത്സഭായ വനവാസകൃച്ഛ്രത മൃധേ അനേക മഹാരഥാസ്ത്രത ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേ അഭിരക്ഷിത.
ഓരോ സന്ദർഭം എടുത്ത് പറയണം. ഇങ്ങനെ പറയാൻ വേണ്ടത് ഭഗവാൻ കാണിച്ച കാരുണ്യം ഇങ്ങനെ എണ്ണി 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 ഓർമ്മ വെച്ച നാൾ മുതലുള്ളത് ഇങ്ങനെ അയവർക്കണം. ഇതിപ്പോൾ അതൊന്നും സൗഭാഗ്യത്തെ പറ്റി ഓർക്കണേ ഇല്ല. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് അർഹത ഉള്ളതിനേക്കാൾ അധികം ഭഗവാൻ തന്നില്ലേ? ഇല്ല. നമുക്കങ്ങനെ തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണ്. എത്ര തന്നു, എത്രയോ പേര് എന്തൊക്കെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ആ ദുരിതം നമ്മളിപ്പോൾ അനുഭവിക്കുന്നില്ലല്ലോ, അത്ര പ്രശ്നമില്ലല്ലോ. നമ്മളത് ഉയരത്തിലേക്ക് നോക്കാൻ മാത്രമേ പഠിച്ചുള്ളൂ, ഒന്ന് താഴേക്കൊന്നും നോക്കാൻ പഠിക്കണ്ടേ? എന്തെല്ലാം കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ ഈ ലോകത്തുണ്ട്. ഇടയ്ക്കൊന്ന് അങ്ങനെയൊക്കെ ഒന്ന് കാണണം, മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് പോയി നോക്കുക. അസുഖമൊന്നും ഇല്ലെങ്കിൽ ഒന്ന് പോവുക, വെറുതെ സെക്യൂരിറ്റി പുറത്താക്കും, എന്നാലും നമ്മളൊന്ന് പോയി അന്ന് കാണുന്നത് നല്ലതാണ്. എന്തൊക്കെയാ കഥ എന്നൊക്കെ അറിയാം. എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇടയ്ക്ക് ക്യാൻസർ സെൻ്ററിലൊക്കെ ഒന്ന് പോവുക, കാണുക. പലതരത്തിലുള്ള വൈകല്യം അനുഭവിച്ചു കൊണ്ടുള്ള കുട്ടികളെ ഒക്കെ കാണാം, പല ദിക്കിൽ. അങ്ങനെയൊക്കെ ഒന്ന് പോയി കാണണം എന്നർത്ഥം, നമുക്ക് കാണണം. അപ്പോഴൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്തോ ഈ ഒരു പ്രശ്നങ്ങളൊന്നും തന്നിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ അതൊന്നും നമ്മൾ പാർക്കിലും ബീച്ചിലും മാത്രമേ പോകുന്നുള്ളൂ. വെറുതെയാണ് വഷളാവണത്. പോകണ്ടെന്നല്ല, അതും പോയിക്കോളൂ. ഇതും കാണണം, ഇതും ഒരു യാത്ര തന്നെയാണ്. ഇടയ്ക്ക് കുട്ടികളെ കൊണ്ട് അങ്ങനെയും പോകണം. ആശുപത്രിയിൽ പോകണം, വൃദ്ധസദനത്തിൽ പോകണം, ബാലസദനത്തിൽ പോകണം, തെരുവുകളിലൂടെയൊക്കെ നടക്കുക. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കുമ്പോൾ അടുത്ത് വന്ന് പിന്നെ കുട്ടിയെ പിന്നെ നമ്മൾ വേറൊന്നും പഠിപ്പിക്കൊന്നും വേണ്ട. എന്താണ് ഇനി പ്രത്യേകിച്ച് വേറെ ക്ലാസ് കൊടുക്കൊന്നും വേണ്ട. അതല്ല. ഈ അമ്മ അടുത്തടുത്ത് പറയാണ് വിഷാത്ത് മഹാഗ്നേഹേ. കുട്ടിക്കാലത്ത് ഭീമന് വിഷം കൊടുത്തു കൊല്ലാൻ നോക്കി കൗരവരെ. വിഷം കൊടുത്തു, എന്തോ ഭക്ഷണത്തിൽ വിഷം വെച്ചങ്ങോട്ട് കൊടുത്തതാ. ഭീമനെ ചനോളം കഴിക്കുകയും ചെയ്തു. ബോധം പോയി, കെട്ടി താഴ്ത്തി ജലാശയത്തിലേക്ക് കല്ല് വെച്ചങ്ങോട്ട് താഴ്ത്തുണ്ടായത്. താഴ്ത്തങ്ങോട്ട് എത്തിയപ്പം നാഗലോകത്തെത്തി. നാഗദേവത അവിടുത്തെ നാഗങ്ങൾ കൊത്തിയ സമയത്ത് ആദ്യം കയറി വിഷം അങ്ങോട്ട് ഇറങ്ങി. ഇത് കൃഷ്ണന്റെ ആളെന്ന് മനസ്സിലാക്കിയാൽ ആ നാഗലോകത്തുള്ളവർ പറയണത് കൃഷ്ണന്റെ ബന്ധുവാണ്. ആരാണ്? കൃഷ്ണൻ അതുവരെയും മഹാഭാരതത്തിൽ വന്നു തുടങ്ങിയിട്ടില്ല. അതിന്റെ മുന്നേ തന്നെ കൃഷ്ണനെ പറ്റി ഭീമൻ കേട്ടിട്ടുണ്ട്. ഇവർ പറയണത് എന്ത് കൃഷ്ണന്റെ ആളാ തോന്നുന്നുണ്ട്, അതുകൊണ്ട് അവിടെ നമുക്ക് ഇയാളെ തിരിച്ച് പറഞ്ഞയക്കാം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തൊരുക്കി ഈ ഭീമനെ തിരിച്ച് അങ്ങോട്ട് തന്നെ പറഞ്ഞയക്കുകയാണ്. അത് മാത്രല്ല, നാഗങ്ങളുടെ വക ഒരു വരം, 10,000 മാനകളുടെ ശക്തി അംഗീകരിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുകയാണ്. കൊല്ലാൻ നോക്കിയതാ, അതെന്തായി മാറി? അത് ഭാവിയിൽ ജരാസന്ധനെ വധിക്കാനുള്ള കഴിവും കൂടി നേടി വരികയാണ്. അത് ഉപദ്രവിക്കാൻ നോക്കി എന്തായി മാറുകയാണ്? അത് ഉപകാരമായിട്ട് മാറ്റിയില്ലേ ഭഗവാൻ? വിഷാത് മഹാഗ്നേഹേ. മഹാഗ്നേഹേ ആ അരക്കില്ലത്തിൽ വെച്ച് ചുട്ടുകൊല്ലാൻ നോക്കിയില്ലേ? അപ്പോഴേക്കും അത് വാർത്ത ഭഗവാൻ അറിയിക്കേണ്ടത്. ഭഗവാൻ പ്രത്യക്ഷത്തിലുണ്ടോ എന്നുള്ള ചോദ്യമില്ല. നമ്മളിപ്പം ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കുന്നത്? ഭഗവാൻ ശംഖചക്ര ഗതാധാരിയായിട്ട് ഇങ്ങനെ വരുന്നതാണോ? ആണോ? അല്ലല്ല. ഓരോ സന്ദർഭത്തിൽ ഓരോ വിഷമത്തിൽ ഓരോരുത്തർ വരുന്നത് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ ആ രൂപത്തിൽ വരികയാണ്. അയാളിനെ പറഞ്ഞോളുന്നില്ല, പക്ഷെ ഭഗവാൻ ആളെ വിട്ട് വേണ്ടത് നമുക്ക് ഇപ്പോൾ എവിടെയും മുടക്കല്ലാണ്ട് അങ്ങനെ എത്തിക്കുന്നില്ലേ? അത് ചിന്തിക്കണ്ടോ? എത്ര സന്ദർഭം ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം ഘട്ടങ്ങളിൽ ഒരു വിഷമില്ലാണ്ട് ഭഗവാൻ നമ്മളെ കൊണ്ടു നടക്കണില്ലേ? അരക്കില്ലത്തിൽ വെച്ച് ചുട്ടുകൊല്ലാൻ പുറപ്പെട്ട സമയത്തും അവിടെ ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് വിദുരരുടെ രൂപത്തിൽ വന്നത്. പിന്നെയോ പുരുഷാദ ദർശനാത്. പുരുഷാദന്മാരുടെ ദർശനത്തിൽ നിന്ന്. പുരുഷാദന്മാർ എന്ന് പറഞ്ഞ രാക്ഷസന്മാര്, മനുഷ്യരെ പിടിച്ചു തന്നെ രാക്ഷസന്മാരിൽ നിന്ന് രക്ഷിച്ചില്ലേ ഭഗവാൻ? അസത്സഭായ. അസത്സഭ ഏതാത്? പാഞ്ചാലി വസ്ത്രാക്ഷേപം ഓർമ്മല്ലേ? ആ ചൂത് കളിച്ചു, കള്ളച്ചൂത്, കൗരവരും പാണ്ഡവരും. അതന്നെ പ്രശ്നം. ചൂതുകളി തന്നെ വേണ്ടാച്ചാൽ മതി. ഇതന്നെയാണ് വലിയ പ്രശ്നം. ഈ ഭാഗവതത്തിൽ പറയണ ഏറ്റവും കലിരിക്കണ ഒന്നാമത്തെ സ്ഥലം ഏതാ? ദ്യൂതം. പണം വെച്ചുള്ള കളികളിലൊക്കെ ഈ കലിരിക്കുന്നുണ്ട്. പക്ഷെ ധർമ്മപുത്രർക്ക് അത് തോന്നണില്ല. ചൂത് വിളിച്ചാൽ പണ്ട് കാലത്ത് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. ക്ഷത്രിയർക്ക് ചൂതിന് വിളിച്ചാൽ പോവാണ്ടിരിക്കാൻ പാടില്ല. അതൊരു ഒരു അഭിമാന പ്രശ്നം. ചൂത് കളിക്കാൻ അറിയില്ല പറഞ്ഞാൽ മോശ. അപ്പം അതങ്ങനെ കളിക്കണം, ഒരു അഹങ്കാരം തന്നെയാണത്. പക്ഷേ വഷളന്മാരെ വിളിച്ചാൽ പോകരുത്. നമ്മൾ സമന്മാരോടല്ലേ മത്സരിക്കാവൂ. അതല്ലാതെ എന്ത് വൃത്തികേടും കാണിക്കാനോടത്തേക്ക് നമ്മൾ പോകാൻ പാടുമോ? അറിയാത്തതൊന്നല്ല കൗരവരുടെ സ്വഭാവം. എന്നിട്ടും ചൂത് കളിക്കാൻ വിളിച്ചപ്പം ചെന്നു. അവിടെ വെച്ച് ദുര്യോധനൻ പറയാണ്, എനിക്ക് പകരം കളിക്കണതേ എൻ്റെ അമ്മാവനാ. അതെന്ത് പരിപാടിയാ? കളിക്കാനായിട്ട് വിളിച്ചു. എനിക്ക് പകരം കളിക്കണത് ആരാ? അമ്മാവെന്ന് പറഞ്ഞാൽ മഹാമോശം, ശകുനിയാണ്, വഞ്ചകനാണ്, ചതിയൻ, ശകുനിയാണ് കളിക്കണത് പറഞ്ഞു. അപ്പൊ ധർമ്മപുത്രനൊന്നും വേണ്ടിയില്ല. എന്നായിക്കോട്ടെ, ഓ ശരിയെന്ന് പറഞ്ഞു. അതല്ല പറയേണ്ടത്. തനിക്ക് പകരെ കുറച്ചൊരു ബുദ്ധി ഉണ്ടെങ്കിൽ എന്ത് പറയണം? ദുര്യോധന, തനിക്ക് പകരം ശകുനിയാണ് കളിക്കണതെങ്കിൽ, തൻ്റെ അമ്മാവനാണെങ്കിൽ എനിക്ക് പകരം
എൻ്റെ അമ്മാവൻ്റെ മകനാ കളിക്കുന്നത്. ആരാണ്? കൃഷ്ണ ഇരിക്കുവോ? കഴിഞ്ഞു, മഹാഭാരതം കഴിഞ്ഞു. പറ്റിയില്ല, അത് തോന്നിയില്ല. അത് തോന്നിയത് അർജുനാ. അതുകൊണ്ടാണ് ഗീത ആർക്ക് കൊടുത്തു? നമ്മളിപ്പോൾ സ്വഭാവം നോക്കിയാൽ വിചാരിക്കും ധർമ്മപുത്രർക്ക് ശരിക്കും ഉപദേശിക്കണം. നമുക്ക് പലപ്പോഴും തോന്നും അർജുനൻ പിന്നെ ഒരു എടുത്തുകാട്ടക്കാരനാണ്, ധർമ്മപുത്രൻ ഒരു പതിഞ്ഞ ഒരാളാണ്, എന്നാൽ പറ്റെങ്കിൽ ഗീത ഉപദേശിക്കേണ്ടത് ആർക്കാ? നല്ല യോഗ്യനാ, അയാൾക്ക് പറഞ്ഞു കൊടുത്താൽ. പക്ഷെ പറഞ്ഞു കൊടുത്തില്ല. കൃഷ്ണൻ ഇങ്ങനെ നോക്കി ആർക്കപ്പോൾ അത് കൊടുക്കണം? നാഗോലനും സഹദേവനും കൊടുക്കണ്ട, ഭീമന് കൊടുക്കണ്ട, ധർമ്മപുത്രർക്ക് വേണ്ട, ആർക്ക്? അർജുനൻ കുഴപ്പമില്ല. അർജുനൻ ഭഗവാന് താക്കോൽ അങ്ങോട്ട് കൊടുത്തു, ഡ്രൈവറാക്കി. നീ കൊണ്ടുപോയാൽ മതി, എവിടെ അച്ഛാ എങ്ങനെ അച്ഛാൽ, ഞാൻ ഇനി ഓർക്കക്ഷീണത്തിൽ വണ്ടി ഓടിക്കുന്നില്ല. അപ്പോൾ തന്നെ ഭഗവാൻ മനസ്സിലായി ഇയാൾക്ക് വേണത് കൊടുക്കാൻ. ഒരു സമർപ്പണ ഭാവം കൂടുതൽ ആർക്കുണ്ട്? അർജുനുണ്ട്. ആള് കുറച്ചൊക്കെ അഹങ്കാരം ഉണ്ടാവും, അപ്പോൾ നമുക്കില്ലേ? അത്ര നമുക്ക് നമ്മുടെ അത്രയൊന്നും അയാൾക്കില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും ആ ഒരു ചിന്ത. ധർമ്മപുത്രർ പക്ഷെ എന്ത് പറഞ്ഞിട്ടില്ല, അത് പറയാൻ തോന്നിയില്ല. ഞാൻ മതി എന്നുള്ളൊരു വിചാരമുണ്ട്. അത് തന്നെയാണ് ദുഃഖിക്കാൻ കാരണമായത്. ഭഗവാൻ വന്ന് ഏറ്റെടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ സ്വഭാവം ഭഗവാനും ഇല്ല. പറഞ്ഞാൽ ചെയ്യാന്നല്ലാതെ നമ്മൾ പോയിട്ട് എന്നാ പിന്നെ ഞാനാവാന്ന് പറയാൻ പറ്റുമോ? ചൂത് കളിച്ചു, തോറ്റു, കള്ളച്ചൂതാണ്, കളവാണ് ചെയ്യണത്. അവസാനം അടുത്ത കളിയിൽ ജയിക്കുന്ന കരുതി പണയം വെച്ചു ഇനിയിപ്പോൾ ഒന്നുമില്ല, ഒരു കളിയും കൂടി. എന്താ വെക്കാനുള്ളത്? നോക്കിയപ്പോൾ പാഞ്ചാലി. നോക്കണേ, എന്തൊരു മോശം അത്. വസ്തുക്കളൊക്കെ പണയം വെക്കാം, അതുപോലെ ഭാര്യയെ പണയം വെക്കാൻ പറ്റും. അടുത്ത കളി ജയിക്കും ഉറപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് പാഞ്ചാലിയെ പണയം വെച്ചു, അവളോട് ചോദിക്കാണ്ടേ. അതന്നെയാണ് പ്രശ്നത്തിനൊക്കെ കാരണമായത്. പണയം വെച്ചു, അത് കഴിഞ്ഞ് അതിലും തോറ്റു കഴിഞ്ഞാലോ പണയ വസ്തു ആരുടെയാ? ജയിച്ചാളുടെ ഇല്ലേ? ദുര്യോധനൻ ദുശാസനോട് പറയുന്നു. ദുശാസനൻ പാഞ്ചാലിയെ കൊണ്ടുവരികയാണ് സദസ്സിലേക്ക്. പാണ്ഡവരെ വേദനിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിന് പാഞ്ചാലിയെ കൊണ്ടുവന്നു. ആരാ കൊണ്ടുവരുന്നത്? ദുശാസനൻ. ആരാണ് ഈ പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ചാൽ മതി എന്ന് ഉപദേശിച്ചതാരാ? അത് കർണൻ. ആരാണ്? ആ ചിത്രത്തിൽ കർണനുണ്ട്. കർണനാണ് പറയണത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം, സ്ത്രീകൾക്ക് വസ്ത്രം കഴിച്ചാൽ വലിയ വിഷമം ഉണ്ടാവും, അപ്പോൾ അവളെ അങ്ങനെ അപമാനിക്കാം എന്നുള്ള ഈ വിദ്യ ദുര്യോധനന് പോലും ഓർമ്മയില്ലായിരുന്നു. അത് പറഞ്ഞാരാ? അപ്പോൾ കർണൻ്റെ ഉള്ളിലെ അപകടം മനസ്സിലായില്ലേ? ആരും മോശക്കാരോ അല്ല, എല്ലാവരും കേമന്മാരൊന്നുമല്ല, ഒക്കെ കുറച്ചൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. മഹാഭാരതം ഇങ്ങനെ തുറന്നു വെച്ചതാണ്. ഓരോരുത്തരുടെ പ്രശ്നങ്ങളും നല്ല സ്വഭാവവും ദുസ്വഭാവവും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിനർത്ഥം ഒന്ന് കേമം ഒന്ന് മോശം എന്ന് പറയണില്ല. ഒക്കെ നോക്കിക്കോളും, ഒക്കെ കണ്ടോളൂ. എല്ലാവർക്കും കുഴപ്പവും നല്ലതൊക്കെ ഉണ്ട്. നമ്മൾ നല്ലത് ശീലിക്കാൻ വെച്ചാൽ നല്ലതാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ ആ പാഞ്ചാലിയെ കൊണ്ടുവന്നു. കർണൻ എന്താ ദേഷ്യിച്ചാൽ, കർണന് പണ്ടെന്ന് കർണൻ റോസാപ്പൂ കൊടുത്തപ്പം റിജക്ട് ചെയ്തു. കർണൻ പിന്നെ ആസിഡ് ഒഴിക്കാനൊന്നും പോയില്ല. കർണൻ ഒരു സന്ദർഭം നോക്കി നിൽക്കുകയാണ്, ഇവളെ അപമാനിക്കണം. അതിനെന്താ വഴി നോക്കി നിൽക്കുമ്പോഴാണ് ഇപ്പം ഇങ്ങനെ വീണ് കിട്ടിയൊരവസരം. ഇത് ഞാൻ അവളെ അല്ല, അതിനും കാര്യമുണ്ട്. അവള് സൂതപുത്രൻ എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? കർണനാരാ? സൂര്യപുത്രനാ. അത് പുറമെ പറയാൻ വയ്യ. അങ്ങനെയുള്ള അയാളെ അപമാനിക്കല്ലേ ആര് ചെയ്തത്? പാഞ്ചാലി. അതുണ്ട്, ആ ഉള്ളിലൊരു കുത്തരുണ്ട്. അതിപ്പം തീർക്കുകയാണ്. ഇങ്ങനെ നോക്കി അതിന്റെ പിന്നിൽ പോയത് നമുക്ക് ഉത്തരം കിട്ടില്ല. അത് എവിടെയാ ശരി എന്നുള്ളത് മനസ്സിലാവില്ല. പിന്നാലെ അശ്വത്ഥാമാവൻ അയാളുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ടല്ലോ. എന്താ താൻ പാണ്ഡവരുടെ മക്കളെ കൊന്നത് ചോദിച്ചാൽ അദ്ദേഹത്തിന് ന്യായം പറയും. അപ്പൊ നമുക്ക് തോന്നും ശരിയാണല്ലോ. അശ്വത്ഥാമാവ് അങ്ങനെ ആവാനുള്ള കാരണം അന്വേഷിച്ചു പോയ ദ്രോണർ ഇങ്ങനെ ആവാനുള്ള കാരണം പണ്ട് ദ്രുപദൻ എന്നെ അപമാനിച്ചിട്ടാ. ശരിയാണല്ലോ. ദ്രുപദൻ ഇങ്ങനെ അയാൾക്കൊണ്ട് കാരണങ്ങളൊക്കെ അതിങ്ങനെ പോയി അന്വേഷിച്ച ഒന്ന് പിടിച്ച് അതിന്റെ പിന്നാലെ പോയി ഇതിനുത്തരമില്ല. ഇവിടെ ആ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പാഞ്ചാലി അവിടെയുള്ള ഭർത്താക്കന്മാർ 5 പേരുണ്ട്, വിളിച്ച് കരയുന്നില്ലേ, രക്ഷിക്കോ. അവരൊക്കെ തലതാഴ്ത്തി നിൽക്കുകയാണ്. കാരണം അഭിപ്രായം പറയാൻ വയ്യ, തൻ്റെ അല്ലല്ലോ. അവസാനം ഭീഷ്മരുടെ അടുത്തേക്ക് വന്നു നോക്കി. മുത്തച്ഛനല്ലേ, നല്ല ഉശിരുള്ള ആളാ. ഭീഷ്മർ പറഞ്ഞ ചില്ലറക്കാരനൊന്നല്ല, വലിയ കേമനാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ ഇവർ വിടും ചെയ്യും. ഭീഷ്മരൊന്ന് കണ്ണുരുട്ടിയാൽ ഈ കാര്യം ആര് ചെയ്യില്ല. ദുശാസനം പേടിച്ച് പറിച്ച് ഒഴിവാക്കി പോവും. പക്ഷേ ഭീഷ്മർ തല താഴ്ത്തി. എനിക്കങ്ങനെ ഇത് ധർമ്മമാണോ അധർമ്മമാണോ ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല. ഒന്ന് പഠിച്ചിട്ട് പറയാം. രാഷ്ട്രീയക്കാരെ പോലെയാ. അദ്ദേഹം ചോദിച്ചാൽ ഉത്തരമില്ലെങ്കിൽ പഠിച്ചിട്ട് പറയാം. കഴിഞ്ഞല്ലോ. പഠിക്കൂല, അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതേപോലെ ഞാനൊന്ന് പഠിച്ചിട്ട് പറയാം. തൻ്റെ തടി തപ്പിയതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ടു. കാരണം ഇത് തെറ്റെന്ന് അങ്ങോട്ട് തുറന്ന് പറയാൻ വയ്യ. ഉള്ളിലറിയാൻ തെറ്റാണെന്ന്, പക്ഷെ അത് പറയാൻ പറ്റില്ല. കാരണം ശമ്പളം തരുന്നത് ദുര്യോധനാണ്. അപ്പം ഈ നാളെയും കിട്ടണ്ടേ? അതോടുകൂടി തീർന്നാൽ വയ്യല്ലോ. ഊണ് തരുന്നത്, ചോറ് കഴിക്കുന്നത് എവിടുന്ന്? ദുര്യോധനന്റെ കയ്യിൽ നിന്നാണ്. അപ്പം കൂറ് കാണിക്കണ്ടേ എന്ന് കരുതി ഭീഷ്മരെ പോലുള്ള ഒന്നെങ്കിൽ പ്രായമുള്ളവരെ എതിർക്കണം,
അധർമ്മം കണ്ടാൽ. അവർ എതിർത്തില്ല. ആകെ എതിർത്തത് ആരാ ചോദിച്ചാൽ വികർണനാ. അത് കൗരവപക്ഷത്തുള്ള ആളാ, ദുര്യോധനന്റെ അനിയനാ, ചെറിയ അനിയൻ. അയാൾ പറഞ്ഞത് ശരിയല്ല കേട്ടോ ഏട്ടാ, ഇത് നന്നല്ല, ഇത് ബുദ്ധിമുട്ടാണ്, സ്ത്രീകളങ്ങനെ അപമാനിക്കരുത്, എത്ര മോശം, അത് അന്തസ്സില്ലേ എന്നൊക്കെ ആര് ചോദിക്കുന്നുണ്ട്? വികർണൻ ചോദിച്ചുകൊണ്ട് ആരൊന്നും മിണ്ടിയതുമില്ല. വിവരമില്ലാത്ത ആളാ, ചെറുപ്പക്കാരൻ, മിണ്ടണ്ട പോട്ടെ എന്ന് പറഞ്ഞാൽ അയാളെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തു. അയാളാണ് ഒരു ന്യായം കൃത്യമായിട്ട് പറഞ്ഞത്, പ്രതികരിച്ചത്. അവിടെ വെച്ച് 5 ഭർത്താക്കന്മാരെ വിളിച്ചു, ആരും രക്ഷിച്ചില്ല. അവസാനം ആരെ വിളിച്ചു? ഹാ കൃഷ്ണ ദ്വാരകാവാസിൻ. കൃഷ്ണ എന്നങ്ങോട്ട് വിളിച്ചപ്പോൾ ഭഗവാൻ തോന്നി, ഓ വിളിക്കാൻ തോന്നിയല്ലോ. ഞാൻ അങ്ങനെ നോക്കുകയാണ്, ഏതുവരെ പോകുമ്പോൾ നോക്കുകയാണ്. തൻ്റെ പേര് വിളിച്ചു, ഓർത്തു. വിഷമം വന്നാൽ മാത്രമേ ഓർക്കുള്ളൂ, എന്താ ചെയ്യുക? അങ്ങനെ ഓർത്തു, കൃഷ്ണ എന്ന് വിളിച്ചു. ഭഗവാൻ അങ്ങോട്ട് പുറപ്പെട്ടു. കല്യാൺ സിൽസിൽ നിന്ന് ഒരു 15 സാരി വാങ്ങിയിട്ട് പോവുകയാണ്. എത്ര വെച്ചാൽ കൊടുക്കുക നമ്മുടെ മട്ടിൽ. അങ്ങോട്ട് ഓടിച്ചെന്നു. അപ്പോഴാണ് ദ്വാരകാവാസിൻ എന്താ വിളിച്ചത്? ദ്വാരകയിലിരിക്കുന്ന കൃഷ്ണ എന്ന് വിളിച്ചാൽ പിന്നെ അയ്യോ ദ്രൗപദി, നിനക്കറിയില്ലേ എന്നെ എങ്ങനെയാണോ ആശ്രയിക്കുന്നത്, ഞാൻ അങ്ങനെ തന്നെ അനുഗ്രഹിക്കുക. യഥാമാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഇങ്ങനെ എങ്ങോട്ട് അങ്ങനെ വെച്ചാൽ അങ്ങോട്ടും അങ്ങനെ തന്നെ. ഇങ്ങോട്ട് അച്ഛനായിട്ട് കണ്ടാൽ ഞാൻ അങ്ങോട്ട് മകനായിട്ട് മകളായിട്ടൊക്കെ കാണും. അത്രയേ ഉള്ളൂ. ഗുരുനാഥനായിട്ട് കണ്ടാൽ ശിഷ്യനായിട്ട് കാണും. ഇങ്ങോട്ടുള്ളത് പോലെ തന്നെയാണ്. അപ്പം നീ എന്നെ ഇപ്പം ദ്വാരകയിലിരിക്കുന്ന കൃഷ്ണ എന്ന് വിളിച്ചാൽ എനിക്ക് എവിടെ പോകണം? ദ്വാരകയിൽ പോയിട്ട് വരണ്ടേ? അപ്പം സമയം കുറച്ചെടുക്കും, ലേശം സാരി പോവും. എന്നോട് ദേഷ്യം തോന്നരുത്. കുറച്ച് സാരി പോയി. അപ്പോഴാണ് ഹൃദയ കമലവാസിൻ, ഇവിടെ ഇരിക്കുന്ന കൃഷ്ണ. ഇവിടുന്ന് കണ്ട് വരാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഹൃദയത്തിൽ നിന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? അതാണ് അറിവാണ് കാണിക്കേണ്ടത്. ആദ്യം നമ്മൾ ദൂരത്തെ എവിടെ ഇരിക്കണോ വിചാരിക്കും, കുറച്ച് കഴിയുമ്പം ഇപ്പോൾ വേറെ എവിടെയല്ല, അകത്തന്നെ എന്ന് മനസ്സിലാക്കണം. ഭഗവാൻ വന്നു. ചേലമാലാമനന്താം. കരഞ്ഞുകൊണ്ടിരിക്കുന്ന പാഞ്ചാലിയുടെ മാനം കാത്തു. അവള് കണ്ണടച്ചങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ച് കരയുന്നു. ദുശാസനൻ സാരി അങ്ങനെ അഴിക്കുന്നുണ്ട്. എത്ര അഴിച്ചിട്ടും തീരുന്നില്ല. രാവിലെ 8:45 തുടങ്ങിയത്, വൈകുന്നേരം 5 മണി. പറ്റുന്നില്ല. ഭഗവാൻ മാനം കാക്കാൻ വിചാരിച്ചാൽ പിന്നെ അവരെ അപമാനിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? 5 ഭർത്താക്കന്മാരുണ്ടായിട്ട് ആര് വേണ്ടി വന്നു? അതാണ് ഈ പാഠം. ആര് വേണ്ടി വന്നു? ഭഗവാൻ വേണ്ടി വന്നില്ലേ? സ്ത്രീകളുടെ മാനത്തിന് ഇത്രയധികം വില കൽപ്പിക്കുന്ന ഒരു പുരുഷൻ ലോകത്ത് വേറെ ഇല്ല എന്ന് കാണിക്കാനാണ് ഈ കഥ തന്നെ. അതാണിപ്പം കുന്തിദേവി ഓർക്കണത്. അസത്സഭായ വനവാസകൃച്ഛ്രത. അച്ഛനില്ലാത്ത കുട്ടികളാ. ന്യായം ആയ വസ്തുക്കളും തന്നില്ല. അവസാനം കാട്ടിൽ കഴിയുന്ന സമയത്ത് അവിടെ ഉപദ്രവിക്കാൻ വരികയാണ്. എന്തോ ഭാഗ്യം, കൃഷ്ണ നിന്റെ കാരുണ്യം തന്നെയാണ്, ഞങ്ങൾക്കൊരു പാത്രം കിട്ടി, അക്ഷയപാത്രം. എന്ത് വിചാരിച്ചാലും കിട്ടും, ചോദിച്ചാൽ എന്തും തരും. അങ്ങനെ ഒരു പാത്രമാണ്. വിഷയം പാഞ്ചാലി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല. അങ്ങനെ കുഴപ്പത്തിനുണ്ട്. ദുർവാസാവിന് പറഞ്ഞയച്ചു ദുര്യോധനൻ, ഇനി ആ പാണ്ഡവരെ ഒന്ന് ഉപദ്രവിക്കണം, അവരങ്ങനെ സൂചിച്ച് കഴിയണ്ട അവിടെ എന്നുള്ള മട്ടിൽ. ഒന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല, കാട്ടിലെങ്കിലും സമാധാനമായിട്ട് ഇരുന്നോട്ടെ കരുതണ്ടേ? അതില്ല. ആ ദുഷ്ടബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കൂ. ദുർവാസാവിനെ പറഞ്ഞയച്ചു. കുറച്ച് വൈകി പോയാൽ മതി, അപ്പോഴേക്ക് അവിടെ കാലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പാഞ്ചാലി കഴിച്ചതിന് ശേഷം പോട്ടാനുള്ള ഉദ്ദേശം. അങ്ങനെ ദുർവാസാവ് അവിടെ എത്തി. പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 1 മണിയാകുമ്പോൾ കഴിച്ചു. ദുർവാസാവ് 2:15 ആകുമ്പോഴാണ് എത്തുന്നത്. അപ്പോഴേക്കും പാഞ്ചാലി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭൂമുഖത്തിരിക്കുന്ന ധർമ്മപുത്രര് പാഞ്ചാലി കഴിച്ചു ഇല്ല അയാൾക്കറിയില്ലല്ലോ. തൻ്റെ കഴിഞ്ഞിട്ടുണ്ട്, അവളെ കഴിഞ്ഞിട്ടുണ്ടാവില്ല വിചാരിച്ചു. ദുർവാസാവിനെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? അവിടെ മറ്റേ പാത്രം ഉണ്ടല്ലോ, ആ ഒരു ധൈര്യത്തിൽ എന്ത് പറഞ്ഞു? ഊൺ തയ്യാർ. കാല് കഴുകി കയ്യും കഴുകി അങ്ങോട്ട് ഇരുന്നോളൂ, ഊൺ റെഡി. അങ്ങനെ പറയേണ്ട കാര്യം അകത്തൊന്നും ചോദിച്ചൂടെ? ഇയാൾ ഈ ഫ്രിഡ്ജുള്ള ധൈര്യത്തിൽ പറഞ്ഞതാ. 3 മാസം മുന്നത്തെ കയ്യിലുണ്ടേ. ആ ഒരു ധൈര്യത്തിൽ പറഞ്ഞതാ. സംഗതി ദുർവാസാവ് കുളിക്കാൻ അങ്ങോട്ട് പോയപ്പോഴാണ് അകത്ത് പോയിട്ട് എന്ത് ചോദിച്ചു? ദ്രൗപദിയോട് ചോദിച്ചു, എന്താ സ്ഥിതി? ദുർവാസാവ് പോയിട്ടുണ്ട്, നല്ല കേമായിട്ടുള്ള വിഭവം തന്നെ ആയിക്കോട്ടെ പറയുമ്പോഴാണ് പാഞ്ചാലി പറയണത്, എന്ത് ധൈര്യത്തിൽ അദ്ദേഹത്തോട് കുളിക്കാൻ പോകാൻ പറഞ്ഞത്? ഇവിടെ ഒന്നുമില്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞു, ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴാണ് ഇനി എന്ത് ചെയ്യും? ദുർവാസാവ് എന്നാണ് മറ്റുള്ള മഹർഷിമാരെ പോട്ടെ, അവരൊക്കെ ക്ഷമിച്ചോളും. ദുർവാസാവോ ക്ഷമിക്കുകയെ അദ്ദേഹം 2 ആളെ കെട്ടിയ ശവിക്കായിരുന്നു പറഞ്ഞ് നടക്കുക. ഒന്ന് പരിശമിച്ചില്ല, ആരെങ്കിലും ഒന്ന് കിട്ടിയാലെന്ന് പറഞ്ഞ് നടക്കുമ്പോഴാണ് എന്ത് ചെയ്യും? എന്താ ചെയ്യണ്ടു? 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങനെ തലയെ കൈവച്ച് നിൽക്കുകയാണ്. ഇത് തയ്യാറായിട്ട് നിൽക്കുക. ചിലപ്പോൾ അയാൾ എന്താ പുല്ലാവട്ടെ പറഞ്ഞാൽ പുല്ലാവാം, നീ കല്ലാവട്ടെ കല്ലാവാം, ഒരുങ്ങി നിൽക്കണം അവര്. ശപിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴും പാഞ്ചാലി ആരെ ഓർത്തു? കൃഷ്ണ. നാമം ജപിക്കുന്നതിന്റെ ഫലമാണ്.
അത് എപ്പോഴും ശീലിച്ച ഒരാൾക്ക് വിഷമം വരുമ്പോഴും നാവുന്നെന്ത് വരും? എപ്പോഴും ശീലിക്കണം, അല്ലാണ്ട് വിഷമം വരുമ്പോൾ മാത്രം അങ്ങനെ വരുന്നില്ല. അവസാന കാലത്ത് വരണമെങ്കിൽ ഇപ്പോഴേ ഇങ്ങനെ ജപിച്ച് ശീലിച്ചാലേ വരുള്ളൂ. അതാണ് ഇപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ തന്നെ ജപിച്ച് ശീലിക്കൂ എന്ന് പറയണത്. എന്നാൽ തന്നെ വരില്ല എന്നാണ് കേട്ടത്. പിന്നുള്ള പറയണ്ടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങനെ ശീലിക്കുക. കാരണം കുറച്ച് കഴിയുമ്പോഴേക്ക് ഡിമെൻഷ്യ, അൾഷിമേഴ്സ് ഒക്കെ ആയിട്ടേ നമുക്കൊന്നും വരില്ലേ, നമ്മളെ കാര്യമല്ല. ആ ഒരു സമയത്ത് ഈ പ്രബലമായ വാസനയാണ് പുറമേക്ക് വരിക. ഇപ്പം ഇന്ദ്രിയങ്ങളൊക്കെ പ്രബലമായിരിക്കുമ്പോൾ എന്താണോ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ട് വെച്ചത് അതാണ് അവസാന കാലത്ത് നമ്മുടെ സമ്മതമില്ലാണ്ട് പുറത്തേക്ക് വരും. ഇപ്പം വേണ്ടാത്തത് വെച്ചാൽ ആ സമയത്ത് അതൊക്കെ പുറത്തേക്ക് വരും. എന്നിട്ട് മക്കളൊക്കെ നോക്കും, അച്ഛൻ എന്താ ഈ പറയാ? അത് ഈ ഉള്ളിലുള്ളതാ, മലയാളം പുറമെന്നാലും പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് നല്ലത് അകത്തെത്തിക്കുക, വേണ്ടാത്തതൊന്നും വെറുതെ അകത്തെത്തിക്കണ്ട. വല്ലതും കൊണ്ട് ഡിലീറ്റ് ചെയ്യുക. അതാണ് പഴയതൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി നല്ലത് മാത്രം ഉള്ളിൽ വെച്ച് അങ്ങനെ ശീലിച്ചാൽ അവസാന കാലത്ത് എന്ത് ചെയ്യാം, നാരായണ, കൃഷ്ണ, ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് പോവാം. ഇത് അങ്ങനെ ശീലിച്ചത് കൊണ്ടാണ് പാഞ്ചാലിക്ക് ഇപ്പം മഹാകൃഷ്ണ കൃഷ്ണ എന്നങ്ങോട്ട് വിളിച്ചപ്പോഴേക്ക് ആര് വന്നു? ഭഗവാൻ ഓടി ഇങ്ങോട്ട് വന്നു. അവിടെ ഭഗവാൻ സത്യഭാമയുടെ കൂടെ ഭക്ഷണമൊക്കെ ഉച്ചയ്ക്ക് കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുന്ന കൃഷ്ണൻ ഇപ്പം ഓടി വന്നു, വിശക്കുന്നു എന്ന് പറഞ്ഞ് ഓടി വരികയാണ് കാട്ടിലേക്ക്. പാഞ്ചാലി പറഞ്ഞു, നിന്റെ നാടകം നിർത്ത്, ഇവിടെ ഒന്നുമില്ല കഴിക്കാൻ. അപ്പോഴാണ് വിശക്കുന്നു പറഞ്ഞിട്ട് ഒരാൾ പോയിട്ടുണ്ട്, നീ ഇപ്പം എന്താ ഉണ്ടാവുക വെച്ചില്ല. അപ്പോൾ നീ കൃഷ്ണന് വിശക്കുക, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയരുത്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും അധികമൊന്നും വേണമെന്നില്ലേ, കുറച്ച് മതിയേ. എന്തായാലും എന്താ കുഴപ്പം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ പാത്രം എടുക്കും, മറ്റേ പാത്രമല്ലേ ഏത്, ആ പാത്രം ഉണ്ടല്ലോ അതെടുക്കൂ പറഞ്ഞു. ആ പാത്രത്തിൽ ഒന്നുമില്ല കൃഷ്ണ, നിനക്കറിയില്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും ഉണ്ടാവില്ല. ഞാനത് കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി കമഴ്ത്തി വെച്ചതാണ്, എടുക്കൂ. കഴുകി കമഴ്ത്തി നിന്നോടല്ലേ പറഞ്ഞത്, ഇപ്പത്തെ പെണ്ണുങ്ങളുടെ പാത്രം കഴുകലല്ലേ, എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും, ഇങ്ങോട്ട് എടുക്കൂ എന്ന് പറഞ്ഞ സമയത്ത് കൊണ്ടു കൊടുത്തപ്പോൾ അതിൽ ചീരയുടെ ഇല. അന്ന് ചീരക്കറിയൊന്നല്ല, അത് ഭഗവാന്റെ ഒരു സങ്കല്പം, എന്തെങ്കിലും ഒന്നും ഉണ്ടാവണമെന്ന് ഭഗവാൻ സങ്കല്പിച്ചു. ചീരയുടെ ഇല ഉണ്ട്, അതെടുത്ത് കഴിച്ചു, ലേശം വെള്ളം കുടിച്ചു, എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ ആര് പോയി, വയർന്ന് അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ പോവുകയാണ്. ദ്രൗപദി നോക്കുകയാണ്, എന്ത് നാടകപ്പത്, എന്തപ്പത് ചെയ്യണത്, ഇല കഴിച്ചിട്ട് വയർന്നറിയേ. ഭഗവാന് വയറ് നിറഞ്ഞപ്പോഴേക്കും അവിടെ ആർക്ക് വയറ് നിറഞ്ഞു? കുളിക്കാൻ പോയതാ അദ്ദേഹം, സദ്യക്കുളത്തിലേക്ക് ഇറങ്ങിയത്. പിന്നെ പറയണ്ടല്ലോ, 1000 സദ്യ ഒരുമിച്ച് ഉണ്ടാ എങ്ങനെ ഉണ്ടാവും? ആ ഒരു അനുഭവം ഉണ്ടിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ തോന്നുക, 1000 സദ്യ അങ്ങോട്ട് ഉണ്ട് തോന്നും. പിന്നെ ഒരു വറ്റിറങ്ങും. അദ്ദേഹം അങ്ങനെ കുളി കഴിഞ്ഞ് അങ്ങോട്ട് പൊന്തിയ സമയത്ത് ആരുണ്ട്? ഭീമൻ അങ്ങനെ ഗത പിടിച്ച് നിൽക്കണുണ്ട്. ഊണഴിക്കല്ലേ ചോദിച്ചു. ഊണ് കഴിക്കണില്ല, ശപിക്കാൻ വന്ന ആളാ, ഒന്നും വയ്യ. പിന്നെ അദ്ദേഹം ഊണിട്ട് അങ്ങോട്ട് പോവാണ്ടായത്, എന്നിട്ട് കയറിയിട്ടൊന്നുമില്ല. ശപിക്കാൻ വന്ന ആളെ നോക്കും, ഇങ്ങനെ ഭഗവാൻ പറഞ്ഞയച്ചല്ലേ. അദ്ദേഹം ആലോചിച്ചു, അവിടെ പോയിട്ട് നീ കഴിച്ചില്ലെങ്കിൽ ധർമ്മപുത്രർക്ക് അലോഗ്യവും. ധർമ്മപുത്രൻ കൃഷ്ണന്റെ സ്വന്തം ആളാ. പണ്ട് കൃഷ്ണന്റെ സ്വന്തം ആളെ അപമാനിച്ചിട്ട് ഓടേണ്ടി വന്നു കുറച്ചു കാലം. ചക്രം പിന്നാലെ വന്നിരുന്നു അംബരീഷന്റെ. വേണ്ട, അത് പരീക്ഷിക്കാൻ നിൽക്കണ്ട, എന്തായാലും തൽക്കാലം തിരിച്ചു പോകുക. അവിടെ പോയാലല്ലേ കുഴപ്പമുള്ളൂ എന്ന് കരുതി പോയിട്ടെന്നല്ല. അസൽസഭായ വനവാസകൃച്ഛ്രത, ഇങ്ങനെ എന്തെല്ലാം ശാപത്തിൽ നിന്ന് രക്ഷിച്ചു. ഇതൊക്കെ അറിഞ്ഞും കൊണ്ട് രക്ഷിച്ചു. കുന്തിദേവി പറയണം, ഞാൻ അറിയാണ്ട് എന്തൊക്കെ ആപത്ത് വന്നിട്ടുണ്ടാവും. നമ്മൾ അറിവിൽ തന്നെ നമുക്ക് പറയാനില്ലേ, നമ്മളെ രക്ഷിച്ച കഥകളൊക്കെ പറയാനില്ലേ. ഇത് അറിയാണ്ട് എന്തൊക്കെ വരേണ്ടതായിരുന്നു, അതൊന്നും വരാണ്ട് നമ്മളെങ്ങനെ ഇത്രയും കാലം വലിയ കുഴപ്പമില്ലാണ്ട് എത്തിച്ചിട്ടില്ലേ. വനവാസകൃച്ഛ്രത മൃധേ അനേകമഹാരഥാസ്ത്രത. ഇപ്പം ഇവിടെ മഹാഭാരത യുദ്ധത്തിലൊക്കെ ഈ പാണ്ഡവർക്ക് ജയിക്കാൻ പറ്റിയത് അവരുടെ കേമത്വം കൊണ്ടാന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവിടെ കുന്തിദേവിക്ക് ഒരു സംശയവുമില്ല, അവർക്കൊന്നും ഒരു ചുക്കും പറ്റില്ല. കൃഷ്ണൻ എനിക്കറിയാം, അവർക്ക് അവരുടെ കഴിവ് അമ്മയ്ക്ക് ഇഷ്ടല്ലേ. നീ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പലരും വീഴ്ത്തി. ഇപ്പത്തെ അവസാനം നോക്കൂ, ദ്രൗണ്യസ്ത്രതശ്ചാസ്മ, നീ വിട്ടുപോണേയില്ലല്ലോ ഞങ്ങളെ. ഇപ്പൊ നീ ദ്വാരകയ്ക്ക് പോവാന്നൊക്കെ പറഞ്ഞ് ഒരുങ്ങി, അപ്പോഴേക്കും അശ്വത്ഥാമാവ് വസ്ത്രം അയച്ചപ്പോഴേക്കും പോണ്ട, ആ ടിക്കറ്റ് വേണ്ട, പോട്ടെ, നിർത്തി. ഇവിടെ തന്നെ ദ്വാരകയ്ക്ക് പോവാതെ അവിടെ 16,708 പത്നിമാരുണ്ട്, ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. അവരൊക്കെ അവിടെ നിൽക്കട്ടെ കരുതി പിന്നെയും ഈ പാണ്ഡവരെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കല്ലേ. ഇതൊന്നും ഞാൻ അറിയാണ്ട് പോണില്ല, നീ വിചാരിക്കണ്ട ഞാൻ ഇതൊന്നും അറിയുന്നില്ല എന്ന്, ഞാൻ അറിയുന്നുണ്ട്. ദ്രൗണ്യസ്ത്രതശ്ചാസ്മഹരേ അഭിരക്ഷിത, അശ്വത്ഥാമാവ് അയച്ച അസ്ത്രത്തിൽ നിന്ന് ഈ പാണ്ഡവരുടെ പേരക്കുട്ടിയെ നീ രക്ഷിച്ചില്ലേ, അർജുനന്റെ പേരക്കുട്ടി. അർജുനെ രക്ഷിച്ചു, മാത്രമല്ല അർജുനന്റെ പേരക്കുട്ടിയെ രക്ഷിച്ചു. പാഞ്ചാലിയുടെ 5 മക്കളെ നീ കൊന്നില്ലേ ചോദിച്ചിട്ടില്ല കേട്ടോ. എന്താണ് നമ്മളെ ചത ചോദിക്കുക, എന്നാലും എൻ്റെ കൃഷ്ണ, അശ്വത്ഥാമാവ് കൊല്ലാൻ നിന്റെ അനുവാദം കൊണ്ടല്ലേ, നീ സമ്മതിച്ചുകൊണ്ടല്ലേ അത്.
അതല്ലേ ചോദിക്കുക. അമ്മ അത് ചോദിക്കണില്ല. അമ്മ ലാഭം മാത്രമേ കാണുള്ളൂ. ഇപ്പൊ അമ്മ പ്രാർത്ഥിക്കാണ്, എന്ത്? വിപദഹ സന്തു, ആപത്ത് വരട്ടെ. ഈ സ്തുതിയൊക്കെ എന്നും ചൊല്ലുന്നവരുണ്ട്, കുന്തിസ്തുതി അർത്ഥം അറിയാത്തോണ്ടാ. പ്രാർത്ഥന എന്താ? ആപത്ത് വരട്ടെ എന്നാണ്. വിപദഹ സന്തു, ആപത്ത് വരട്ടെ. എന്താ അങ്ങനെ പറയാൻ കാരണം? അമ്മയ്ക്ക് എത്ര ഇഷ്ടമാണോ ആപത്ത്? ആപത്ത് ഇഷ്ടമായിട്ടല്ല കൃഷ്ണ, പിന്നെ നിന്നെ ഇഷ്ടമായിട്ടാണ്. അതെന്താ അങ്ങനെ? ആപത്ത് വരുമ്പല്ലേ നീ വരുള്ളൂ. നീ വരണമെങ്കിൽ ആപത്ത് വന്നേ പറ്റൂ എന്നാണെങ്കിൽ ആപത്ത് വരട്ടെ. കാരണം നിന്നെ കാണലാണ് എനിക്ക് പ്രധാനം, ആപത്തോ സമ്പത്തോ എന്നുള്ളതല്ല. നീ ഒപ്പം ഉണ്ടാകുമ്പോൾ ദുഃഖം അനുഭവിക്കുമ്പോൾ എന്തുണ്ട്? ഒരു സുഖല്ലേ? ഇല്ല ഇല്ലേ? ചില അങ്ങനെയാണ്. ചില മക്കളൊക്കെ വരണുണ്ടെ മരണമൊക്കെ നടക്കണം എന്നാലേ വീട്ടിലേക്ക് വരുള്ളൂ. ഇല്ലേ? നാളൊരു വലിയുള്ള കാര്യം പറയുകയാണ്. എന്നാളൊരു വല്യമ്മ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും പോയത് നന്നായി, മക്കളെയൊക്കെ ഒന്ന് കാണാൻ പറ്റി. അടുത്ത ബന്ധു മരിച്ചതാ. അവരൊക്കെ ഒന്ന് വന്നു, ഒരു 10-12 ദിവസം നല്ല രസമായി, നല്ല സമാധാനം. മറ്റത് കാണുകയില്ല, പോയത് അതൊന്നും ചിന്തിക്കുന്നില്ല. കാരണം ഇവരെയൊക്കെ അപ്പോഴൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. ആ ഒരു കുറച്ച് ദിവസം നല്ല ആശ്വാസമായി, നല്ല സമാധാനമായിട്ടിരുന്നു, നല്ല ഐക്യത്തോടെ ഇരുന്നു. ഇത് ഒരു മരണം വേണം ഇങ്ങനെ വരണം വെച്ചാൽ പിന്നെ എന്നാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വേണ്ട. ഇതുപോലെ ആണ്. അത് ദുഃഖമുണ്ടോ ഇല്ല എന്നല്ല, ആപത്ത് വരുമ്പോൾ ദുഃഖമില്ല, അത് പ്രശ്നമില്ല എന്നല്ല പറയണത്. പക്ഷെ നിന്നെ കാണുന്നുണ്ടെങ്കിൽ കൃഷ്ണ, ആപത്ത് വന്നാൽ മാത്രം നീ ഇങ്ങോട്ട് വരണുള്ളൂ. എന്താ ചെയ്യുക? ഞങ്ങളുടെ സന്തോഷമുള്ള കാലത്തൊന്നും എന്നെ ഇവിടെ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ദുഃഖം ഉണ്ടാകുമ്പോഴൊക്കെ നീ ഓടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നെ കാണാൻ വെച്ചാൽ ദുഃഖം വന്നല്ലേ പറ്റൂ. വിപതഹ സന്തു, ആപത്തുണ്ടാവട്ടെ. ആപത്തുണ്ടാവട്ടെ, ദുഃഖം ഉണ്ടാവട്ടെ എന്നല്ലേ നമ്മൾ അങ്ങനെ പറയുന്നേ ഉള്ളൂ. ദുഃഖം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. ആപത്തും ദുഃഖം വ്യത്യാസമുണ്ട്. ആപത്തുള്ളവർക്കോ ദുഃഖം ഉണ്ടാവണമെന്നൊന്നുമില്ല. രോഗമുള്ളവർക്കൊക്കെ അസുഖം ഉണ്ടായിക്കോളണമെന്നില്ല. എന്താണ്? നമുക്കിതൊക്കെ ഒന്നാ. എന്താണ് മനസ്സിലായോ? രോഗമുള്ളവർക്ക് അസുഖം ഉണ്ടായിക്കോളുന്നുണ്ടോ? രോഗം വേറെ, അസുഖം വേറെ. രോഗം ശരീരത്തിന്, തൻ്റെ സുഖത്തിന് ബാധിക്കുന്നൊന്നുമില്ല. അത് അവിടെ ഇരുന്നോട്ടെ, മാറിക്കോട്ടെ, ഇനിയും വന്നു ആയിക്കോട്ടെ. തന്നെ ബാധിക്കുമ്പോഴെന്താവുള്ളൂ? അത് അസുഖമാവുള്ളൂ. തന്നെ ബാധിക്കാത്ത എത്ര പേരുണ്ട്. പല പ്രശ്നം വന്നിട്ട് നമുക്ക് പരിചയമുള്ള പല വലിയ പ്രശ്നമുള്ളവരുണ്ട്, രോഗമൊക്കെ ഉണ്ട്, പേപ്പറിലൊക്കെ ഉണ്ട്. പാങ്ക്രിയാസിൻ്റെയും ലിവറിൻ്റെ അടക്കമായിട്ടാണ് പ്രശ്നം. പിന്നെ എന്താ വെച്ചാൽ ഒന്നും അറിയുന്നില്ല. എന്താണ്? ഡോക്ടർമാർ പലതവണ പറഞ്ഞു, ഇനി ഇല്ല, കഴിഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട്. ഇയാൾ പോകും ചെക്ക് ചെയ്യും. ഡോക്ടർമാരങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ പോണില്ല. തമാശയായിട്ട് പറയണതല്ല, പക്ഷെ അയാളൊന്നും അറിയണില്ല. നമുക്കും അത്ഭുതം, ഡോക്ടർമാർക്കും അത്ഭുതം, എല്ലാവർക്കും അത്ഭുതം. അയാൾക്ക് വേദനയില്ല, കഴിക്കണമൊക്കെ ഉണ്ട്, ഭക്ഷണം കഴിക്കേണ്ട പോകുന്നുണ്ട്. പിന്നെ ചെല്ലിങ്ങനെ പറയും, ഒന്ന് പേപ്പറൊക്കെ നോക്കിയിട്ട് കഷ്ടയെന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ടെന്നല്ലാതെ അവരിതൊന്നും ബാധിക്കുന്നില്ല. അങ്ങനെയുണ്ട്. കാരണം അവർക്ക് എന്തായിട്ടില്ല, അത് അസുഖം എന്ന് പറയാൻ വയ്യ, രോഗം എന്ന് പറയാം. നമുക്കിപ്പം പല രോഗമുണ്ട്, നമ്മൾ ചെക്ക് ചെയ്യാത്തോണ്ടാ അല്ലേ? ചെക്ക് ഒന്നും വേണ്ട, അത്യാവശ്യത്തിൽ പ്രശ്നം വന്നാൽ മാത്രം നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഇത് നേരത്തെ അറിഞ്ഞാൽ ഒന്നും കൂടി മുന്നേ അറ്റാക്ക് വരും. ഒക്കെ സൂക്ഷ്മമായിട്ട് ഉള്ളിലിരിക്കുന്നുണ്ട്. എല്ലാവർക്കും മരണം എന്ന് പറഞ്ഞ അസുഖം എല്ലാവർക്കും ഇല്ലേ? വരാണ്ടിരിക്കൊന്നുമില്ല. പക്ഷെ അത് ബാധിക്കില്ല ഭഗവാനെ അറിഞ്ഞാൽ. വിപതഹ സന്തു നശ്വത്തത്ര തത്ര ജഗദ്ഗുരോ. ഭഗവാൻ വിളിക്കുന്ന പേരെന്താ? നേരത്തെ സഹോദരന്റെ മകനായിട്ടൊക്കെ പറഞ്ഞപ്പോൾ വിളിക്കുന്ന ജഗദ്ഗുരോ. ഭാവം മാറണം അമ്മയുടെ. ഇപ്പം ഗുരുനാഥനായിട്ടാണ് കാണുന്നത്. നീ എത്ര പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചു. ആണ് ഗുരു അല്ലേ? എന്തെല്ലാം പാഠം ഈ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കണത്. ഓരോ ദിവസം ഓരോ പാഠം പഠിക്കല്ലേ? പഠിക്കാനുള്ള മനസ്സ് വേണം, അപ്പോഴേ പഠിക്കുള്ളൂ. നമ്മൾ നല്ലൊരു സ്കൂളിൽ പോയില്ല എന്നും പറയണ്ട, അത് വലിയൊരു സ്കൂളാണെന്ത്, യൂണിവേഴ്സിറ്റി അല്ലേ ഈ പ്രപഞ്ചം. എന്തൊക്കെ പാഠം നമ്മൾ പഠിക്കുന്നുണ്ട്, എത്ര പ്രൊഫസർമാർ രാവിലെ മുതലേ വന്ന് പഠിപ്പിക്കുന്നുണ്ട്, എന്തൊക്കെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഈ കാണുന്ന ജീവജാലങ്ങളൊക്കെ ഗുരുനാഥന്മാരാണ്. തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യത് സ്യാത് അപുനർഭവ ദർശനം ജന്മൈശ്വര്യ ശ്രുതശ്രീഭി ഏധമാനമത പുമാൻ. നിന്നെ കാണാൻ പറ്റാത്തവർക്ക് പറ്റില്ല ചിലർക്കൊന്നും. ആർക്ക്? ജന്മം കൊണ്ടും ഐശ്വര്യം കൊണ്ടും മതം കൊണ്ടും പഠിപ്പ് കൊണ്ടും അഭിമാനിക്കുന്നവർക്ക് നിന്നെ കാണാൻ സാധിക്കില്ല. നൈവാർഹത്യഭിധാതും വൈ ത്വാം അകിഞ്ചന ഗോചരം നമോ അകിഞ്ചന വിത്തായ. അകിഞ്ചനൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവൻ. ഒന്നുമില്ലാത്തവൻ അടിച്ച ലോട്ടറിയാണ് ആര്? കൃഷ്ണൻ. അകിഞ്ചന വിത്തം ഭഗവാന്റെ പേരാണ്. ഒന്നുമില്ലാത്തവന്റെ ധനം. കാരണം അയാൾക്കൊന്നുമില്ല. സുധാമാവനൊക്കെ എന്താ ഉള്ളത്? ലോകദൃഷ്ടിയിലൊന്നുമില്ല. പക്ഷെ ആരുണ്ട്? എന്താ ഏറ്റവും വലിയ ധനം?
കൃഷ്ണന്റെ കൂട്ടുകാരനാ. എന്താണ് അപ്പോരെ പിന്നെ എല്ലാത്തിലും കടത്തി വിടും, അത്രയേ ഉള്ളൂ. ആ വിത്തം കയ്യിലുണ്ടല്ലോ. അഹിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ. ആത്മാരാമനായിരിക്കുന്ന കൃഷ്ണ, ശാന്തനായിരിക്കുന്ന കൃഷ്ണ, കൈവല്യപതയേ നമ, നിനക്ക് നമസ്കാരം. ജന്മകർമ്മ ച വിശ്വാത്മൻ അജസ്യാകർത്തുരാത്മനഃ തിര്യങ് ഋഷിഷു യാദസ്സു തദത്യന്ത വിഡംബനം. ജന്മമില്ലാത്ത നീ ജനിക്കണതും കർമ്മമില്ലാത്ത നീ കർമ്മം ചെയ്യണതൊക്കെ അത്ഭുതം എന്നല്ലേ പറയണ്ടു. ഇതൊക്കെ ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഈ പ്രപഞ്ചത്തെ നീ സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, സംഹരിക്കുന്നു. യുക്തി ചോദിച്ചാൽ എന്താ പറയാ? ഇപ്പം കുട്ടി ഇങ്ങനെ ഷീട്ട് കൊണ്ട് കൊട്ടാരുണ്ടാക്കുക, എന്തിനാ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഷീട്ട് കൊണ്ട് ഇങ്ങനെ കൊട്ടാരുണ്ടാക്കുക. അങ്ങനെ വളരെ ഏകാഗ്രമായിരുന്നു 2-2.5 മണിക്കൂർ ഇരുന്ന് അങ്ങനെ വളരെ ശ്രദ്ധിച്ച് അങ്ങനെ ഷീട്ട് കൊട്ടാരൊക്കെ ഉണ്ടാക്കി ഊണഴിക്കാൻ വിളിച്ചപ്പോൾ തട്ടിട്ട് പോണുണ്ട്. 2-2.5 മണിക്കൂർ ഒന്നും ചോദ്യമില്ല, തട്ടിട്ടു. അത്രയേ ഉള്ളൂ. ഇതിലൊന്നും ചോദിച്ചപ്പോൾ എന്താ പറയാ? കൊട്ടാരുണ്ടാക്കുമ്പോൾ സന്തോഷം, തട്ടിടുമ്പോൾ നല്ല സന്തോഷം. ഇതുപോലെ ഭഗവാൻ എന്തിനെ ഇപ്പൊ ജനിപ്പിച്ചു, എന്തിനെ കൊണ്ടുപോയി എന്നൊക്കെ ചോദിച്ചാലോ ഉത്തരമൊന്നുമില്ല. അതിപ്പം ലീല എന്ന് പറയാം. ഇതിനൊക്കെ എന്താ ഉത്തരം പറയാ? എന്തിനാ സ്വപ്നം കണ്ടു ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? സ്വപ്നം കണ്ടു, അത്രേ ഉത്തരമുള്ളൂ. സ്വപ്നല്ലേ? എന്താണ്? ഇല്ലാത്തതല്ലേ? ഈ കാണുമൊക്കെ ഇല്ലാത്തതാ. എന്തിനാ സമുദ്രത്തിൽ തിരമാല വന്നു ചോദിച്ചാൽ എന്താ പറയാ? അത് സമുദ്രത്തിന്റെ സ്വഭാവം എന്ന് പറയാം. ഇതുപോലെ ഭഗവാന്റെ ഒരു സ്വഭാവമാണത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്തില്ല, അയാളുടെ സ്വഭാവം അങ്ങനെ മനസ്സിലാക്കി നമുക്ക് വിഷമം ഉണ്ടാവില്ല. എന്താണ് ഇല്ലേ? നമുക്കിപ്പോൾ ഓരോന്നിനും സ്വഭാവം പറയുമ്പോൾ അതിനനുസരിച്ച് നിൽക്കില്ലേ? അതിന്റെ സ്വഭാവം അങ്ങനെയാന്ന് പറഞ്ഞാൽ മതി. എന്തിനാ മരീചിക കണ്ടത് മരുഭൂമിയിൽ? രാവിലെ ഉദാഹരണം പറഞ്ഞല്ലേ, കണ്ടത് മരുഭൂമിയുടെ സ്വഭാവം അങ്ങനെയാണ്, അത് മനസ്സിലാക്കിയാൽ മതി. അതിൽ ഭ്രമിക്കാൻ പോണ്ട. ഇവിടെ പലതും ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ഇല്ലാണ്ടാവണു, നമ്മൾ ഭ്രമിക്കേണ്ട. അതിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ജീവന്റെ സ്വഭാവം അങ്ങനെയല്ലേ? ജനിക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും. അത് എപ്പോഴൊന്നും പറയാൻ പറ്റില്ല. ചില പാക്കറ്റിന് നമ്മളൊക്കെ ഡേറ്റ് ഒക്കെ ഉണ്ടാവും. നമ്മളെ മേലെ അത് ഡേറ്റ് ഒന്നും ഇല്ലല്ലോ. അതിന് എക്സ്പയറി ഡേറ്റ് ഒക്കെ കാണാൻ, എന്നെ ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടോ, പിന്നെ ഇത് ഉപയോഗിക്കണ്ട. ഇത് മനുഷ്യന്റെ കാര്യത്തിൽ ഇപ്പം അങ്ങനെ കൃത്യമായിട്ടൊരു ഡേറ്റ് ഒന്നും വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ പോവും, ഉറപ്പാ. അതിലൊന്നും വല്ലാതെ ഭ്രമിക്കാൻ പോണ്ട. അത് അങ്ങനെയാണത്. പക്ഷെ അതിലൊന്നും വിഷമിക്കണ്ട. സത്തിനൊരു മാറ്റവും ഇല്ല, ബോധത്തിനൊരു മാറ്റവും ഇല്ല, എനിക്കൊരു മാറ്റം ഉണ്ടാവുന്നില്ല എന്നറിഞ്ഞാൽ പോരെ. അങ്ങയുടെ ആ അഭിനയം അപാരം തന്നെയാണ്. തിര്യക്കായിട്ടും എഴുജന്തുക്കളായിട്ടും പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും ഒക്കെ അങ്ങ് എത്ര വേഷം അവിടെ കെട്ടുന്നത് അപാരം തന്നെ. അങ്ങയുടെ നല്ലൊരു വേഷം ഞാൻ പറയട്ടെ, കൃഷ്ണവേഷം. അത് ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയത് ആ അമ്മയല്ലേ? ആര്? യശോദ. യശോദയ്ക്ക് മാത്രമായിട്ടൊരു ശ്ലോകം. ഗോപ്യാദതേ ത്വയി കൃതാഗസിതാമതാവത്യാതേദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം. നിന്റെ പിന്നാലെ ആ അമ്മ ഓടുന്നത്, മയിൽപ്പീലിയായിട്ട് ഓടുകയാണ് കൃഷ്ണനെ അടിക്കാൻ. കൃഷ്ണൻ തൈർക്കലം പൊട്ടിച്ചു എന്നാണ് പരാതി. എന്തോ ഒരു പേരും പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. കൃഷ്ണന്റെ പിന്നാലെ ഓടുന്നു, കൃഷ്ണൻ അങ്ങനെ ഓടുന്നു, പിന്നാലെ യശോദ ഓടുന്നു. കൃഷ്ണൻ അങ്ങ് ചെറിയ ഉണ്ണിയല്ലേ, വേഗം ഓടാൻ പറ്റും, അധികം വലിപ്പമൊന്നുമില്ല. ഉരുണ്ട് അങ്ങനെ കൃഷ്ണൻ പോകും. പക്ഷെ യശോദയ്ക്ക് 115 കിലോ അങ്ങനെ നിൽക്കുകയാണ്. അവിടെ വാതിൽ വേണ്ട. അങ്ങനെയാണ് യശോദ എങ്ങനെ ഓടുമ്പോൾ എങ്ങനെ ഓടാൻ പറ്റും? കൃഷ്ണന്റെ പിന്നാലെ ഓടാൻ പറ്റൂ? അങ്ങനെ കൃഷ്ണൻ 10-100 പശുക്കൾ ഉണ്ടാകുമ്പോൾ 4 കാലിനിടയിൽ കൂടെ കൃഷ്ണൻ ഓടും. യശോദയ്ക്ക് പറ്റൂ? യശോദ ഹൈവേ കൂടെ പോകും, കൃഷ്ണൻ ബൈപ്പാസ് കൂടെ കടന്നു വരും. പിന്നാലെ ഓടി പാവം അത് ക്ഷീണിക്കുകയാണ്. അതാണ് ഇപ്പം കുന്തിദേവി പറയുന്നത്. കുന്തിദേവി ഇത് കാണാൻ സാധ്യതയില്ല. കാരണം ആ കഥ നടക്കുമ്പോൾ കുന്തിദേവി അവിടെ, ചില ഭക്തന്മാർ പറയും അന്ന് പോയിരുന്നു അത്രേ. കുന്തിദേവി അന്ന് അങ്ങനെ നന്ദഗോപുരത്തേക്ക് പോയ സമയത്തായിരുന്നു അത്ര ഈ കഥ. ചിലർ പറയും ഇല്ല, അത് കുന്തിദേവി പോയതല്ല, അവിടെ ഉള്ള ഭക്തന്മാർ ഇതെന്നും പറയാറുണ്ട്. അന്നക്കാലത്ത് ഈ ഫോട്ടോ എല്ലാ വീട്ടിലും ഉണ്ടത്രേ. ഈ അമ്മയുടെ മുന്നിൽ കരഞ്ഞു നിൽക്കുന്ന കൃഷ്ണന്റെ ചിത്രം. അങ്ങനെ പറഞ്ഞ് ആര് കേട്ടു? അത് കുന്തിദേവിയും കേട്ടു. ആ ചിത്രമാണ് കുന്തിദേവിക്കും ഇഷ്ടം. കൃഷ്ണന്റെ ഫോട്ടോ കുറെ ഉണ്ട് ആൽബത്തിൽ, എന്നാലും ഈ ചിത്രമാണ് കുന്തിദേവി എടുത്തു വെച്ചത്. ഏത്? ആ കൃഷ്ണന്റെ. ഇപ്പൊ കൃഷ്ണൻ വലിയ ആളായിട്ടുണ്ട്. ഇപ്പം പറയുന്ന സമയത്ത് കൃഷ്ണൻ ചെറിയ കൃഷ്ണനൊന്നുമല്ല, വലിയ കൃഷ്ണനാണ്. പക്ഷെ ആ കൃഷ്ണനോട് പറയണത് ആ ഒരു രംഗം എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ പോയില്ല. ഗോപ്യാദതേ ത്വയി കൃതാഗസിതാമതാവത്യാതേ ദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്ത്രം നിനീയ. അമ്മ അങ്ങോട്ട് പിടിച്ചു കൃഷ്ണനെ, ഓരലിനോട് ചേർത്ത് അങ്ങോട്ട് വെച്ചു, കെട്ടാൻ അങ്ങോട്ട് പുറപ്പെടുകയാണ്. അമ്മയ്ക്ക് എന്താ വേണ്ടു വെച്ചാൽ കൃഷ്ണനൊന്ന് കരഞ്ഞാൽ മതി. എന്ത് മതി? അത്രേ വേണ്ടു. മാഷന്മാർക്ക് അപ്പോൾ കുട്ടി നമ്മുടെ മുന്നിൽ ഒന്ന് പേടിച്ചാൽ മതി, ഇത്രേ വേണ്ടു അല്ലേ? ആ കുട്ടി ആദ്യം ഒന്ന് പേടിച്ചു അഭിനയിച്ചാൽ മതി, അവന് മാഷൊന്നും ചെയ്യില്ല. അത് അങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് കൊടുത്താലോ തോന്നുകയാണ്. ഇതേപോലെ കൃഷ്ണനൊന്ന് പേടിച്ചാൽ മതി. ഒന്ന് പേടിച്ചിട്ടൊന്ന് കരഞ്ഞാൽ അമ്മ എന്ത് ചെയ്യില്ല?
ഇത് കൃഷ്ണൻ പേടിക്കണില്ല. കാരണം പേടി എന്താണെന്ന് ആർക്കറിയില്ല. അറിയണ്ടേ? ഇപ്പത് അറിയാത്തൊരു സംഗതി എങ്ങനെയാ പേടി എന്താണെന്ന് അറിയണ്ടേ? ഭഗവാൻ നമുക്കിപ്പതേ അറിയുള്ളൂ, പക്ഷെ ഭഗവാൻ അത് അറിയില്ല. അവസാനം ഭഗവാന് മനസ്സിലായി അമ്മയ്ക്ക് വേണ്ടത് ഞാനൊന്ന് പേടിക്കുകയാണല്ലേ, അതിനിപ്പോ എന്താ ചെയ്യുക? അവസാനം പേടിയെ വിളിച്ചു. പേടിയുടെ ദേവത ഉണ്ടാവുമല്ലോ, ഭയത്തിന്റെ ദേവത. ഓരോന്നിനും ഓരോ ദേവത ഉണ്ട്. അല്ലയോ ഭയദേവതേ, നീ ഒന്ന് വന്ന് എൻ്റെ മുഖത്തിരിക്കുക, എൻ്റെ അമ്മയൊന്ന് സന്തോഷിക്കട്ടെ, എന്നാലെങ്കിലും അമ്മ സന്തോഷിക്കട്ടെ എന്ന് കരുതി അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭയദേവതയെ വിളിച്ചു. അങ്ങനെ ആ ഭയദേവത വന്നു. ആരടുത്തേക്ക്? കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് മുഖത്തിരുന്നോ? ഇല്ല. ഭയദേവത താഴത്ത് മുട്ടുകുത്തി തൊഴുതും കൊണ്ട് പറയാണ്, മുഖത്തിരിക്കാൻ പറയരുത്, എനിക്ക് അങ്ങയെ പേടിയാ. ആരോട്? ആ ഭയത്തിന് ആരെ പേടിയാണ്? ഭീരപിയത് ബിഭേതി, പേടിക്ക് പേടി കൃഷ്ണനെ. ആ കൃഷ്ണൻ യശോദയ്ക്ക് പേടിയില്ല. ആ പരബ്രഹ്മത്തെ ആർക്ക് പേടിയില്ല? അതല്ലേ സുലഭം എന്ന് പറയണത്. ബ്രഹ്മാദി ദേവന്മാർക്കൊക്കെ ഈ ഗൗരവത്തിലാണ് കൃഷ്ണൻ. പക്ഷെ ആ അമ്മയ്ക്കോ ഭീരപിയത് ബിഭേതി. അതല്ലേ അത്ഭുതം. ആ പേടിക്ക് പോലും പേടിയായിരിക്കുന്ന ആ കൃഷ്ണനല്ലേ നിന്റെ മുന്നിൽ പേടി അഭിനയിച്ച് നിൽക്കുന്നത്. എന്നിട്ട് അവസാനം ഭഗവാനെ പേടി അഭിനയിച്ചു. ആരെ നോക്കിയിട്ട്? ആ ഭയത്തെ നോക്കി. എന്നിട്ട് അതുപോലെ അഭിനയിച്ചു. ഭയം ഇരിക്കണില്ല, നമ്മൾ അതുപോലെ അഭിനയിക്കാം. ഭയത്തെ നോക്കിയപ്പോൾ അതിന്റെ ചുണ്ട് ഇങ്ങനെയാ. അതാണോ പേടി? ഭയത്തിന്റെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. ഓ അതാണോ പേടി? കണ്ണുനീര് വരണ എന്താ ബുദ്ധിമുട്ട്? കയ്യിൽ വെണ്ണല്ലേ, കണ്ണിൽ കണ്ട് തേച്ചു. അല്ലാണ്ടൊന്നും കണ്ണുനീര് വരില്ല. അല്ലെ പിന്നെ കുചേലനെ കാണണം, അല്ലാതെ കണ്ണുനീര് ഭക്തന്മാരെ കാണാതെ വരില്ല. ദുഃഖത്തിന്റെ കണ്ണീര് കൃഷ്ണന് വരില്ല. അപ്പം പിന്നെ ഇത് ലേശം വെണ്ണ കണ്ണിൽ തേച്ചു, ആ കണ്ണിന്ന് കണ്ണീര് വരുന്നുണ്ട്. അമ്മയോട് ചോദിക്കുക, സമാധാനമായില്ലേ? ഞാൻ പേടിച്ചു. അമ്മ ഒന്ന് ചിരിച്ചു. അമ്മയ്ക്ക് എപ്പോഴും മനസ്സിലായി എന്ത് ഇയാൾ പേടിച്ചിട്ടില്ല. കാരണം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെണ്ണ കഴിക്കുന്നുണ്ട്. എന്താണ്? കയ്യിൽ വെണ്ണയാണ്. മറ്റത് പൊട്ടിച്ചു കൊണ്ടുവരുമ്പോൾ വെണ്ണ ലേശം കൈ പിടിച്ചിട്ടാണ് വരുന്നത്. ഇതിപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കരയും, കണ്ണിങ്ങനെ തിരുമ്പും, ഈ എന്ന് പറഞ്ഞ് കരയും. ഈ ഒരു ഭാഗത്ത് ശ്രുതി, ഒരു ഭാഗത്ത് കഴിക്കണമുണ്ട്. ഇത് രണ്ടും കൂടി നടക്കുമ്പം ആരെങ്കിലും വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെണ്ണ കഴിക്കുമോ? കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇത് ചെയ്യുമോ? അത് തന്നെ മനസ്സിലാക്കുന്നത് ഇത് പേടിച്ചിട്ടൊന്നുമില്ല, വെറുതെ ഞാനിങ്ങനെ ഒരുങ്ങിയതല്ലാണ്ട് എന്ത് കാര്യമൊന്നുമില്ല പറഞ്ഞാൽ ആര് പോവാണ്? എന്നാലും ആ ഒരു രംഗം അത് യശോദയും മറന്നിട്ടുണ്ടാവില്ല കേട്ടോ. നീ എന്തൊക്കെ ലീലകളാടി. ഇതൊക്കെ എന്തിനു ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ചിത്രം ഓരോരുത്തരുടെ ഉള്ളിലും കിടക്കട്ടെ. നമ്മളെപ്പോലെ ഈ അജ്ഞാനികൾക്ക് ഒരു ചിത്രം കിടക്കണ്ടേ? ഇപ്പൊ ഇത് കേട്ടപ്പോൾ നമ്മളൊന്ന് കണ്ണൊക്കെ വിടർന്നില്ല. നേരത്തെ ആ നമസ്തേ പുരുഷം നമുക്ക് അങ്ങോട്ട് മൂഷ്ഞ്ഞ നിർഗുണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരികയാണ്. നേരെ കുറച്ച് കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആശ്വാസമായി. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ സന്തോഷമാണ്. കാരണം അതിൻ്റെ ഒരു ഗുണം വന്നു. മാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല, അത് ദോശയായിട്ട് വന്നാൽ രസമുണ്ട് അല്ലേ? ഒരു രൂപം ഉണ്ടായ സന്തോഷമല്ലേ? ലഡുവായിട്ട് വരുമ്പോൾ രസമല്ലേ? അതൊരു രൂപം കിട്ടുമ്പം സൗകര്യമുണ്ട്, അതുകൊണ്ടൊരു സുലഭം ആണ്. ഇതുപോലെ ഭഗവാൻ കൃഷ്ണനായിട്ട് വന്നു, എത്ര പേർക്ക് ആശ്വാസം കൊടുക്കുന്നു. ആ യശോദ എന്ത് ഭാഗ്യം ചെയ്തു. സാമാം വിമോഹയതി ഭീരപിയത് ബിഭേതി. യമൻ പോലും കൃഷ്ണ നിന്നെ പേടിച്ച് നടക്കണത്. ഇവിടെ കാറ്റ് വീശുന്നത് നിന്നെ പേടിച്ചിട്ടാ, മഴ വീണത് നിന്നെ പേടിച്ചിട്ടാ. നീ ആ ഇടയപ്പെണ്ണിന്റെ മുന്നിൽ പേടി അഭിനയിച്ച് നിൽക്കുന്ന രൂപം അപാരം തന്നെ. ചിലർ പറയണു നീ ഇവിടെ അവതരിച്ചതേ കേജിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യഥോ പ്രിയസ്യ അന്വവായേ മലയസ്യേവ ചന്ദനം. യാദവന്മാരുടെ ഭാഗ്യമാണ്, നീ യാദവന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നവനാണ് എന്ന് പറയുന്നുണ്ട്. ചിലർ പറയണു എൻ്റെ മക്കളെ നേരെയാക്കാൻ വേണ്ടി വന്നവനാണ്. ചിലർ പറയണു ഭൂമിയുടെ ഭാരം തീർക്കാൻ വന്നതാണ്. ഭാരാവതരണായ അന്യേ ഭുവോ നാവ ഇവോദധൗ സീതന്ത്യാ ഭൂരിഭാരേണ ജാതോ ഹ്യാത്മഭുവാർത്ഥിത. ശരിക്കും എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ കൃഷ്ണ നിന്നോട് ഞാൻ പറയട്ടെ, നീ ഇവിടെ അവതരിച്ചത് എന്തിനാന്ന് പറയട്ടെ. എന്തിനാ? അമ്മ പറയൂ, എന്താ അമ്മയുടെ വ്യാഖ്യാനം നോക്കട്ടെ. എന്തിനാ നീ അവതരിച്ചത് ചോദിച്ചാൽ, ശൃണ്വന്തി ഗായന്തി ഗൃണന്ത്യഭീക്ഷ്ണശഃ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഃ. നീ അവതരിച്ചത് എന്തിനാ ചോദിച്ചാൽ സപ്താഹക്കാർക്ക് വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കുക? അല്ല, അവർക്ക് ഊണ് കഴിക്കണ്ടേ? ശൃണ്വന്തി ഗായന്തി, നിന്റെ കഥകൾ കേട്ടിട്ട് കേൾക്കുക. ഗായന്തി, നിന്റെ കഥകൾ പാടുക. ഗൃണന്തി അഭീക്ഷ്ണശഃ സ്മരന്തി, അത് ഓർക്കുക. നന്ദന്തി, അത് ഓർത്ത് ആനന്ദിക്കുക. തവേഹിതം ജനാത ഏവ പശ്യന്ത്യജിരേണ താവകം ഭവപ്രവാഹോ പരമം. ഭവപ്രവാഹം, ദുഃഖക്കടൽ. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മറക്കണത് എങ്ങനെയാ?
2 അധ്യായം ഉള്ളിലെത്തിയാൽ ഒന്ന് പൂസായി. മറ്റതല്ല, നമുക്ക് എപ്പോഴും കിക്കാണല്ലോ. മറ്റതെന്തെങ്കിലുമൊക്കെ വേണം നമുക്ക് എപ്പോഴും. ഇതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, ഭവപ്രവാഹോ പരമം പദാംബുജം. പിന്നെ ഒന്നും കുഴപ്പമില്ല. എന്തൊക്കെ ജീവിതം സംഭവിച്ചാലും അതവരെ ബാധിക്കുന്നില്ല. കാരണം എന്താ? അവർ കുടിക്കണത് എന്താ? നിന്റെ കഥയല്ലേ. ഈ കഥ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കും? എന്ത് കുടിക്കും? എങ്ങനെയാണിപ്പോൾ ഈ ലോകത്ത് ദുഃഖമില്ലാണ്ട് കഴിയുക? ഇതിപ്പം ദുഃഖം നമ്മളെ ബാധിക്കാത്തത് കൃഷ്ണകഥ ഉള്ളത് കൊണ്ടല്ലേ. കൃഷ്ണകഥ ഉണ്ടാവാൻ കാരണം കൃഷ്ണ നീ അവതരിച്ചോണ്ടല്ലേ. നീ അവതരിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? മേൽപ്പത്തൂർ ചോദിക്കണ്ട, കൃഷ്ണ നീ എന്തിനാ ഗുരുവായൂരപ്പ ഈ സൃഷ്ടിച്ചത്? കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ. ഭഗവാനെ കുറ്റം പറയണം. എന്തിനാ ഈ സൃഷ്ടി? ഇങ്ങനെയൊക്കെ ഓരോരോ സൃഷ്ടികൾ ഓരോരുത്തർ കഷ്ടപ്പെടുന്നത് കണ്ട അതൊക്കെ നിന്റെ പണിയല്ലേ. ഗുരുവായൂരപ്പന് പേടിയായി. ഇയാൾ ചീത്ത പറയണം ഈശ്വര. ഗുരുവായൂർ വന്നിട്ടേ ഭഗവാനോട് ഇങ്ങനെയൊന്നും ധൈര്യത്തിലാരും പറഞ്ഞില്ല. ചിലർ സകലാംഗരായി, ചിലർ വികലാംഗരായി, ചിലർക്ക് അതിബുദ്ധിയായി, അല്പബുദ്ധിയായി, എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നിന്റെ പണിയല്ലേ ചോദിച്ചു ഭഗവാൻ. അവസാനം മേൽപ്പത്തൂർ പറഞ്ഞു, അല്ല പണ്ട് ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരാശ്വാസമായി ഭഗവാൻ. പണ്ട് ഞാൻ അങ്ങനെ ഇത്യേവം പൂർവമാലോചിതം അജിതമയാ നൈവ മധ്യാഭിജാനേ. ഇപ്പം എനിക്ക് അഭിപ്രായമില്ല. അപ്പം വിവരം വന്നു. അന്ന് വിവരമില്ലാത്ത കാലത്ത് ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ആരാ ഗുരുവായൂർക്ക് വരിക? തിരക്കനുണ്ടാവില്ല അവിടെ. ദുഃഖമില്ലെങ്കിൽ തിരക്കുണ്ടാവുമോ? ദുഃഖമില്ലെങ്കിൽ ഭാഗവതം ഉണ്ടാവുമോ? ആരെങ്കിലും സപ്താഹം എന്നുള്ളത് കേൾക്കുമോ? അമ്പലം ഉണ്ടോ? ഈശ്വരനും അമ്പലവും ഈ സപ്താഹവും ഭാഗവതമൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ ദുഃഖമുള്ളതുകൊണ്ടാണ് നിൽക്കുന്നത്. ദുഃഖമില്ലെങ്കിൽ പിന്നെ ഒരു പക്ഷേ സൃഷ്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവുമായിരുന്നു. മേൽപ്പത്തൂർ ചോദിക്കുക, ഗുരുവായൂർ ഉണ്ടാവുമായിരുന്നു? ഞാൻ ഗുരുവായൂരിൽ വരുമായിരുന്നു, അങ്ങനെ കാണാൻ സാധിക്കുമായിരുന്നു, നാരായണീയ രചിക്കുകയായിരുന്നു. നന്നായി. ഇതൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. അത്രയേ ഉള്ളൂ. അതാണ് ഉത്തരം. അതുകൊണ്ട് എൻ്റെ ഉത്തരം അത് തന്നെയാണ്. കൃഷ്ണ, ഞാൻ വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സംസാര സാഗരത്തെ കടക്കാൻ നിന്റെ ആ നാമം ജപിച്ച് എളുപ്പം സാധിക്കുന്നുണ്ടല്ലോ, കഥകൾ സ്മരിച്ചിട്ട് സാധിക്കുന്നുണ്ടല്ലോ, അതിനു വേണ്ടിയാണ് കൃഷ്ണ നീ അവതരിച്ചത്. അതുകൊണ്ട് എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. ഉപസംഹരിക്കുകയാണ് കുന്തിദേവി. എന്താ പ്രാർത്ഥന? അഥ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ. 3 പേരാ വിളിച്ചത് ഭഗവാനെ. അഥ വിശ്വേശ, വിശ്വത്തെ പരിപാലിക്കുന്നവനാണ്. വിശ്വാത്മൻ, അല്ല പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ പോരല്ലോ. പരിപാലിക്കണമെങ്കിൽ ഞാൻ വീട് പരിപാലിക്കുന്നു പറഞ്ഞാൽ ഞാൻ വേറെ വീട് വേറെ അല്ലേ? ഈ വിശ്വം വേറെ നീ വേറെ എന്നാവില്ല. അല്ലല്ല, ഈ വിശ്വം നീ തന്നെയാ. വിശ്വാത്മൻ വിശ്വമൂർത്തേ, ഈ വിശ്വമായിരിക്കുന്നത് ആണ്. വിശ്വം വിഷ്ണുഹു. സഹസ്രനാമത്തിലെ ആദ്യത്തെ 2 നാമ അത് മതി. ഈ വിശ്വം ആരാണ്? വിഷ്ണു തന്നെ ആണ്. നീ കാണുന്ന പ്രപഞ്ചം ഭഗവാൻ അന്യമായ ഒന്നല്ല, അതന്യ ഭഗവാൻ. ഈ ഭഗവാനെ വേറെ അന്വേഷിക്കൊന്നും വേണ്ട. ഈ കാണുന്നത് എന്താ? ഈ കാണുന്നത് ഭഗവാനാണ്. അതാണ് ഇപ്പൊ ഇവിടെ പ്രാർത്ഥന. എന്തേ വേണ്ടു ചോദിച്ചാൽ, സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. ഈ പാണ്ഡവരോടുള്ള സ്നേഹമാകുന്ന കെട്ടൊന്ന് പൊട്ടിക്കോ. ഈ പാണ്ഡവരോടുള്ള സ്നേഹം ഒന്ന് ഒഴിവാക്കി തരുമോ? സ്നേഹം നല്ലതല്ലേ? സ്നേഹം നല്ലതാണോ ചോദിച്ചാൽ നല്ലതാണോ? എന്താ അഭിപ്രായം? സ്നേഹം നല്ലതാണോ? അഭിപ്രായം ഇല്ലേ? ഇവിടുന്ന് പറയുമ്പോൾ നല്ലതല്ല, വീട്ടിൽ പോയാൽ നല്ലതാണ്, അങ്ങനെയാണോ? സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള സ്നേഹാച്ച നല്ലത് തന്നെയാണ്. പക്ഷെ ആ സ്നേഹമൊന്നും ഇപ്പം ആർക്കും ഇല്ല. സ്നേഹം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ചെയ്യണത് എന്താ? മമതയാണ്. എന്താണ് മമത? എൻ്റെതിനോടാണ് എനിക്ക് താല്പര്യം. അത് സ്വാർത്ഥത കൊണ്ടാണ്. എൻ്റെ കാര്യം നേരെ നടക്കണം എന്നുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യയോട് വലിയ സ്നേഹം. കാരണം ചായ വെച്ച് തരുന്നതോ നോക്കണതൊക്കെ അതായതുകൊണ്ട് സ്നേഹം. അത്രയേ ഉള്ളൂ. അത് തൻ്റെ സൗകര്യത്തിന് ഉണ്ടെന്നുള്ളതുകൊണ്ടാണ്. തന്നെ ശുശ്രൂഷിക്കണമുള്ളതുകൊണ്ടല്ലേ. കുട്ടി തന്നെ അനുസരിക്കണമുള്ളതുകൊണ്ടല്ലേ കുട്ടിയോട് സ്നേഹം. പറഞ്ഞേക്കാത്ത കുട്ടിയുടെ സ്നേഹം ഉണ്ടോ? കടക്ക് പുറത്തെന്ന് പറയില്ലേ? അത്ര പറഞ്ഞാൽ കേൾക്കുന്ന തിരക്കല്ലേ അവിടെ ഇരുന്നോട്ടെ. അതല്ലെങ്കിൽ തരില്ല, ഞാൻ എൻ്റെ സ്വത്ത് നിനക്ക് തരില്ല. അതേത്? അത് തന്നോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അത്രയേ ഉള്ളൂ. അപ്പൊ ഈ മമതയാണ് പ്രശ്നം. ഇവിടെ അമ്മ പറയണത് മമതയാണ്. കൃഷ്ണ, എനിക്കെന്താ വെച്ചാൽ ഈ മനസ്സിന് ഇടയ്ക്കൊക്കെ ഒരു സമാധാനം ഉണ്ടെന്നേ ഉള്ളൂ, എപ്പോഴും ഇല്ല. അതിന് കാരണം എനിക്കറിയാം. എന്താ കാരണം വെച്ചാൽ എൻ്റെ മനസ്സിൽ നീ മാത്രമല്ല, ആരുണ്ട്? പാണ്ഡവരുണ്ട്. കൃഷ്ണൻ മാത്രം വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ഈശ്വരൻ മാത്രമാണ് നമ്മുടെ മനസ്സിൽ വെച്ചാൽ നമുക്ക് കുഴപ്പമുണ്ട് തോന്നുന്നുണ്ടോ? ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പൊ ആരുണ്ട്? ഇടയ്ക്ക് ഈശ്വരൻ വരുന്നുള്ളൂ. അധികം
പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. എന്തൊക്കെയോ ആണ് മനസ്സിലുള്ളത്. അപൂർവമായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഭഗവാനൊന്ന് മിന്നി പോകുന്നുണ്ടെന്നല്ലാതെ അധികം ആവശ്യമില്ലാത്ത കാര്യങ്ങളായി മനസ്സിലേ അതൊന്നും ഒഴിവാക്കി തരാൻ പറ്റുമോ? അതാണ് ഞാൻ കുറേ ശ്രമിച്ചു നോക്കി, പറ്റണില്ല. ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. മൊബൈലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം, ഒരുമിച്ച് അങ്ങോട്ട് ക്ലീനായി അല്ലേ, മൊത്തം ഫ്രഷായി. ഇതുപോലെ മാസ്റ്റർ ഒരു അങ്ങോട്ട് ക്ലീൻ ആക്കാൻ പറ്റുമോ? ഡെറ്റോൾ കുടിച്ചാൽ മതിയോ? അല്ല, അങ്ങനെ വല്ല വകുപ്പും ഉണ്ടേ തിരക്കടില്ലേ. മറ്റേതൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ദഹനക്കടൊക്കെ വന്ന ഒന്ന് ലേഹ്യം കൊടുത്ത് ത്രിവൃത്തി ലേഹ്യം ഒന്ന് കഴിച്ചൊന്ന് ഇളകി അങ്ങോട്ട് പോയാൽ സമാധാനമായി. ഇത് അങ്ങനെ വല്ല മാർഗമുണ്ടോ? മനസ്സൊന്നൊന്ന് മൊത്തമായിട്ടൊന്ന് ഉണ്ടോ? വല്ല ഗുളികെങ്ങാനും? അതിപ്പം നോക്കൂ അല്ലേ, മരണം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അങ്ങനെയാണ്. എന്താണ്, പകുതി മുക്കാലും കഴിഞ്ഞു, ഇനി അടുത്തത്. ശരിക്കും 10 കൊല്ലം കൂടുമ്പോൾ മരിക്കണം. എന്താണ്, അങ്ങനെയല്ല, ഒന്നൊന്ന് ക്ലീൻ ആവാനേ. അത് അനുഭവിച്ച് അങ്ങനെ തീർക്കുകയാണ് സംഗതി. കാരണം മരിക്കുക പറയുമ്പോൾ മരിക്കണില്ലല്ലോ. എന്താ മരിക്കണത്? മരിക്കുക തോന്നുന്നുണ്ടോ? മരിച്ചു വെച്ചിട്ട് എന്ത് തീരണില്ല? വാസന തീരണില്ല, അത് പിന്നെയും വരികയാണ്. ചിലതൊക്കെ വധശിക്ഷ പതിവില്ലേ? എന്താ ഈ വധശിക്ഷ? അത് തെറ്റൊന്നുമല്ല. കാരണം അത് കഴിഞ്ഞാൽ പിന്നെയുണ്ട് ഇയാൾ പോകണമെന്നില്ല. ആ ചെയ്ത കർമ്മത്തിന് തന്നെ വേണം ഫലം. അത് കൊടുത്തു, പിന്നെയും വരികയാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു ജന്മേ ഉള്ളൂ വിചാരിക്കുമ്പോഴാണ് ഇതൊക്കെ കുറ്റമായിട്ട് തോന്നുന്നത്. അത്രയേ ഉള്ളൂ, ഒരു ജന്മല്ലല്ലോ, അനവധി ഇല്ലേ. ഇനി എത്ര ഉണ്ട്, എത്ര കഴിഞ്ഞു, ഒന്നും നമുക്ക് നിശ്ചയില്ല. ചെയ്ത കർമ്മത്തിന്റെ ഫലം അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മ പറഞ്ഞത്, ഇനി മതി കൃഷ്ണ, മതിയായി. എനിക്ക് ഈ മനസ്സ് ഞാൻ നിനക്ക് തരാൻ വേണ്ടി കുറേയൊക്കെ ശ്രമിച്ചു, എനിക്ക് പറ്റണില്ല. പകുതി മനസ്സിൽ നീയും പകുതി മനസ്സിൽ പാണ്ഡവരാ. അതുകൊണ്ട് എന്താ വെച്ചാൽ ആ പകുതിയും കൂടി നിനക്ക് തരണമെന്നുണ്ട്. ഞാൻ കുറെ നോക്കി, പറ്റണില്ല. അതുകൊണ്ട് നീ തന്നെ ആ പാണ്ഡവരെന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ആ മനസ്സും കൂടി നിനക്ക് തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നീ അനുഗ്രഹിക്കില്ലേ? സ്നേഹപാശം ഇമം ചിന്തി, ഈ സ്നേഹമാകുന്ന കെട്ടൊന്ന് പൊട്ടിക്കണേ. പാണ്ഡവർ കെട്ടിട്ടതാ എൻ്റെ മനസ്സിനെ. അവർ എങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കെന്തുണ്ട്, എനിക്ക് അവരുടെ കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോഴേ ചില അമ്മമാർക്ക് അങ്ങനെ ഉണ്ടാവും. മക്കളെ പറ്റിയപ്പോൾ ഇങ്ങനെ തിരുമ്പി മകൻ അമേരിക്കയില, ഇപ്പോൾ ഊണ് കഴിച്ചിട്ടുണ്ടാവുമോ നമ്മളോട്? അയാൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല ഒന്നുമില്ല. അയാളെ കുറിച്ച് ആലോചിച്ചിട്ട് ഇവിടെ ഉള്ള അമ്മയ്ക്ക് വിഷമം. അയാൾ ഇങ്ങോട്ട് വിളിക്കണമില്ല, അമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല അന്വേഷിക്കണമില്ല. എന്നാൽ പിന്നെ വിട്ടേക്ക് പോകും, അവനവൻ്റെ കാര്യം നോക്കിക്കൂടെ? അതില്ല. അപ്പോഴും അതാണ് മായ. അത് ഇങ്ങോട്ട് പിടിക്കണില്ല, പക്ഷെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ അറിയാണ്ട് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തോന്നില്ലേ? മകനായിക്കോളും. പലർക്കും പലതാവും. സ്വത്തായിരിക്കും, സ്ഥലമായിരിക്കും, വീടായിരിക്കും, ഇങ്ങനെ ബാങ്ക് ബാലൻസ് ആവും, ബാങ്കിലുള്ള കാശ്. എന്നാൽ ആ കാശിൻ്റെ കാര്യം ആലോചിക്കും. ഞാൻ പോയാൽ ആ കാശൊക്കെ നീ താൻ പോയിട്ട് പിന്നെ കാശ് അവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പം ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കെട്ട് ഓരോരുത്തർക്ക് ഉണ്ടാവും. ഇവിടെ ഈ അമ്മയ്ക്ക് കാശിനോടൊന്നും മമത ഇല്ല. എന്തേ ഉള്ളൂ, മക്കളോടുള്ള ആ മമത അത് പോണില്ല. അത് നീ ഒന്ന് പോക്കി തരണം എന്നാണ് ഇപ്പം ആരോട് പ്രാർത്ഥിച്ചത്? ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു, ഈ പാണ്ഡവരോടും വൃഷ്ണികളോടുള്ള ഈ ഒരു ഭ്രമത്തെ ഒഴിവാക്കി തരണേ കൃഷ്ണ എന്ന് പറയണം. അവസാനൊരു പ്രാർത്ഥന, യോഗേശ്വര അഖില ഗുരോ. നേരത്തെയും ഗുരു എന്ന് വിളിച്ചിട്ടുണ്ട്, ജഗത് ഗുരു എന്ന് പറഞ്ഞതാ. ഇപ്പം പറയണത് അഖില ഗുരോ. എല്ലാവർക്കും ഗുരുവായിരിക്കുന്ന ആളല്ലേ ഗുരുവായൂരപ്പൻ. അഖില ഗുരോ ഭഗവൻ നമസ്തേ. അല്ലയോ ഗുരുനാഥ. അങ്ങനെ വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ആരുമില്ല കൃഷ്ണ. എനിക്കറിയാലോ എൻ്റെ കാര്യം, നോക്കാനൊന്നും ആരുമില്ല. വലിയ കഷ്ടമാണ് അവസ്ഥ. എനിക്ക് ബന്ധുവായിട്ടും സുഹൃത്തായിട്ടും ഗുരുനാഥനായിട്ടും ചോദിക്കാനും പറയാനൊക്കെ ആരേ ഉള്ളൂ, നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൈവിടരുതേ. അഖില ഗുരോ ഭഗവൻ നമസ്തേ. നീ ഭഗവാനാണ്, ഗുരുനാഥനാണ്, എൻ്റെ സഹോദരൻ്റെ പുത്രനാണ്, ബന്ധുവാണ്. ബന്ധുവായിട്ടും സുഹൃത്തായിട്ടും എല്ലാമായിട്ടിരിക്കുന്നത് ആരാ? ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. നീയാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ അമ്മ നമസ്കരിക്കുക. ഭഗവാൻ ആ അമ്മയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. മന്ദം ജഹാസ വൈകുണ്ഠ. അമ്മ അങ്ങനെയൊക്കെ സ്തുതിച്ച സമയത്ത് അമ്മയെ നോക്കിയിട്ടൊന്ന് അച്ചമ്പങ്ങളെ എന്ന് വിളിച്ചൊന്ന് ചിരിച്ചു. ചിരിച്ചപ്പോഴേക്കൊക്കെ ഈ പറഞ്ഞതൊക്കെ അമ്മ മറന്നു പോവുകയാണ്. ചിരിച്ചതിനെന്താ അർത്ഥം ചോദിച്ചാൽ, അമ്മ എന്തിനപ്പം ഇങ്ങനെ മക്കളോടുള്ള സ്നേഹം ഒഴിവാക്കാൻ വേണ്ടി എന്നോട് പറയണത് എന്തിനാ? ആ മക്കൾക്ക് എന്താ പ്രശ്നം? നല്ല മക്കളല്ലേ, പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളാച്ച നമുക്ക് എന്തെങ്കിലും പറയാം. ഇതിപ്പോൾ നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളല്ലേ. അമ്മയുടെ വലിയൊരു ഭാഗ്യം എന്താ ചോദിച്ചാൽ അത് വലിയൊരു ഭാഗ്യ. കാരണം അമ്മയുടെ 5 മക്കൾക്കും ഈശ്വരാന്നുണ്ട്. എന്താണ് ഇല്ലേ? അല്ലേ, അവരൊക്കെ നാമം ചോദിക്കുന്നവരാ. ആര്? പാണ്ഡവർ മോശക്കാരൊന്നുമല്ല, അവർക്കൊക്കെ ഭക്തിയുള്ളവരാണ്. അത് വലിയ ഭാഗ്യല്ലേ. അത് മാത്രമല്ല, അമ്മയുടെ വലിയൊരു ഭാഗ്യം എന്താ വെച്ചാൽ വന്ന് കയറി കുട്ടി അങ്ങനെ തന്നെ. ചിലത് അതിൽ പെട്ടുപോകും നമ്മളൊക്കെ. ഇതിൽ ആ പാഞ്ചാലിയും അസൽ നോക്കൂ, പാണ്ഡവരെക്കാൾ കൂടുതൽ ആരും നാമം ജപിക്കും.
ആ ഒരു സംസ്കാരം ഉണ്ടല്ലോ അല്ലേ, ആ ഒരു ശീലം, കുലം, തന്റെ കുലത്തിനും അതിനൊക്കെ ശീലിച്ച ആളെ കിട്ടിയില്ലേ, ഭാഗ്യല്ലേ? ആണോ അല്ലേ? അല്ലേ? അതാ പണ്ട് കാലത്ത് അതാ നോക്കുക. ആ ശീലം ഗുണം ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ എന്ത് നോക്കുള്ളൂ, കാശ് നോക്കുള്ളൂ. ഇന്നിപ്പോൾ ആദ്യം കാശാ നോക്കുക, ബാക്കിയൊക്കെ പിന്നെ, സംസ്കാരമൊക്കെ പിന്നെ നോക്കാം. അതല്ല മുഖ്യം, അതാണ്. ആ കാര്യത്തിൽ അമ്മ ഭാഗ്യവതിയല്ലേ? പാഞ്ചാലി വലിയ ഭക്തിയല്ലേ? പിന്നെ അമ്മയ്ക്കുള്ള കുഴപ്പം എന്താ ചോദിച്ചാൽ, അമ്മ അവരെയൊക്കെ എൻ്റെ എന്ന് കാണുന്നുണ്ട്. എന്താണ്? എൻ്റെ മക്കൾ. അതങ്ങോട്ട് മാറ്റിയിട്ടൊരു കാര്യം ചെയ്യൂ. അമ്മ എങ്ങനെ കണ്ടാൽ മതി? അതൊക്കെ കൃഷ്ണന്റെ ആളുകളാ. എന്താണ്? അങ്ങനെ കണ്ടുപോകൂ. സംഗതി ചെറിയ മാറ്റമേ ഉള്ളൂ, വീക്ഷണത്തിൽ മാറ്റം വരുത്താണ്. എൻ്റെ മക്കൾ എന്നല്ല, ഭഗവാന്റെ ഭക്തർ. അങ്ങനെയാകുമ്പോൾ വീടെന്തായി? വീട് ഭജനമഠം. എന്താണ്? കുടുംബകാര്യം അവിടെ പറയില്ല, അങ്ങനെ ഭഗവാന്റെ ഭക്തരല്ലേ. എൻ്റെ മക്കൾ എന്ന് കാണുന്നില്ല, ഭഗവാന്റെ ഭക്തർ. അപ്പൊ അവിടെ ആകുമ്പോൾ നാമം ജപിക്കും, ഈശ്വര കഥകൾ പറയാ, അങ്ങനെ ആവട്ടെ. എൻ്റെ എന്ന് കാണുമ്പോഴേ ഈ പ്രശ്നം. അത് കണ്ട് മാറ്റി ഭഗവാന്റെ എന്ന് കണ്ടാൽ ഇവിടെ എന്തില്ല, ഒരു ദുഃഖം ഉണ്ടാവില്ല അമ്മേ എന്നാണ് അപ്പൊ ആ ചിരിച്ചതിന്റെ താല്പര്യം. നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. എന്ത് എൻ്റെ എന്ന് കാണുന്നതിന് പകരം എൻ്റെ വീട് എന്നല്ല, അത് മാറ്റി, ഇനി മുതൽ മാറ്റി എന്താ പറയാ, ഭഗവാന്റെ വീട്. അപ്പം താനോ ഞാൻ നോക്കി നടത്തുക, അല്ലാതെ ഇപ്പം എന്താ പോണവരെന്ന് വൃത്തിയാക്കും. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഭഗവാൻ ഞാൻ പോകാട്ടോ, ഇനിയിപ്പോൾ അങ്ങ് വേറെ ആരെ ചേർപ്പിച്ചോളൂ, അതിലൊരു ദോഷവും ഇല്ലാണ്ട് നോക്കുക. എൻ്റെ കുട്ടി എന്നല്ല, ഭഗവാന്റെ കുട്ടി. എന്താണ്? ഭഗവാൻ തന്നു, അങ്ങനെയൊക്കെ പേര്. വിഷ്ണു പ്രസാദ് എന്നൊക്കെ പേരിടും. വിഷ്ണുവിന്റെ പ്രസാദം ആരുടെ? എൻ്റെ എല്ലാം അർത്ഥം ഭഗവാന്റെ. അത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടുന്നുണ്ട്, തന്നു, കൊണ്ടു നടക്കണു, അവിടെ പോലെയൊക്കെ നോക്കുന്നു, പഠിപ്പിക്കുന്നു, സംസ്കാരമൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നു, ഭാഗത്തൊക്കെ ലേശമൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ ഈശ്വരൻ കിട്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് മെല്ലെ മെല്ലെ പ്രായം നോക്കി കുറേയൊക്കെ നോക്കുക. അല്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റുക? മാത്രം മതി. തൻ്റെന്ന് വിചാരിക്കണ്ട, ഭഗവാന്റെ. ഇതൊരു ഉപാസനയാണ്. എന്താണ്? ഇതൊരു സാധനയാണ്. ഇങ്ങനെ അമ്മ ഇന്ന് ജീവിച്ചു നോക്കൂ. അമ്മയ്ക്ക് ആ സ്നേഹമാകുന്ന കെട്ട് പോവും. സ്നേഹമാണെങ്കിൽ കെട്ട് കെട്ടണി കേട്ടോ. നമ്മൾക്കും കെട്ട് കെട്ടണിയല്ലേ, സ്നേഹം കൊണ്ട് കെട്ടിയ കെട്ടാണ്ടാവും. അങ്ങനെ ചിലട്ട് സ്നേഹം കൊണ്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കും. ചില അങ്ങനെ തിരുമേനിക്ക് വിഷമമൊന്നുമില്ലല്ലോ, വിഷമമൊന്നുമില്ലല്ലോ, തിരുമേനിക്ക് വിഷമമൊന്നുമില്ലല്ലോ, വിഷമം ഞാൻ ചോദിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്, അത്രയേ ഉള്ളൂ. സ്നേഹം കൊണ്ടാ, അതും ഒരു വിഷമല്ലേ. സ്നേഹം കൊണ്ടിട്ടോ, ആരും ഉപദ്രവിക്കാനൊന്നുമില്ല, വലിയ സ്നേഹം കൊണ്ട് ചോദിക്കുകയാണ്. അതൊരു കെട്ടന്നെയാണ്. ബന്ധുക്കളും നമ്മളെ കെട്ടണില്ലേ, ഇല്ലേ? അത് നമ്മൾ കാണില്ല എന്നേ ഉള്ളൂ, അതും കെട്ടന്നെയാണ്. നമുക്ക് ഭാഗവത്തിലേക്ക് വരാൻ സാധിക്കാതിരിക്കുന്നതൊക്കെ നമ്മുടെ കെട്ടാ. എന്താണ്? ഭാഗവതം വായിക്കാനും കേൾക്കാനും പറ്റാതിരിക്കുന്ന വിഷയങ്ങളൊക്കെ അത് കെട്ടാണ്. ഇനിയിപ്പോൾ അതെന്തായാലും ഇനി പോകേണ്ട സമയം 5 മണി ആവാറായി. പശുവിന് ആരാ വെള്ളം കൊടുക്കുക? തിരുമേനി. പശു കെട്ടാണ്. നായക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? നായ കെട്ടാണ്. വീട്ടിലൊരാളുണ്ട്, അയാൾക്ക് പ്രഷറിൻ്റെ ഗുളിക ഞാൻ കെട്ടാണ്. ഇതൊക്കെ കെട്ടന്നെ. അത് സ്നേഹത്തിന്റെ കെട്ടായിരിക്കും. സ്വർണത്തിന്റെ ചങ്ങലയെ കരുതിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവോ? കെട്ടിട്ടാ ഇഷ്ടമാവോ? കെട്ടിട്ടു നോക്കിയപ്പോൾ സ്വർണ്ണ എന്നാ കുഴപ്പമില്ല. കെട്ടിട്ട ബുദ്ധിമുട്ട് തന്നെയാണ്. കെട്ടിട്ട വയ്യ. അത് ഇരുമ്പാണെങ്കിലും സ്വർണ്ണാണെങ്കിലും വയ്യ. ശത്രുക്കളൊക്കെ നമ്മളെ ഇരുമ്പിന്റെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. ബന്ധുക്കളൊക്കെ നമ്മളെ സ്വർണത്തിന്റെ ചങ്ങല കൊണ്ട്, ഭാര്യ മക്കളൊക്കെ അങ്ങനെ കെട്ടിട്ടതാ. നല്ല സ്വർണത്തിന്റെ ചങ്ങലയാ, ചന്തണ്ട്, കാണാൻ നല്ല ഇതുണ്ട്. അതും കെട്ടന്നെയാ. അതുകൊണ്ടും നമുക്ക് ഈശ്വരനിലേക്ക് തിരിയാൻ പറ്റണില്ല. അതുകൊണ്ട് ആ കെട്ട് പൊട്ടിക്കാനുള്ള വഴി എന്താ വെച്ചാൽ അതൊക്കെ ഭഗവാന്റെ എന്ന് വിചാരിച്ചാൽ നമുക്ക് അതിനോട് മമത കുറയും. എന്ത് പോവും? ഭഗവാന്റെ എന്ന് വിചാരിക്കുക പറഞ്ഞാൽ അതാണ് സത്യം. അതാണ് സത്യം. ഞാനും ഭഗവാന്റെ, എല്ലാം ഭഗവാന്റെയാണ്. അതാണ് സത്യം. തെറ്റൊന്നുമല്ല. അങ്ങനെ കൃത്രിമമായിട്ട് ഭാവന ചെയ്യല്ല ചെയ്യണത്. അതാണ് സത്യം. അത് നമുക്കിപ്പം ബോധ്യമില്ലാത്തത് കൊണ്ട് കൃത്രിമമായിട്ടെങ്കിലും അങ്ങനെ ഒന്ന് ചിന്തിക്കൂ, ഭഗവാന്റെ എന്ന് പറയൂ. അങ്ങനെ ശീലിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇപ്പം ഉപദേശം. അതാണ് കുന്തി സ്തുതി. ഇനി ഒരു അധ്യായം കൂടി വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ സത്സംഗം ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കാം. നാളെ പ്രധാനപ്പെട്ട ഭാഗം ഭീഷ്മസ്തുതി. അത് കഴിഞ്ഞ് പരീക്ഷത്തിൻ്റെ കഥ. പരീക്ഷത്ത് പ്രായോപദേശം ചെയ്യുന്നത് ശ്രീശുക ബ്രഹ്മർഷി എഴുന്നള്ളി, പിന്നെ ശ്രീശുകരുടെ ഉപദേശം. അതൊക്കെയാണ് നാളെ കേൾക്കുക. ചതുശ്ലോകി ഭാഗവതം. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട ഭാഗം സൃഷ്ടിയെപ്പറ്റി വിവരിക്കും. പിന്നെ വരാഹാവതാരം, പിന്നെ ഹിരണ്യാക്ഷൻ്റെ കഥ. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട ഭാഗം കപിലോപദേശം ആണ് നാളത്തെ പ്രധാനപ്പെട്ട ഭാഗം. കപിലോപദേശം കൂടി വായിച്ചും പറഞ്ഞിട്ടുമാണ് നാളത്തെ സത്സംഗം സമർപ്പിക്കുക. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഥ ദശമോധ്യായ. ശ്രീശുകാവാച.
അത്ര സർഗവിസർഗജ ദാനം പോഷണാനുദയ മന്വന്തരാനുവദന മന്വന്തരാനുഗത നിരോധോ മുക്തിരാശ്രയ ദശമസ്യ വിശുദ്ധാത്യം നവാനാമീഹലക്ഷണം വർണ്ണയന്തി മഹാത്മാന ശ്രുതേനാഥേന ജാജസ